ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ഓർക്കൂ സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ഒരു വരൾ മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി. അതിൽ നാം വിതച്ച സ്വപ്നത്തിന്റെ വിത്തുകൾ, അതിൽ നാം നനച്ച വേർപ്പുപ്പിൻ പ്രതിജ്ഞകൾ. അതു തഴച്ചും കുലച്ചും കായ്ച്ചുമിന്നിത അതിനിന്നു നമ്മൾ കാവൽക്കാർ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. അഴിമതിമതം പൂണ്ടൊരൈരാവതങ്ങളെ അടിപെടുത്താനിതൊരു തുടലായി. അധികാര സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് പിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി. വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന പൂവിന്റെ മധുവായി. അവകാശ സംരക്ഷണത്തിന്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി. ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ.
ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ഓർക്കൂ സഖാവേ സഹോദരാ, നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും. ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ഒരു വരൾ മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി. അതിൽ നാം വിതച്ച സ്വപ്നത്തിന്റെ വിത്തുകൾ, അതിൽ നാം നനച്ച വേർപ്പുപ്പിൻ പ്രതിജ്ഞകൾ. അതു തഴച്ചും പുലച്ചും കാഴ്ചുമിന്നിത അതിലിന്നു നമ്മൾ കാവൽക്കാർ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. അഴിമതിമതം പൂണ്ടൊരൈരാവതങ്ങളെ അടിപെടുത്താനിതൊരു തുടലായി. അധികാര സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് വിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി. വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന പൂവിന്റെ മധുവായി. അവകാശ സംരക്ഷണത്തിന്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി. ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഹാളിന് പുറത്തു നിൽക്കുന്ന സഖാക്കൾ ഹാളിനകത്ത് കയറി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ പരിപാടി താമസിയാതെ നമുക്ക് തുടങ്ങാം. All comrades are requested to come inside the hall and occupy the seats, please.
ഡിയർ കോമ്രേഡ്സ്, നമുക്ക് യോഗം ആരംഭിക്കാം. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഇന്ന് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോഗ്രാംസാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന്, ആദ്യം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സ്ഥാപക നേതാവ് AKBF ഇന്ന് ഈ നിലയിലാവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച സഖാവ് TKV നായരുടെ ജന്മശതാബ്ദിയാണിന്ന്. ഏപ്രിൽ 7, 1924 ജനിച്ച് വളരെ ചെറുപ്രായത്തിൽ 58 വയസ്സിൽ തന്നെ നമ്മെ വിട്ട് പിരിഞ്ഞ് 35 വർഷക്കാലം കേരളത്തിലെയും ഭാരതത്തിലെയും ബാങ്ക് ജീവനക്കാർക്ക് വേണ്ടിയും കേരളത്തിലെ ഉള്ള ചെറുതും വലുതുമായി തകർന്നു പോയിക്കൊണ്ടിരുന്ന ബാങ്കുകളിലെ ഉള്ള നിക്ഷേപകരുടെ താല്പര്യം കൂടി പ്രൊട്ടക്റ്റ് ചെയ്ത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച നേതാവായ സഖാവ് TKVയുടെ ജന്മശതാബ്ദിയാണ്. അപ്പോൾ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം എന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 9 മാസക്കാലം നീണ്ടു നിൽക്കുന്ന TKV ബർത്ത് സെൻറ്റനറി പ്രോഗ്രാംസ് AKBF നടത്തുന്നതായിരിക്കും. അത് ആദ്യത്തെ പ്രോഗ്രാം. അതിനുശേഷം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡൻറ്റ് സഖാവ് KS കൃഷ്ണ മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിച്ചു. സഖാവ് കൃഷ്ണയെ ആദരിക്കുന്ന ഫംഗ്ഷനാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. സോ ആദ്യത്തെ ഫംഗ്ഷനായ സഖാവ് TKV ജന്മശതാബ്ദി ലോഞ്ചിങ് പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് KS കൃഷ്ണയെ സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ, ദി ഇനോഗറേറ്റർ ഓഫ് ദി പ്രോഗ്രാം, മോസ്റ്റ് revered leader, our beloved General Secretary of All India Bank Employees Association, Comrade CH Venkatachalam is amidst us. I take this opportunity and welcome, heartily welcome, Comrade CHV to the dais. ഇവിടെ നിരവധി വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വരുന്ന മുറയ്ക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറി, AIBയുടെ മുൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, AKBRFൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീനിവാസൻ സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBFൻ്റെ മുൻ ജനറൽ സെക്രട്ടറി, AIBയുടെ മുൻ വൈസ് പ്രസിഡൻറ്റ്, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ മുൻ ജനറൽ സെക്രട്ടറി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് ഏട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBFൻ്റെ മുൻ ജനറൽ സെക്രട്ടറി, AIBയുടെ മുൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട VJ ജോണി, സഖാവ് VJ ജോണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBFൻ്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സഖാവ് CD ജോസനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBFൻ്റെ മുൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, മുൻ സെക്രട്ടറി നമ്മുടെ ലേബർ ലൈഫിൻ്റെ എഡിറ്ററായിരുന്ന സഖാവ് K ശ്രീവാസുദേവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBFൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റ് സഖാവ് PS ബാലേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് ബാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBFൻ്റെ മുൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സഖാവ് P മണിക്കുട്ടൻ നായർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് മണിക്കുട്ടൻ നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
AKBFൻ്റെ വൈസ് പ്രസിഡൻറ്റ്, AIBയുടെ മുൻ വൈസ് പ്രസിഡൻറ്റ് സഖാവ് PP വർഗീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AITUCയുടെ അഖിലേന്ത്യ സംസ്ഥാന സെക്രട്ടറി, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വർക്കിംഗ് വുമൻ്റെ നേതാവ് സഖാവ് K മല്ലികയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും AKBFൻ്റെ മുൻ പ്രസിഡന്റുമായിരുന്ന സഖാവ് K മുരളീധരൻ പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AIBOA സംസ്ഥാന പ്രസിഡന്റ് സഖാവ് MD ഗോപിനാഥിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBFൻ്റെ ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ഭാരവാഹികളും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഖാവ് S രാമകൃഷ്ണൻ വൈസ് പ്രസിഡന്റ്, സഖാവ് K ശ്യാംകുമാർ വൈസ് പ്രസിഡന്റ്, സഖാവ് S സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ്, സഖാവ് C അനന്തകൃഷ്ണൻ വൈസ് പ്രസിഡന്റ്, സഖാവ് P ഹേമലത വൈസ് പ്രസിഡന്റ്, സഖാവ് PM അംബുജം AIBയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഹേമലത AIBയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വൈസ് പ്രസിഡന്റ് വേദിയിലേക്ക് വരണം. സഖാവ് N വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമ്മുടെ മുൻ റവന്യൂ മന്ത്രി സഖാവ് KP രാജേന്ദ്രൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് KP രാജേന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AKBF സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സഖാവ് AC ജോസഫ്, ഓർഗനൈസിംഗ് സെക്രട്ടറി സഖാവ് U ഷാജി, സെക്രട്ടറി സഖാവ് CK ജയപ്രകാശ് എന്നിവർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള സഖാവ് NK രാമദാസൻ, സഖാവ് RT യാദവ്, സഖാവ് ജോസഫ് കുര്യാക്കോസ്, സഖാവ് S സുനിൽകുമാർ, സഖാവ് M രമ്യ, സഖാവ് സജീദ് മുഹിയുദ്ദീൻ, സഖാവ് സന്ദീപ് നാരായണൻ, സഖാവ് S പിങ്കി എന്നിവർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. AKBF എറണാകുളം ജില്ലാ ചെയർമാൻ സഖാവ് PR സുരേഷ്, ജില്ലാ സെക്രട്ടറി സഖാവ് ഗോകുൽ UK പിള്ളൈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് അണ്ണൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അണ്ണൻ്റെ മകൻ ശ്രീ സഖാവ് VP രാധാകൃഷ്ണനും സഹധർമ്മിണി ജയശ്രീ ചേച്ചിയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് VP രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോമ്രേഡ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, അതിമഹത്തായ ഒരു സന്ദർഭം ഇത്. TKV എന്നുള്ള ആ നാമധേയം എന്നും സ്മരിക്കുന്ന സഖാക്കളാണ് ഇന്ന് ഈ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിൻ്റെ തന്നെ പ്രതീകമാകുക, ആ വ്യക്തിയെ, ആ സഖാവിനെ എന്നെന്നും സ്മരിക്കുക, ഏത് സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ അനുസ്മരിക്കുക,
ഏത് സന്ദർഭത്തിലും ഏത് വേദിയിലും അഭിമാന പുരസ്സരം പറയുക. അദ്ദേഹം കഥാവശേഷനായി 4 പതിറ്റാണ്ട് ആകുന്ന വേളയിൽ പോലും അദ്ദേഹത്തിന് എന്നും നമ്മുടെ സ്മരണയിൽ നിത്യമായി സ്മരിക്കുക. അങ്ങനെ ഒരു വ്യക്തിത്വം ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ, ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് TKV മാത്രമാണ് എന്ന് നമുക്ക് ഏത് വേദിയിൽ നമുക്ക് പറയാൻ കഴിയും. അത്ര കണ്ട് ചെറിയൊരു കാലയളവ്, 35 വർഷം ഒരു പ്രസ്ഥാനത്തിൽ വലിയ ചെറിയ കാലയളവാണ്. പക്ഷെ മഹാന്മാരങ്ങനെയാണല്ലോ. സ്വാമി വിവേകാനന്ദ ജീവിച്ചത് 38 വർഷമാണ്. ആദിശങ്കർ ജീവിച്ചത് 32 വർഷമാണ്. ജീവിച്ച കാലയളവിൽ സമൂഹത്തിൽ നൽകിയിട്ടുള്ള സേവനങ്ങളാണ് ഏറ്റവും വലുത്. എത്ര കാലം ജീവിച്ചു എന്നതിനപ്പുറം ജീവിച്ച കാലയളവിൽ എന്തൊക്കെ ചെയ്തു എന്നാണ് പ്രസക്തി. അതനുസ്മരിക്കാനും ഇന്ന് ജന്മശതാബ്ദി 100 വർഷം പിന്നിടുന്ന വേളയിൽ നമ്മളിവിടെ എല്ലാവരും നമ്മൾ എത്തിച്ചേരുന്നു. ഇത് നമ്മൾ ഈ ഒരു ഒത്തുചേരലും ഈ ഒരു ആഘോഷവും ഒക്കെ ഇന്ന് ഗ്ലോബലായിട്ട് ആളുകൾ നോക്കുന്നു, വീക്ഷിക്കുന്നു. നമുക്കറിയാം, ഇന്ന് സേവനത്തിലുള്ള സഖാക്കളാണ് ഇന്ന് കൂടുതൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറം ആ കാലഘട്ടത്തിൽ സഖാവ് TKയുമായിട്ട് പ്രവർത്തിച്ച നിരവധി സഖാക്കൾ, ജീവനക്കാർ, ഓഫീസർമാർ, ബാങ്ക് അധികാരികൾ ഒക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ഇന്നേ ദിനം ഈ വിധത്തിൽ ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ അത് സമുചിതമായി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് നിരവധി മെസ്സേജുകൾ, സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുക. വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തി എന്ന് പറയുമ്പോൾ അത് ആലങ്കാരികമേ അല്ല. പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ സാറാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്നുള്ളത്. എല്ലാവരുടെയും പേരിൽ അരവിന്ദാക്ഷൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആ 3 പതിറ്റാണ്ട് കാലം എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ പ്രവേശിക്കുക, അവിടുത്തെ അവസ്ഥാവിശേഷം മനസ്സിലാക്കുക, തൻ്റെ സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത് ഏറെ വിഭിന്നമായി, ഒരുപക്ഷെ സമ്പന്നമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പശ്ചാത്തലത്തിൽ വന്നിട്ട് ഇവിടെ വന്ന് ജീവനക്കാരെ, തൊഴിലാളികൾ അനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ മനസ്സിലാക്കി കൂടെ സഞ്ചരിക്കാൻ അല്ല തീരുമാനിച്ചത്, ഒഴുക്കിനൊപ്പം നീന്താനല്ല തീരുമാനിച്ചത്, ഒഴുക്കിനെതിരെ നീന്താൻ തീരുമാനിച്ചു. അങ്ങനെ വിട്ടുകൂടല്ലോ എന്നുള്ള ആ തീരുമാനം 22 വയസ്സുള്ള സഖാവ് TKV ട്രാവൻകൂർ ഫോർവേഡ് ബാങ്കിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കി. സമാനമായ സാഹചര്യങ്ങളാണ് ചുറ്റുമുള്ള എല്ലാ ബാങ്കുകളും, 150-ലധികം ഉള്ള ബാങ്കുകളിൽ ഉള്ളത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പ്രതികരിച്ചു, സംഘടിപ്പിച്ചു. ആളുകളെ കിട്ടുന്നില്ല. ചരിത്രം നമ്മളൊക്കെ കേട്ടതാണല്ലോ, മനസ്സിലാക്കിയതാണല്ലോ. സംഘടിപ്പിക്കാൻ 7 പേര് രജിസ്റ്റർ ചെയ്യാൻ പോലും ആളെ കിട്ടാതെ വിഷമിക്കുന്ന വേളയിൽ സഹായികളായി എത്തിയ മറ്റ് വിഭാഗം തൊഴിലാളികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, മറ്റ് നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കളുണ്ട്, അവരൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് സഖാവ് TKV മുന്നോട്ട് പോയപ്പോൾ ആ പ്രയാണം കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല എന്നതാണ് വേറൊരു വസ്തുത, സവിശേഷത. അന്ന് ഈ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു കാലയളവിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം സാർവദേശീയമായിരുന്നു, സാർവലൗകികവുമായിരുന്നു. സോഷ്യലിസ്റ്റ് ചിന്താഗതി, പിന്നീട് ഉൾക്കൊണ്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തൊരു തെക്കേ അറ്റത്തിലുള്ളൊരു കൊച്ചു സംസ്ഥാനത്ത് ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണവും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ. അദ്ദേഹം സഞ്ചരിച്ചു, ട്രെയിനിൽ, ബസ്സിൽ സഞ്ചരിച്ചു നാടെങ്ങും. ആ സമയത്ത് ബാങ്ക് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥ നിശ്ചയിക്കുന്ന വേദികളിൽ എത്തിച്ചേർന്ന്, ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന് മുഖ്യധാരയിൽ എത്തിച്ചേർന്ന് അവിടെ പ്രവർത്തിച്ച് വിഷയങ്ങൾ ഉണർത്തിച്ച് ബാങ്കുകളുടെ ഘടന, ജീവനക്കാരുടെ സേവന ഘടന, ഈ 2 വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച സഖാവ്. വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്.
മുഖ്യപ്രഭാഷകൻ, ഇന്ന് ഉദ്ഘാടകൻ, ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ചരിത്രവും പാരമ്പര്യമൊക്കെ പേറി ഇന്ന് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ യശസ് വാനോളം ഉയർത്തി നിർത്തുന്ന AIBയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇന്ന് മുഖ്യ പ്രഭാഷകനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയേണ്ട വിഷയമില്ല. One of the most foremost, single most contribution of TKV to the whole banking fraternity, to banking industry. ബാങ്കിങ് റിലേഷൻ ആക്ട് 1914 വന്ന കാതലായ അമെൻമെൻറ്റ് സെക്ഷൻ 45 അമെൻമെൻറ്റ് എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ എന്തെങ്കിലും അപജയം സംഭവിച്ചാൽ ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്, എംപ്ലോയീസ് ഇൻട്രസ്റ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് എന്ന വിധത്തിൽ സ്റ്റാറ്റ്യൂട്ടിൽ, പാർലമെൻറ്റിൽ ആ വിധത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ പ്രേരകം ശക്തിയായി വർത്തിച്ചത്. നമുക്ക് അഭിമാനമുണ്ടെന്ന് പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിട്ട് പ്രഭാത്കർ ഉണ്ട്. 57 മുതൽ 67 വരെ, 2 ടേം ലോക്സഭയിൽ, രാജ്യസഭ നോമിനേഷൻ അല്ല. ബാങ്ക് ജീവനക്കാരൻ, ബാങ്ക് എംപ്ലോയി, എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഗവൺമെൻറ്റിൽ ചെലുത്തിയ സ്വാധീനം ഒക്കെ വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി അത് വരുത്തിയൊരു മാറ്റം കൊണ്ടാണ് പിന്നീട് പാലാ സെൻട്രൽ ബാങ്ക് അപജയത്തിന് ശേഷം പിന്നീട് സംഭവിച്ച എല്ലാ ബാങ്കുകൾ, 145 ബാങ്ക് സൂചിപ്പിച്ച ആ ബാങ്കുകളൊക്കെ അപജയം സംഭവിച്ചപ്പോൾ ഒരൊറ്റ ജീവനക്കാർക്ക് പോലും ജോലി നഷ്ടപ്പെടാത്ത വിധത്തിൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, കാലക്രമേണ താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിൽ സ്റ്റാറ്റ്യൂട്ടിൽ വന്ന വലിയ മാറ്റം ഇന്ന് ചരിത്രത്തിൽ തങ്കലിപികൾ എഴുതപ്പെടുന്ന ഒരു ചരിത്രമാണ്. SBT എംപ്ലോയീസ് യൂണിയൻ്റെ ആദ്യത്തെ വർക്ക്മെൻ ഡയറക്ടർ, നിരവധി ബാങ്ക് വൈസ് യൂണിയൻസ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഇന്നും പ്രവർത്തിക്കുന്ന നിരവധി ബാങ്ക് വൈസ് യൂണിയൻ്റെ അമരക്കാരൻ, അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രക്ഷോഭങ്ങൾ, ദീർഘകാല സമരങ്ങൾ, അനിശ്ചിതകാല പണിമുടക്കുകൾ, ഇന്നിപ്പോൾ വേദിയിലിരിക്കുന്ന PM ജോസഫ് പോലുള്ള സഖാക്കൾ നയിച്ച ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡൻറ്റ്, അങ്ങനെ നിരവധി ബാങ്ക് വൈസ് യൂണിയൻസിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച് വലിയൊരു മാറ്റം സൃഷ്ടിച്ച വലിയ സഖാവ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നൊരു ദിവസം കൊണ്ട് അനുസ്മരിച്ച് തീരേണ്ടതല്ല, നമ്മൾ എന്നും സ്മരണയിലുണ്ട്. എനിക്കും ഒരു വലിയ സൗഭാഗ്യം ലഭിച്ചത് കഴിഞ്ഞൊരു 9 വർഷക്കാലം അദ്ദേഹം പടുത്തുയർത്തിയ സൗധം, കെട്ടിടം, തലസ്ഥാനത്ത് അറിയപ്പെടുന്ന, എല്ലാവരാലും ശ്ലാഘിക്കപ്പെടുന്ന ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാൾ, ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ബിൽഡിംഗ്, അതിലും ഒരു 9 വർഷക്കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം അവിടെ ജീവിച്ച ആളാണ്. അവിടെ തന്നെ വസിക്കാനും സ്മരിക്കാനും ഒക്കെ കഴിഞ്ഞതും ഒരു സൗഭാഗ്യം. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നേ ദിവസം നമുക്ക് ഭാവി പ്രവർത്തനങ്ങൾ, കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഈ ഒരു ദിവസം അനുസ്മരിക്കുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുതിയ തലമുറയ്ക്ക് വലിയ ആവേശവും പ്രചോദനവും വീണ്ടും വീണ്ടും ലഭിക്കാൻ വേണ്ടിയാണ്. വലിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുള്ളത്. ഒരു പുതു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോവുകയാണ്. മാനിഫെസ്റ്റോസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ അവകാശവാദങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞു. അടുത്ത ഒരു 5 വർഷം, അടുത്ത 10 വർഷം, 2047 വരെ സങ്കല്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട്. ഞങ്ങൾ തന്നെയായിരിക്കും ഭരിക്കുക എന്ന അവകാശവാദത്തോടുകൂടി ജനങ്ങളുടെ ചിന്താഗതിയെ പോലും വെല്ലുവിളി വയ്ക്കുന്ന അവകാശവാദങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, നടത്തിയ പോരാട്ടങ്ങൾ ഒക്കെ ഇവിടെ പ്രസക്തമായി വരുന്നുണ്ട്. ഇന്നും ഈ ബാങ്കിങ് ഇൻഡസ്ട്രി പുത്തൻ സാമ്പത്തിക നയങ്ങൾ, കോൺഗ്രസ് കൊണ്ടുവന്ന നയം, പുത്തൻ സാമ്പത്തിക നയങ്ങളെ അതിജീവിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് 2 ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുമെന്ന് 2001 പ്രഖ്യാപിച്ച ഇന്നത്തെ ഗവൺമെൻറ് ആ പ്രഖ്യാപനത്തിനെ അതിജീവിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നുവെങ്കിൽ അത് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ നിരന്തരമായിട്ട് നടത്തുന്ന പോരാട്ടങ്ങളുടെ ഫലമാണ് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ആ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്താനും കൂടുതൽ ആശയദാർഢ്യത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടെ പോകാൻ നമുക്ക് കഴിയുന്ന വിധത്തിൽ ഈ സന്ദർഭം തുടർന്നും നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കാൻ പോകുന്ന 1 വർഷം നീളുന്ന പ്രവർത്തന പരിപാടികൾ ഒക്കെ സംസ്ഥാനത്തെ ബാങ്ക് ജീവനക്കാരുടെ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, മൊത്തം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഒരു പ്രചോദനമേകുന്ന വിധത്തിലുള്ള
പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നാണ് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സദസ്സിലുള്ള സഖാക്കളെ ജനറൽ സെക്രട്ടറി പരിചയപ്പെടുത്തി. വേദിയിലുള്ള ഈ സദസ്സും ഏറെ സമ്പന്നമാണ്. സഖാവ് TKVയോടൊപ്പം പ്രവർത്തിച്ച എത്രയോ സഖാക്കൾ ഈ ചൂടും യാത്രാക്ലേശവും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർക്കുന്നു. RN ഷേണായി സാറ് ഒക്ടോജനേറിയൻ, 88 വയസ്സ് പ്രായം, ആവേശത്തോടുകൂടി ഇന്ന് ഇവിടെ എത്തിയിരുന്നു RN ഷേണായി സാറ്. ഷറാഫുദ്ദീൻ അണ്ണൻ്റെ ഒപ്പം സഞ്ചരിച്ച തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചേർന്ന സഖാവ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പ്രൊമോഷൻ സ്വീകരിച്ച് പോയപ്പോഴും ആൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉറച്ചു നിന്നു. ആ സഖാവും ഇവിടെ ഷറാഫുദ്ദീനും ഇവിടെ എത്തിച്ചേർന്ന വലിയ സന്തോഷമുണ്ട്. VV കുമാർ ഇന്നിപ്പോൾ ജനയുഗത്തിൽ എഴുതിയിട്ടുണ്ട്. TKVയെ സംബന്ധിച്ച് അദ്ദേഹം കൂടെ സഞ്ചരിച്ചാണ്. 78 ബാങ്കിൽ പ്രവേശിച്ച സഖാവ്. അങ്ങനെ എത്ര സഖാക്കൾ, നമ്മുടെ മുൻ നേതാക്കൾ PRRS അയ്യർ, AL റപ്പായി, MP പോള് അടക്കമുള്ള സഖാക്കൾ, മാത്യു ജോർജ് അടക്കമുള്ള മുൻനിരയിലും പുറകിലും ഇരിക്കുന്ന, പറഞ്ഞു പോയാൽ എനിക്ക് പേരെടുത്ത് എല്ലാവരുടെയും പേരൊക്കെ പറയാൻ കഴിയും. നമുക്ക് സമയം ഇല്ല. എല്ലാവരുടെയും നിങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ അണ്ണനെ സ്മരിക്കുന്നു, ഓർക്കുന്നു, ഭാവിയെക്കുറിച്ച് ഓർക്കുന്നു, പ്രചോദനം ഏറ്റുവാങ്ങുന്നു എന്നറിയാം. ഈ സന്ദർഭത്തിൽ അണ്ണനെ, സഖാവ് TK വേലായുധൻ നായർ, സഖാവ് അണ്ണൻ, പ്രിയപ്പെട്ട അണ്ണനെ നമ്മൾ സ്മരിക്കുന്നു. ഈ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ, VP രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്ന വലിയ സന്തോഷം ഉണ്ട്. ഈ മഹത്തായ സന്ദർഭം നമുക്ക് ഒരു വലിയ അഗ്നിയാണ് സഖാവ് TKV. അഗ്നി, അദ്ദേഹത്തിൽ ജ്വലിച്ച ആ അഗ്നി നമ്മളിലൊക്കെ പ്രസരിപ്പിച്ചു. ആ അഗ്നി കെടാതെ തലമുറ കൈമാറി കെടാതെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പറയുന്ന മുദ്രാവാക്യം സാർത്ഥകമാക്കിയ സഖാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രതീകാത്മകമായിട്ട് ആ അഗ്നി വീണ്ടും നമുക്ക് ജ്വലിപ്പിക്കാം. അതിനായി നമ്മുടെ നേതാക്കളെ ഒക്കെ തന്നെ ക്ഷണിക്കുന്നു. CH വെങ്കടാചലം അടക്കമുള്ള നമ്മുടെ K ശ്രീനിവാസൻ, PM ജോസഫ്, CD ജോസൻ, VJ ജോണി അടങ്ങിയ നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറിമാർ, അണ്ണൻ്റെ പാത തുടർന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറിമാരായിട്ട് വന്ന സഖാക്കളും എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഈ അഗ്നി ജ്വലിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഇവിടെയുള്ള എല്ലാ സഖാക്കളും നമുക്ക് സാധ്യമായ വിധത്തിൽ നമുക്ക് ജ്വലിപ്പിക്കാം.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ അരവിന്ദാക്ഷൻ സാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അരവിന്ദാക്ഷൻ സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് എം ജോർജ് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ജോർജ് ഏട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം യുവ നേതാവ് സഖാവ് AR സുജിത് രാജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി യുവ നേതാവ് സഖാവ് വി അനിൽകുമാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AIBA സെൻട്രൽ കമ്മിറ്റി മെമ്പർ സഖാവ് സന്തോഷ് സെബാസ്റ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ കേരള ജ്വൽ ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് KN അതിരഥനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് ബിജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോമ്രേഡ്സ്, എല്ലാവരും ശാന്തരായിട്ടിരിക്കൂ. ഇത്തിരി ചൂടൊക്കെ ഉണ്ടെന്ന് അറിയാം. വേറെ നിവൃത്തിയില്ല, ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. സതയം ഉൾക്കൊണ്ട് ഇരിക്കുക. വെള്ളം കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ വോളണ്ടിയേഴ്സ് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ദേ വിൽ ടേക്ക് കെയർ ഓഫ്. സോ കോമ്രേഡ്സ്, on this great occasion, as I said, Comrade C.H. Venkatachalam himself come here. And as we know, the service conditions of bank employees from the period of tribunal, now we have reached a position in which we have signed a settlement on a very fastest rate with highest per capita income. Fastest settlement ever with highest per capita wages. So the architect is none other than Comrade C.H. Venkatachalam, and he took care of, or we took care of, from AIBA took care of not only the serving employees' interest, but also for the first time an ex gratia for the entire retirees also has come. So such is the vision of the AIBA, and with his global presence as the controller of the finance committee of the World Federation of Trade Unions, in the bank, insurance, finance unions, and of course in our country, the one and only voice of the bank employees in the whole country, All India Bank Employees Association General Secretary. On any issue, recently on the issue of candidates for the coming Lok Sabha election, such of the candidates who have defaulted in the loans, they should not be permitted to contest. Like that, it is only AIBA that has given a letter that has created ripples in the policy circles. Only AIBA can do that. Legacy that has begun with Comrade Prabhatkar in the parliament for 2 terms, that legacy, that vision, that commitment to the people of India, the working class of the whole world, AIBA is carrying forward through Comrade C.H. Venkatachalam as his General Secretary. We are very happy he has come here. So on behalf of all of you, I once again welcome and request him to inaugurate the year-long TKV centenary celebrations. Please. Comrade Krishna, beloved President of AKBF, Comrade Ram Prakash, our General Secretary, our beloved leader Comrade KP Rajendran, my past colleagues and present colleagues, സഖാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. I am very happy today to be part of this
important occasion where the All Kerala Bank Employees Federation had decided to commence the year-long centenary celebrations to observe the centenary of one of the tallest leaders of the AIBA, Comrade TKV. Later, of course, felicitation to Comrade Krishna, who has retired a few days ago. I am very happy larger number of our comrades are present over here. And I am very confident that this next 1 year we shall celebrate the centenary of Comrade TKV in a very effective and meaningful way. We consider certain things as sins. You should not do that. If you do that, it is a sin. Similarly, for the trade union, I consider forgetting the founding leaders is a sin. Because these are the people who founded the organization. Today we are proudly talking about the 12th bipartite settlement. Comrades are telephoning me. Comrade, my salary is 1,50,000. My salary is 1 lakh. I'm retiring this month. I'll be getting so much of gratuity, pension, commutation, so many things. They are expressing their happiness. And they think that as though I have done something. I have not done something. I have not done anything. It is only because of the All India Bank Employees Association that we have with us that today we are able to achieve all these things. From 1991, the government has been trying to privatize the banks. In the name of liberal economic policies, in the name of banking reforms, all of us know, so many committees have recommended privatization, privatization. Till today, that is an agenda. But for more than 30 years, we have ensured bank employees' unity has ensured, our struggle has ensured that till now the management or the governments are unable to privatize any single bank in our country. So it's a big history of the movement of the bank employees. We are able to thwart the government decisions. We are able to make an onward march. We have signed the bipartite settlement. And in the financial sector, we have another cousin brother. Within the bank, we have the 9 unions. We are 9 sisters. Who is elder, who is younger, I don't know. 9 sisters. But we are working in the financial sector. Banking, insurance, including Reserve Bank of India. We will talk about it. Our comrades are talking. In this bipartite, this has happened, that has happened. But what is very important today is that this is a bipartite settlement. We have ensured the right of collective bargaining of the trade unions. We signed the settlement on the 8th of March. 10 days later, LIC also wage revision is due. Our wage revision was due from November 22, all of you know. But some of us do not know that in LIC the wage revision is due from August 2022, 3 months before bank employees settlement. Nothing was happening in LIC. There also employees are working in LIC. Our bipartite settlement covered 25 banks. Public sector bank, private bank, foreign banks, with different paying capacity, different financial performance, we have one common agreement.
But LI is a monolithic organization, one institution. Huge profit. Money is not a problem. But nothing happened in LIC. After 10 days after we signed the bipartite on 8th, on the 18th March, the LIC managing director sent a mail to the LIC unions. We are convening a meeting, please come. And that meeting was not mentioned as bipartite meeting or negotiating meeting. It was termed as information sharing session. So unions went, it was a virtual meeting. The MD said that we are going to consider wage revision for the LIC employees. The unions were asking how much. It should be something more than bank employees. But within 5 minutes, LIC managing director told, no, there is no scope for any discussion. LIC management, we already decided. And we have recommended to the government of India that LIC employees should be given 17% wage increase. And by evening, we are expecting some government approval. We will let you know. And same day evening, around 6 o'clock, the LIC management issued a press statement that we are very happy to inform government has approved wage revision for LIC employees at 17%. Matter is over. Now more than 2 weeks are over. I am in touch with the LIC employees unions. I saw the press statement 17%. What about your basic pay? What about your DA? What are your allowances? They said, we don't know. That means there is no collective bargaining, there is no bipartite. Government approves, gazette notification, matter is over. So this is our bipartite. So that way today we find our AIVF movement is marching from strength to strength. And at this time, it is very important to recall who are the people who are responsible. That is why I said we should not forget the leaders who have built up the organization. And in the galaxy of the leaders who built up the All India Bank Employees Association, our Annan comrade TKV was one of the foremost. Today organizing the bank employees is very easy. I have the WhatsApp number of lakhs of bank employees. Sitting here in 1 minute, I can send a message that tomorrow there will be a bank strike, there is a bank strike. Communication has become very quicker and faster. We can talk to people. Technology is available. But we have to imagine and remember the days when AIBA was born, when our leaders were organizing the bank employees. At that time, such communication facilities were not available. The management was totally vindictive. The other day on the 8th of March, you would have seen the video. The IBA chairman was there, we were all there this side. When the IBA chairman spoke in the meeting, he said, we are very happy this time. At very short span of time, we have concluded the 12th bipartite. But the 13th bipartite should be signed before October 2027. Like that, IBA chairman said. That means he has conceded that the next settlement will be also a bipartite settlement in 2027. They are talking to us. But those were the days when AIBA was born. We were born in 1946. IBA, Indian Bank Association, also was born in 1946. They represented the bank managements as they do today. When AIBA was born, we submitted the charter demands. The IBA did not call. Today they are inviting. Yesterday IBA talked to me. Maybe within the next another 10 days, further negotiations on residual issues will commence. People are now enjoying their arrears. Some people have kept the money, some people have given to their wives. Some people keep some black money. But IBA is now
decided to call us for further negotiation. This is now 2024. But at that time when AIB was born, the right to collective bargaining was not there. Organizing the bank employees was very difficult. No right, nothing. This time leave benefits have been improved like anything. For the first time, half a day leave for bank employees. Morning you can come. Suddenly by lunchtime your stomach pain, headache. Evening you can say I am going. Tomorrow morning my mother-in-law is coming from Calicut. I had to go to Ernakulam station to receive her. 11 o'clock train. I can tell manager, sir, morning I will not come, evening I will come. Like that in leave, so many benefits. But in those days, leave was not a matter of right. It was at some mercy. Many times we have seen, even for death, in the history of the AIB, we have record. An employee got a telegram. Morning 11 o'clock, the telegram came to the branch where the employee was working. And the telegram was received by the manager. And that was addressed to that employee. That your mother passed away, rush immediately. That is the telegram. The manager kept the telegram with him, he did not tell. Evening 7 o'clock after the work is over, he gave the telegram to that clerk and said, your mother is no more, now you go. Similarly, an employee applied for a privilege leave or ordinary leave. 10 days leave to go to his village for marriage, his own marriage. The manager said, no, this is closing time, marry after 6 months. So leave was not a matter of right. Things are completely different. So organizing the bank employees, fighting for the rights, it was very difficult. And at that time, today now we are very unhappy with the present union government in Delhi. Because repeatedly they are telling, we want to privatize, we want to privatize, we want to privatize. We are very proud that All India Bank Employees Association. We fought and we got the nationalization of banks, and today that is benefiting the people. In India we need more vibrant public sector banking to further reach the common people. But unfortunately the government, they are repeatedly telling we want to privatize. Only 10 days ago, Professor Pannagaria, I don't know who made him professor, like Dada used to say, well-known professor or unknown university. He says immediately after the Modi government will win, the first job is to privatize the bank. This is what Pannagaria told. 1 month ago, our respected finance minister, madam, she was addressing some press people. And a press journalist was asking, Madam, what about privatization of State Bank of India? Why not? Yes, I am ready. So we know the government today. But at that time, Jawaharlal Nehru was the Prime Minister. Jawaharlal Nehru, different quality, different standard, was a national leader. Today we have Prime Minister. But Nehru was a national leader from freedom struggle. Unfortunately, Nehruji also went against the bank employees. And from that time, AIB, we have been fighting every successive government because the government was attacking. So it was very, very difficult to organize the bank employees. But today, many times people are asking me, Comrade, what is the secret? Why this world bipartite has been completed so easily? Whether government is very good government, whether they are friendly government, whether they suddenly become pro-bank employee, nothing. It is only because of the unity of the bank employees today the government has agreed for early wage revision for the bank employees. At that time the story was difficult. Story was different. And at that time we needed leaders to organize the bank employees. And TKV, why we should be grateful to him? Because single-handedly organized and mobilized. If today all Kerala Bank Employees Federation
If there is some ranking in the All India Bank Employees Association for State Federation, maybe number 1 position will be given to All Kerala Bank Employees Federation. How? You are known as God's own country. But God did not give this ranking. It is because His sweat, toil, sacrifice, dedication, commitment, conviction have come to TKV that today AKBF is what it is today. He was an ordinary bank employee. He did not come from the heaven suddenly. He was also an ordinary clerk like you and me. But because he decided to dedicate himself, he was concerned about the problems of other people. Some years ago, I went to South Africa for a conference of bank employees. In the entrance, I saw one big board. Injury to one is injury to all. It attracted me so much. That is what AIB. So TKV had he wanted. He would become officer, manager, general manager, managing director. But he felt that the problems of the other colleague comrades was his own problem. So he decided to organize them. And organizing bank employees in 1940s, 1950s was not a joke. Because the management did not want a union. They were anti-union, they were hostile. In the history of bank employees, we have seen so many leaders getting victimized. Come to Prabhakar, come to Parvana, they were all victimized. They were also clerical staff in the banks. So come to TKV also faced this victimization. But unmindful, he was going on mobilizing the people and slowly strengthened the organization. Similarly, not only he was willing to work for the benefit of the bank employees, he was a true AIB leader because we found, especially at that time in Kerala, there are hundreds of banks. Even today, large maximum number of private banks are in Kerala only in India. At that time also hundreds of private banks. One by one, suddenly private banks are collapsing. And these innocent people, common people, poor people who had kept the money in the banks, overnight they lost their money, the employees lost their job. Comrade Krishna was referring to section 45 of the RBI Act. That was possible because of a great movement built up by Comrade TKV Nair at that time. He found that banks are collapsing. People are losing their money, what to do? He built up a movement. He was agitated. So that is why Comrade TKV was a great leader, because he was worried about the problems of his other bank employees. He was worried about and concerned about the people of the state of Kerala. If bank is closed, people are losing their money, employees are losing their job. And if today, only 2 years ago, 3 years ago, suddenly night, Reserve Bank of India announced, Yes Bank is on moratorium. And next day morning, State Bank of India, LIC, they gave some money. Now Yes Bank continues to be an Yes Bank, otherwise it would have been a no bank. Lakshmi Vilas Bank collapsed very recently. Where the Lakshmi went, where is that Vilas, we don't know. It became a Singapore bank. It was also on moratorium. That means no bank can be closed in our country today. There are still some of the private banks. We are finding one by one new private bank. They are called new. But in cheating the people, there is nothing new. The same old game of collecting the money of the people and cheating the people. When they will be on moratorium, we don't know. But because of your AIB, now there is safety, because that bank will be taken over. How that happened? The genesis for the movement was a movement built up by Comrade TKV Nair in Kerala. He built up the big movement. All the way Comrade Prabhakar came to Kerala. And then at that time he was also a member of the parliament in the Lok Sabha. So with all these petitions, he raised the issue in the parliament. Why ordinary people, poor people should lose their money? Why banks are getting closed? Why no action? And because of that, today, the government agreed to amend the RBI Act, section 45 was added. Because of now RBI is empowered. If any bank is sick, they can put moratorium and merge it with another bank.
This great patriotic thing was done because of the great contribution of Comrade TKV Nair, our Annan. This time we have seen some people have been given Bharat Ratna. According to me, if really some people deserve Bharat Ratna, Comrade TKV should be considered for the post of Bharat Ratna because he fought for the people. He fought for the safety of the people's money. And similarly his leadership quality. Very, very difficult to imagine such people. No comfort at all, no money with the union. Today we are rich. Thanks to the subscription, levy, etc. Now we are little better off. But at that time union did not have money and so we had to travel. And entire Kerala community TKV used to travel. Night buses. Then he'll go to some branch or go to some comrade house, sleep there, take something. Go to a branch and mobilize the people. Sometimes we say unions are built brick by brick. But in the case of TKV, it was really true, 100% true. He built up the All Kerala Bank Employees Federation. And that is why today we are very grateful to him. We can never forget leaders like Comrade TKV Nair. This is a scenario. This year more and more centenaries will come. Already we had in January the centenary of Comrade KJ Joseph, another great leader produced by Kerala. Like that many centenaries will come. At a time when we are marching forward, when we have to further mobilize convince ourselves that we have to militarily march forward to create new history. This is the month of April. We shall be celebrating the 79th founding day of the AIB on the 20th April. Next year, we shall be entering the 80th year. What type of AIB we want? Even today we find challenges. That all that problem that we had in those days, even today, confrontation. Why the 12th bipartite is very good? Not because 17%. Not because we got 12,500 crores. Not merely because the per capita average. In the last settlement, 10th settlement, the average per capita increase for a clerk, for an hour staff, it was 72,000. This time in the 12th bipartite, the annual average per capita of an hour staff from 72, it has become 1,12,000. More money has been achieved, but these are all good. But what is more important? The management has been wanting, for the past 1 decade. We will give you money, but we don't want to give you job security. We want outsourcing. We want to give the job on contractual basis, more temporary job, casual jobs. This is the policy of the government also. At that time, we could get this bipartite settlement, ensuring, guaranteeing the job security of the bank employee. That is why 12th bipartite is very good. Number one, it is a bipartite. Number two, we have continued the job security that we are enjoying today. But all these were the contributions of leaders like Comrade TKV, everywhere. He was a very simple leader. Everywhere he was there and he could mobilize. And that is why today we are very proud that we have a very strong, vibrant All Kerala Bank Employees Federation. Every day we are in the news. Whatever happens in Kerala, All Kerala Bank Employees Federation is there. That is why all other general trade union leaders, they have their own regard, respect and reputation for All Kerala Bank Employees Federation. All this because of the leadership provided by Comrade TKV. For the suffering, for the sacrifices, for the dedication, for the commitment. So number one, gratitude. We have to thank Comrade TKV for all that he has done to us. But that is not the end of the story. The story is that we have to not only remember and express our thankfulness to Comrade TKV. And I am very happy his son, Comrade Radhakrishnan, is also here. Even to look at his mini TKV only. Very happy to see. I see as though TKV is sitting here. But today the same challenges. Privatization agenda. Every day we are finding corporate loans are being written off. Haircut. They are anxious to create more and more contract jobs, etc. So challenges are many. So we really want to celebrate the centenary. It should be in such a way that will ensure and guarantee a stronger All Kerala Bank Employees Federation, a stronger All India Bank Employees Association, where particularly we find more number of young people are working.
They don't know the history of the All India Bank Employees Association because they were not there in 1940s. It's a new society. It's a new social order, new situation, new economy where people are coming up. I'm very sure that the life and dedication of Comrade TKV, that all that he has done for the bank employees in Kerala and All India Bank Employees Association will be a matter of inspiration to all of us, that we shall have more and more Comrade TKV in Kerala. Every young comrade will also tend to become Comrade TKV. This is what is very, very important. We have to take the resolve. We have to thank him, but we have to be inspired. We have to mobilize and make people more and more. We are organized. But that is not the situation. Equally in the new private sector banks, employees are not organized. Many times we get telephone from HDFC Bank, from ICICI Bank, from Axis Bank. Sir, we want to meet you, our job is gone. Morning they come to the bank, evening their job is gone. We have to mobilize them. There are a lot of business correspondent, bank mitras. They have no job security, they have no service condition. They are also like you and me, doing the same bank job. Who will take care of them? We have to do. Our cooperative bank employees, Ram Kumar, all the comrades are here. Still there are problems in cooperative banks, in rural regional banks. Our jewel prices in every bank, now the main activity is giving more jewel loan, gold loan. So we have the appraisers. They are being harassed, there are no service condition for them. So like that, our job is not over with the 12th bipartite. The All India Bank Employees Association, we are going to meet in the same Ernakulam, Cochin on the 9th and 10th of May, where our further journey will be decided for the next few years. Already we have suspended temporarily our agitation for the demand for adequate staff in the banks. The number is coming down. This time people are talking. Comrade, settlement is very good. Money is very good. Benefit is very good. Level stagnation, this, that. But the duties have been increased. In effect, not much of increase, but we have given an impression. We have modified and codified the duties so that there is no confusion, so that it will become utilizable. Things are changing, that also is very, very important. Banking is not the same. Every day banking is changing. I joined the bank in 1969 and I was a ledger clerk. So morning 9:32, some staff will come, bring my ledger. I can't lift that ledger. For bringing the ledger from the room to my counter, ledger lifting allowance used to be paid. Somebody will pay allowance so that ledger will come. Where is the ledger? I don't know. Today everything technology, digital. So the original work of the clerical people are vanishing. So we have to take more and more work. And in what background? The Khandelwal committee, we have forgotten that. The Khandelwal committee recommended we should have more officers, less clerk. This is what they are implementing. Earlier 4 clerk, 5 clerk, 10 clerk, 1 officer, 2 officer. Now it is completely different. Now it is the story of Panjali, Draupadi, 1 clerk, 5 officer. More officers are there. Number of people are more in the officer cadre. That means they don't want you. Why they do not want you? Because you are legally protected, you are covered under the Industrial Dispute Act. Even if the bipartite, you will see. The clerical salary can go up to 1,60,000 rupees. A subordinate salary can go to 86,000. This bipartite settlement. But is elsewhere, in private banks, in private companies, and IT companies. Salary is consolidated 25,000, 30,000. Designation, junior sales executive, assistant marketing executive, like that, all type of executive. They are not covered by the ID Act with 30,000 salary. But in writing, in black and white, in the bipartite, we have said, your salary may be 1 lakh, 1,50,000, 1,60,000. Even then, you will be a workman, you will be governed by the Industrial Dispute Act, legally protected. That's a very important thing. So naturally, the our staff are very important. The management do not want sub-staff at all. Virtually there is a ban. Government has orally told no sub-staff. So we have to create some new job for subordinate employees.
Now certain things we have taken, so that more and more now already IB has indicated, some of the managements have indicated, now they want to reduce the officers and go for more clerical. That strike, that agitation for our staff recruitment is also going to take place in Kochi on the 9th and 10th of May. So we are very grateful and thankful to Comrade TKV. But what was his vision? What was his dream of Comrade TKV all the time? I want a strong AIB, I want a strong AIB. If you really want to celebrate the glorious occasion of the centenary of Comrade TKV, it will be really successful if we can further strengthen All India Bank Employees Association, All Kerala Bank Employees Federation. That is what the country needs. And today we have to be working in such a way that you become an example for other unions. There are many unions who are coming up today at a time when the government says, I don't want union. I don't want the old labor policies. I want to dismantle labor laws. What is the response of the working class? More and more people. Thanks to Comrade KPR, thanks to Comrade Gurdas Das Gupta, thanks to Comrade Amarjit. All unions are working together, and in every strike we find more and more new sections of people are getting organized. It is not only workers today, even peasants, farmers, kisans. And that is why it is very, very important for organized union today. There is a tendency that economically we are better off. We are okay, we are getting good salary, why should we worry? But there are lakhs and lakhs of people below us who are not that privileged, not that protected. So we have to carry them all along. That leadership quality is also to be imparted. To the bank employees under the banner of the AIBA, we have to be something distinct. And I am very sure that the life of Comrade TKV will inspire us. We shall ever remain grateful to Comrade TKV, and we shall also take a pledge on this glorious occasion that we shall celebrate the TKV centenary in Kerala. Not only Kerala, he was not AKBF leader. Comrade TKV was an outstanding leader of the entire All India Bank Employees Association. All over the country we will have the program. That generation of people, instead of being selfish, instead of trying to be worried about their job, their salary, their benefit, their family, they spare their time, they sacrifice their life for the cause of other people. And I am very sure out of the centenary, we shall have more TKV in Kerala. This, I pay my humble tributes to the great sacrifice and contribution of Comrade TKV. I am very sure that the year-long program will be wonderful, effective, meaningful, so that AKBF become much more vibrant, much more stronger in the days to come. Thank you very much. Thank you, Comrade, for your inspiring, motivating message. As you rightly said, it is the task of the All Kerala Bank Employees Federation to carry forward the legacy of Comrade TKB, to transmit the message very correctly into the minds of the new generation of comrades, so that the new generation of comrades can face any challenges that may arise in the coming period. So, on behalf of All Kerala Bank Employees Federation, beyond recording thanks, we greet you, salute you. So, I request you to kindly receive a small memento on this memorable occasion, please. Now the programs, Sir B. Ram Prakash, General Secretary. സഹാക്കളെ, സഖാവ് TKVയുമായി ഒരുമിച്ച് സംഘടനയിൽ പ്രവർത്തിച്ച നിരവധി സഖാക്കൾ ഇവിടെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും TKVയെക്കുറിച്ച്
പറയാനും ഓർമ്മ പുതുക്കുവാനുള്ളൊരു അവസരമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ സമയപരിമിതി കൊണ്ട് നമുക്കിന്നിപ്പോൾ അതിന് നിർവാഹമില്ല. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ കേന്ദ്ര കമ്മിറ്റിയും അതിനുശേഷം വർക്കിംഗ് കമ്മിറ്റിയും ചേർന്ന് സഖാവ് അണ്ണനെക്കുറിച്ച് സഖാവ് CHV ഇവിടെ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു 9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഇവിടെ സൂചിപ്പിച്ച പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫെഡറേഷൻസ് ഇൻ ഇന്ത്യ എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ് മുഴുവനും നമ്മൾ അണ്ണനാണ് നൽകേണ്ടത്. സഖാവ് CHV ഇവിടെ പറഞ്ഞു, നമ്മുടെ പഴയ നേതാക്കളെ ഓർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദി ഗ്രേറ്റസ്റ്റ് സിൻ ദറ്റ് വി ആർ കമ്മിറ്റിംഗ് എന്നുള്ളത്. വി ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു അവർ ലീഡേഴ്സ്. അത് AKBFന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള 7 മാസങ്ങളിൽ സംസ്ഥാനത്തെ ഉള്ള 14 ജില്ലകളിലും ഇതേപോലത്തെ പരിപാടികൾ, കമ്മമറേറ്റീവ് ലെക്ചേഴ്സ് നടത്താനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും in a span of 7 months in all the 14 districts, AKBF will be holding meetings like this, wherein our former leaders of AKBF, the former leaders of SBT Employees Union and other unions who have worked along with TKV will be associated and they will be delivering the lectures. അപ്പോൾ ആ രീതിയിലാണ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഒരു സ്മരണിക, വളരെ മെമ്മറബിളായിട്ടുള്ള ഒരു സോവനീർ, ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ്. We plan to hold the culmination program on January 9, 2025. TKVയുടെ ഓർമ്മ ദിനമായ 2025 ജനുവരി 9 ഈ പ്രോഗ്രാംസിൻ്റെ കൾമിനേഷൻ ഫൈനൽ പ്രോഗ്രാം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം ഒരു മനോഹരമായ സ്മരണിക റിലീസ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ പദ്ധതി. മൂന്നാമത്തത് സംസ്ഥാനത്ത് 3 സെൻറ്ററുകളിൽ കോണ്ടംപററി ആയിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ചുകൊണ്ടുള്ള സെമിനാർസ് അറേഞ്ച് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ നേതാക്കളുടെയൊക്കെ TKVയുമായിട്ടുള്ള ആ ബന്ധം ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള ഷോർട്ട് വീഡിയോസ്, ഇറ്റ് വിൽ ബി റിലീസ്ഡ് ഇൻ ദി പീരീഡ് ഓഫ് 6 months. ദെൻ ഒരു ഡോക്യുമെൻ്ററി ഓൺ TKV, അത് ഫൈനൽ ഷേപ്പിൽ എത്തിയിട്ടില്ല. ഒരു ഡോക്യുമെൻ്ററി ഓൺ TKV ചെയ്യാനുള്ള ഒരു പദ്ധതിയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇനിയും ഈ മാസങ്ങളിലൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ മനോഹരമായി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തുടനീളം TKVയുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ സംഘടനയെ ചലിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ യുവതലമുറയ്ക്ക് TKV ആരാണെന്നും നമ്മുടെ സംഘടന എന്താണെന്നും അറിയിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് AKBF ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകും. നമ്മുടെ മുൻ MP CITU അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് K. ചന്ദ്രൻപിള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചന്ദ്രൻപിള്ളയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഇവിടെ സംസ്ഥാനത്ത് നിന്ന് എല്ലാ ഭാഗത്തിൽ നിന്നും നമ്മുടെ സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ നേതാക്കൾ, മുൻ AKBF നേതാക്കൾ, കുറേ പേരുടെ പേരൊക്കെ സഖാവ് കൃഷ്ണ ഇവിടെ സൂചിപ്പിച്ചു. സഖാവ് നമ്പ്യാർ, RS നമ്പ്യാരുണ്ട്. സഖാവ് MS വിജയകുമാർക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ആദ്യം സ്വാഗതം ചെയ്യാൻ വിട്ടുപോയി. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. AKBFൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചടുലമായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനറൽ സെക്രട്ടറി തന്നെ കഴിഞ്ഞ 2024 ജനുവരിയിൽ ഇവിടെ എത്തിയിരുന്നു നമ്മുടെ യൂത്ത് മീറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ. ഫെബ്രുവരിയിൽ നമ്മുടെ AIBയുടെ 13ാം സമ്മേളനത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഇനോഗ്രേറ്റ് ചെയ്യാൻ തിരുവനന്തപുരത്തും സഖാവ് CHV എത്തിയിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ അണ്ണൻ്റെ 100th ബർത്ത്ഡേ പരിപാടി നമ്മളിവിടെ നടത്തുന്നു. 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ രീതിയിൽ നമുക്ക് വളരെ ചടുലമായ രീതിയിൽ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം. TKVയുടെ ബർത്ത് സെൻറ്റനറി പ്രോഗ്രാംസ് വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ്റെ ഒരു കൺക്ലൂഷൻ, വോട്ട് ഓഫ് താങ്ക്സ് നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി സഖാവ് U. ഷാജി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ AKBFൻ്റെ പ്രസിഡൻറ്റ് സഖാവ് KS കൃഷ്ണ, സഖാവ് CH വെങ്കടാചലം,
വേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരായ നേതാക്കന്മാരെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ബാങ്ക് ജീവനക്കാർ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആരാധനയോടെയും അണ്ണൻ എന്ന് വിളിച്ച, കേരളത്തിലെ ബാങ്ക് ജീവനക്കാരുടെ മാത്രമല്ല ഇതര തൊഴിൽ മേഖലയിലെയും ആരാധ്യനായിരുന്ന അതുല്യ പ്രതിഭ ഇതിഹാസ പുരുഷൻ സഖാവ് TKVയുടെ ജന്മശതാബ്ദിയും അനുസ്മരണവും അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. വളരെ ഭംഗിയായി AKBFൻ്റെ നേതൃത്വത്തിൽ നാം ഇന്ന് ആ ഉദ്ഘാടനം ഈ നിമിഷം നടത്തുന്നു. അണ്ണൻ്റെ സംഭാവനകളും സമര ചരിത്രങ്ങളും പ്രചരിപ്പിക്കുന്ന അടുത്ത മാസങ്ങളിൽ 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ നമ്മളത് പ്രചരണം നടത്തും. പുതുതലമുറയെ അണ്ണൻ്റെ ജീവിതം പ്രചോദിപ്പിക്കണം എന്നതാണ് ലക്ഷ്യം. സഖാവ് TKV AKBFൻ്റെ സ്ഥാപക നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ബാങ്ക് മാനേജ്മെൻറ്റുകളെ നിലക്കി നിർത്തി അവയ്ക്കെതിരെ പടപൊരുതി ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത താങ്ങും തണലുമായ നേതാവ്, ജീവനക്കാർക്ക് ജോലി സുരക്ഷിതത്വം നേടിക്കൊടുത്ത നേതാവ്, പ്രത്യേകിച്ച് കേരളത്തിലെ ബാങ്ക് ജീവനക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആരാധ്യനായ സഖാവ് TKVയുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ഞാൻ ഈ യോഗത്തിന് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ അവിസ്മരണീയ മുഹൂർത്തവും 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളും ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും അനുയോജ്യനായ കേരളത്തിലെ ബാങ്ക് ജീവനക്കാരുടെ ആരാധ്യനായ അഭിമാനവും ആവേശവുമായ ദ വൺ ആൻഡ് ഓൺലി സഖാവ് CH വെങ്കടാചലമാണ്. വളരെ ഭംഗിയായി സഖാവ് TKV നമ്മുടെ അണ്ണൻ ആരായിരുന്നു എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ഇവിടെ വരച്ചു കാട്ടി. ഓൺ ബിഹാഫ് ഓഫ് this mass meeting, on behalf of the entire comrades assembled here, and on behalf of the All Kerala Bank Employees Federation State Committee, I extend a sincere and heartfelt thanks to Comrade CH Venkadachalam, the General Secretary of All India Bank Employees Association. സഖാവ് KP രാജേന്ദ്രൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിൽ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സഖാവ് ചന്ദ്രൻ പിള്ള, അദ്ദേഹത്തിനും AKBFൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. സഖാവ് KS കൃഷ്ണ, നമ്മുടെ സംഘടനയുടെ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ സ്നേഹസംഗമം നമ്മൾ ഉടനെ നടത്തും. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി, പ്രിയങ്കരനായ സഖാവ് ജനറൽ സെക്രട്ടറിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം ഇരിപ്പുണ്ട്. അവർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും TKVയുടെ സമകാലികരായ നിരവധി നേതാക്കൾ നമ്മുടെ ഇവിടെ ഉപവിഷ്ടരായിട്ടുണ്ട്. സഖാവ് ശ്രീനിവാസൻ സാറ്, PM ജോസഫ് ഏട്ടൻ, VJ ജോണി, CD ജോസൺ, PP വർഗീസ്, ശ്രീ വാസുദേവൻ, ബാലേട്ടൻ, മണിക്കുട്ടൻ നായർ, സഖാവ് PP വർഗീസ്, മല്ലിയ ചേച്ചി, മുരളീധരൻ പിള്ള, MD ഗോപിനാഥ് തുടങ്ങിയ നിരവധി നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടെ ഷേണായി സാറുണ്ട്, ഷറഫുദ്ദീൻ സാറുണ്ട്. അവർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും സഖാവ് TKVയുടെ മകൻ സഖാവ് രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി. അരവിന്ദാക്ഷൻ മാഷുണ്ട്. അരവിന്ദാക്ഷൻ മാഷിനും നന്ദി രേഖപ്പെടുന്നു. നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ദീർഘകാലമായി സഞ്ചരിക്കുന്ന സഖാവാണ് സഖാവ് അരവിന്ദാക്ഷൻ നായർ. അരവിന്ദാക്ഷൻ സാറിനും ഇന്നിവിടെ കൂടിയ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ അനുസ്മരണം ഗംഭീര വിജയമാക്കിയ, ഇനി 1 വർഷക്കാലത്തെ സഖാവ് TKVയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കും. അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കാളികളാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന TKVയുടെ സമകാലികരായ നേതാക്കന്മാരുടെ ഒക്കെ പ്രചോദനപരമായ നിർദ്ദേശങ്ങൾ, അവരുടെ വാക്കുകളൊക്കെ നമുക്ക് അവിടെയൊക്കെ ഉപയോഗിക്കാം. എല്ലാ ജില്ലകളിലും അത്തരം പ്രവർത്തനങ്ങൾ നടക്കും. അതെല്ലാം സഖാക്കൾ സാഹൂതം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ വന്നു ചേർന്ന മുഴുവൻ സഖാക്കളെയും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ സഖാക്കളെ. കോമ്രേഡ്സ്, അപ്പോൾ നമ്മൾ തുടർന്നു. ഈ നന്ദി പറഞ്ഞാൽ യോഗം സമാപിക്കുന്നതാണ് അർത്ഥം വരിക. ഷാജി നന്ദി പറയേണ്ടിയിരുന്നത് CHക്ക് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ തോന്നേണ്ടതില്ല. യോഗം തുടരും. നമ്മുടെ വിതരണം ചെയ്യപ്പെട്ട ലേബർ ലൈഫും സർക്കുലറൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് കയ്യടി കുറയുന്നത്.
എന്നിരിക്കലും അത് പ്രയോജനപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എനിവേ, അടുത്ത സെഷൻ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി. സാക്കളെ, ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ മുൻ പ്രസിഡൻറ്റ്, ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ മുൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ അഡ്വൈസറുമായ സഖാവ് പി പ്രദീപ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സഖാക്കളെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ അണ്ണൻ്റെ 100 ബർത്ത് സെൻറ്റിനറിയുടെ പരിപാടി ഇവിടെ കൺക്ലൂഡ് ചെയ്തതായിട്ട് നമ്മുടെ പ്രസിഡൻറ്റ് അറിയിച്ചു. രണ്ടാമത്തെ സെഷൻ നമ്മുടെ പ്രസിഡൻറ്റ് സഖാവ് KS കൃഷ്ണയെ ഫെലിസിറ്റേറ്റ് ചെയ്യുന്നതാണ്. സോ ഹീ കനോട്ട് ബി ദി പ്രസിഡൻറ്റ് ഫോർ ദാറ്റ് മീറ്റിംഗ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ യോഗത്തിന് സഖാവ് കൃഷ്ണ തന്നെ അധ്യക്ഷനാവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സെഷൻ അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ AKBFൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് S രാമകൃഷ്ണനാണ്. സഖാവ് രാമകൃഷ്ണനെ ഞാൻ ക്ഷണിക്കുന്നു. അഭിവാദ്യങ്ങൾ. നമസ്കാരം. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി, ഈ സെഷനിലെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി സഖാവ് രാംപ്രകാശിനെ തന്നെ വീണ്ടും ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് രാമകൃഷ്ണൻ, AIBയുടെ ജനറൽ സെക്രട്ടറി സഖാവ് CHV, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ നേതാക്കളെ, പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ രീതിയിലാണ് നമ്മുടെ ഈ യോഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ യോഗമായ നമ്മുടെ തന്നെ പ്രസിഡൻറ്റ്, AKBFൻ്റെ പ്രസിഡൻറ്റ്, AIBയുടെ മുൻ ജോയിൻറ്റ് സെക്രട്ടറി, നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ ജനറൽ സെക്രട്ടറി, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സഖാവ് KS കൃഷ്ണ മാർച്ച് 31 സർവീസിൽ നിന്നും വിരമിച്ചു. കൃഷ്ണയെ അനുമോദിക്കുവാനും കൃഷ്ണയുമായിട്ടുള്ള ആ ഒരു ബന്ധം പങ്കുവെച്ച് ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ നിരവധി നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സമയത്തിലേക്കൊന്നും ഞാൻ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും കൃഷ്ണയുമായിട്ടുള്ള ബന്ധം ബാങ്കിലൊക്കെ ചേരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾ, ഒരു 50 വർഷത്തെ ഒരു പരിചയമാണ് എനിക്കും കൃഷ്ണയ്ക്കുമുള്ളത്. ചെറുപ്പകാലം തൊട്ട്, സ്കൂൾ പഠിത്തം തൊട്ട് ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലുള്ള സഖാവാണ്. സഖാവ് കൃഷ്ണയുടെ കുറിച്ചും കൃഷ്ണയുടെ ഒരു കേപ്പബിലിറ്റീസും കപ്പാസിറ്റീസും കൃഷ്ണയുടെ ട്രേഡ് യൂണിയൻ കമ്മിറ്റ്മെൻറ്റും സംഘടനയോടുള്ള ഡെഡിക്കേഷൻ എല്ലാം തന്നെ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷനും നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും സർക്കുലറാക്കി ഇറക്കി നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്തിട്ടുള്ളതാണ്. സഖാവ് കൃഷ്ണയെപ്പോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലീഡേഴ്സ് വളരെ കുറച്ച് സഖാക്കളെ ഉണ്ടാവുള്ളൂ. ഏത് ഡാറ്റയാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും വളരെ മനോഹരമായി കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ സൂക്ഷിച്ച് അത് അവതരിപ്പിക്കാൻ ഉള്ള വലിയൊരു വ്യക്തിയാണ് സഖാവ് കൃഷ്ണ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൃഷ്ണയുടെ ഫാമിലി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഒരു കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ് ജോലിയിൽ ആദ്യം പ്രവേശിച്ചത്. ഡിസംബർ 1988 ഞാൻ SBT ആലപ്പുഴ കൈനഗരി ശാഖയിൽ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ അന്ന് ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പരീക്ഷകൾ അതാത് സ്റ്റേറ്റുകളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായതുകൊണ്ട് എനിക്ക് കേരളത്തിലും പരീക്ഷ എഴുതാൻ പറ്റി, തമിഴ്നാട്ടിലും പരീക്ഷ എഴുതാൻ പറ്റി. തമിഴ്നാട്ടിൽ കാനറ ബാങ്കിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. എൻ്റെ സ്വദേശമായ പാലക്കാടിൽ നിന്ന് വലിയ ദൂരമല്ലാത്ത രീതിയിൽ യാത്ര അധികം ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് പോസ്റ്റിംഗ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ SBTയിൽ നിന്ന് രാജിവെച്ച് കാനറ ബാങ്കിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഐ വർക്ക്ഡ് ജസ്റ്റ് ഫോർ 5 days in SBT. Had I continued in SBT, I might not have been the general secretary of AKBF because ഒരേ ബാങ്ക് വൈസ് യൂണിയനിൽ നിന്ന് ഒരു പ്രസിഡൻറ്റും ഒരു ജനറൽ സെക്രട്ടറിയും വരാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട്
എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യവും ഒരു നിമിത്തവും ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സഖാവ് കൃഷ്ണ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ആസ് ജനറൽ സെക്രട്ടറി ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാൻ വളരെ ആ കെമിസ്ട്രി, കൃഷ്ണയുമായിട്ടുള്ള കെമിസ്ട്രി വളരെ മനോഹരമായ ഒരു കെമിസ്ട്രിയാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായാലും ഈ വേളയിൽ കൃഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സഖാവ് കൃഷ്ണയെ നിങ്ങളെല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലും ഹാർദമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നേതൃ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ പ്രഗത്ഭരായ വ്യക്തികൾ, സഖാവ് KPR, സഖാവ് ചന്ദ്രൻപിള്ള, പ്രൊഫസർ അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രൊസീഡിങ്സിന് വേണ്ടി സഖാവ് നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചോളും. പ്രിയമുള്ള സഖാക്കളെ, വേദിയിലെ പ്രഗത്ഭരായ നേതാക്കളെ, പണ്ഡിതശ്രേഷ്ഠൻ പ്രൊഫസർ അരവിന്ദാക്ഷൻ സാർ, ഈ പരിപാടി സമയബന്ധിതമായും മനോഹരമായ രീതിയിലും നടത്തി പൂർത്തിയാക്കാൻ ഉള്ള എല്ലാവരുടെയും സഹകരണമാണ് വാസ്തവത്തിൽ എനിക്ക് ആദ്യം വേണ്ടത്. ഇവിടെ ഓരോരുത്തർക്കും എത്ര മിനിറ്റ് സംസാരിക്കാം എന്നുള്ള ഒരു ഷെഡ്യൂൾ ഞങ്ങൾ തയ്യാറാക്കി. ആ ഷെഡ്യൂൾ അനുസരിച്ച് എനിക്ക് 7 മിനിറ്റാണ്. അപ്പോൾ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഞാനൊരു മാതൃക കാണിച്ചുകൊണ്ട് സഖാവ് കൃഷ്ണയ്ക്കും കുടുംബത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ് അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗം ഇവിടെ ചുരുക്കുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു, ഉദ്ഘാടനം അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും കൃഷ്ണയെക്കുറിച്ചും പ്രസൻറ്റ് ഡേ കണ്ടക്സ്റ്റിൽ കൃഷ്ണയുടെ സംഭാവനകൾ ഈ സംഘടനയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിക്കും. അതുപോലെ തന്നെ രാജ്യത്തെ പൊതുസ്ഥിതിയെക്കുറിച്ചും ഒക്കെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് അത്രയും സമയം സംസാരിച്ചോളണം എന്നല്ല, പരമാവധി അത്രയും സമയമേ സംസാരിക്കാവൂ എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് ചുരുക്കുന്നത്. ആദ്യം സംസാരിക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ATUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ വൈസ് പ്രസിഡന്റ്, മുൻ മന്ത്രി സഖാവ് KP രാജേന്ദ്രനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സഖാക്കളെ, സഹോദരിമാരെ, നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാവ് CH ഉൾപ്പെടെയുള്ള AIBയുടെയും AKBFിൻ്റെ എല്ലാം സംസ്ഥാന അഖിലേന്ത്യാ ഭാരവാഹികളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഖാവ് ചന്ദ്രൻപിള്ള ഉൾപ്പെടെ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും തിരക്കുള്ളൊരു സമയത്താണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു എനിക്ക്. എന്നാലും നിർബന്ധമായി ഇന്നിവിടെ എത്തണം എന്നുള്ള ആഗ്രഹവും, എല്ലാവരെയും കാണുക, സന്തോഷം പങ്കുവയ്ക്കുക, അതോടൊപ്പം ഈ പ്രധാനപ്പെട്ട 2 ചടങ്ങ് അതിൻ്റെ ഒരു ഭാഗമാകുക എന്നത് എൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് എന്നെനിക്കറിയാം. സഖാവ് TKVയെക്കുറിച്ച് നേരത്തെ ഇവിടെ CHും മറ്റ് സഖാക്കളെല്ലാം സംസാരിച്ചു. ബാങ്ക് ജീവനക്കാർക്ക് വലിയൊരു പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സഖാവ് നൽകിയ സംഭാവന, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം
പ്രവർത്തന അനുഭവങ്ങൾ, അദ്ദേഹം നടത്തിയ നേതൃത്വം നൽകിയ ക്യാമ്പയിനുകൾ, പ്രക്ഷോഭങ്ങളെല്ലാം ഈ ഒരു ജന്മശതാബ്ദി വേളയിൽ ഏറ്റവും നല്ല രീതിയിൽ ബാങ്ക് ജീവനക്കാർക്കിടയിൽ മാത്രമല്ല നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കൊക്കെ ഒരു മാതൃകയാക്കാവുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ സമ്പന്നമായ അനുഭവമുള്ളൊരു നേതാവാണ് നമുക്ക് സഖാവ് TKV. അപ്പോൾ ആ പരിപാടി ഇവിടെ പറഞ്ഞു. ഒരു വർഷം അല്ലെങ്കിൽ 8-10 മാസം ജില്ലകളിലെല്ലാം നടക്കുന്ന പരിപാടി. അപ്പോൾ അതിലൊക്കെ ഇനിയും പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോൾ കൂടുതൽ ആ കാര്യങ്ങളൊക്കെ പറയാം. തിരുവനന്തപുരത്ത് നടത്തിയ ആ പരിപാടിയിൽ അന്ന് എഴുതിയൊരു ലേഖനം രാമകൃഷ്ണൻ തോന്നുന്നു വളരെ നന്നായി അന്നത്തെ ബാങ്ക് നമ്മുടെ സംഘടനയുടെ രൂപീകരണവും ഒക്കെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് TKVയെക്കുറിച്ചൊക്കെ എഴുതിയ ലേഖനം. ഇന്ന് സഹകുമാർ അതുപോലെ തന്നെ ഇന്ന് വീണ്ടും ലേഖനം. രണ്ടുപേരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണം. ഈ അനുഭവങ്ങളും സംഘടനയെക്കുറിച്ചും അതിൻ്റെ അന്നത്തെ കാലഘട്ടം എല്ലാം. മറ്റൊന്ന് സഖാവ് കൃഷ്ണ ഞങ്ങളുടെയൊക്കെ ഒപ്പമുള്ള സഖാവാണ്. ഒപ്പം എന്ന് പറഞ്ഞാൽ പോരാ, എപ്പോഴും കൂടെയുള്ള എല്ലാറ്റിനും ഒപ്പം നിൽക്കുന്നൊരു സഖാവാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ദീർഘകാലത്തെ ബാങ്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി ഇനി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വിധത്തിൽ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണത്. ഇവരിൽ കൃഷ്ണയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഇത്രയും അറിവെന്ന് പറഞ്ഞാൽ അറിവ് അത് വളരെ പ്രധാനമാണ്. എനിക്ക് എന്തൊരു സംശയം വന്നാലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ആദ്യം വിളിക്കുന്ന ആളാണ് സഖാവ് KS കൃഷ്ണ. ഒരു കാര്യം വന്നാൽ പറഞ്ഞു തരാൻ, അത് കൃത്യമായി അതിനെക്കുറിച്ചുള്ളൊരു ഉത്തരം, ശരിയായ കാര്യം, അത്രയും ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുകയും വായിക്കുകയും അത് നല്ലവണ്ണം അപഗ്രഥിച്ചുകൊണ്ട് പറഞ്ഞു തരാൻ കഴിയുന്നു. അപ്പോൾ ഏതാണ്ട് എല്ലാ പരിപാടിക്കും ഞങ്ങൾ ആദ്യം കൃഷ്ണയെ വിളിക്കുക. കൃഷ്ണയ്ക്ക് ഒഴിവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം പറയുമ്പോഴാണ് എന്നാൽ പരിപാടി മാറ്റി വയ്ക്കുക, വേറെ ദിവസമാക്കാം എന്ന് പറയും. അത്രത്തോളം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ITUC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അത്രയും ഞാൻ കടപ്പെട്ടിരിക്കുന്ന സഖാവാണ് KS കൃഷ്ണ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറയാൻ വളരെ അഭിമാനം തോന്നുകയാണ്. ഒരൊറ്റ ഇൻസിഡൻറ്റ് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുകയാണ്. ബിനോയ് വിശ്വം, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ രാജ്യസഭയിലെ അംഗം കൂടിയായ അല്ലെങ്കിൽ ലീഡർ കൂടിയായ ബിനോയിയെ സസ്പെൻഡ് ചെയ്ത സന്ദർഭത്തിൽ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വെളമരം കരീമിനെ, നമ്മുടെ 2 പ്രമുഖരായ നമ്മുടെ നേതാക്കൾ ഉൾപ്പെടെ അവരെ സസ്പെൻഡ് ചെയ്തൊരു സന്ദർഭത്തിൽ ദിവസങ്ങളോളം രാജ്യസഭയിൽ ചർച്ചകളിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ പിന്നെ ഏറ്റവും അവസാനം എല്ലാവരെയും പ്രതിപക്ഷത്തെ മൊത്തം സസ്പെൻഡ് ചെയ്തോടത്തേക്ക് എത്തി. ഇതാദ്യം തുടക്കത്തിൽ. അപ്പോൾ ഞങ്ങൾ ആ സന്ദർഭത്തിൽ ഇത് കുറേ കൂടി അറിയണ്ടേ, എല്ലാവരും മനസ്സിലാക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ. കുറച്ചുകൂടി മീഡിയ ഇതെല്ലാം തമസ്കരിക്കുകയാണ്. മീഡിയയിൽ ഇതൊന്നുമില്ല, വാർത്തകൾ തന്നെയില്ല. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമില്ല. ഇന്ത്യയുടെ പാർലമെൻറ്റ് ഭരണഘടനാ സംരക്ഷണം, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജനാധിപത്യവും മതനിരപേക്ഷതയും ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് അതിനുവേണ്ടി പോരാടുന്നവരാണ് നമ്മൾ. അപ്പോൾ പാർലമെൻറ്റ് തന്നെ ഇതേ രീതിയിൽ നിയമനിർമ്മാണങ്ങളും അവർക്കിഷ്ടമുള്ളതുപോലെ ജനവിരുദ്ധ നിയമങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ പാർലമെൻറ്റിലെ ചർച്ചകളിൽ പോലും പങ്കെടുക്കാൻ അവസരമില്ലാത്ത രീതിയിൽ സഭ തീരുന്നത്, ആ സെഷൻ തീരുന്നവരെയാണ് സസ്പെൻഷൻ. ആ ദിവസമല്ല, ആ ദിവസമൊക്കെ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ നിമിഷമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആ സെഷൻ മുഴുവൻ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഞങ്ങൾ പാർലമെൻറ്റ് സെഷൻ കഴിയുന്നവരെ അവരെല്ലാം അവിടെ ഗാന്ധി പ്രതിമയ്ക്ക് താഴെ സത്യാഗ്രഹം കയറ്റിയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ആദ്യത്തെ ദിവസം തന്നെ ബിനോയ് ഞങ്ങളൊരു വലിയ ഉജ്ജ്വലമായ സ്വീകരണം തിരുവനന്തപുരത്ത് നടത്തേണ്ടത്, വലിയ പങ്കാളിത്തമുള്ള പരിപാടി. അപ്പം അന്ന് കൃഷ്ണനോട് ഞാൻ പറഞ്ഞിരുന്നു, കൃഷ്ണ ഒന്ന് രാജ്യസഭയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം, കൃഷ്ണ ഒരു മുഖ്യ പ്രഭാഷണം നടത്തണം. എന്നെ അത്ഭുതപ്പെടുത്തി. രാജ്യസഭയിൽ നടന്ന എല്ലാ ചർച്ചകളും ആ 5-6 വർഷത്തെ മുഴുവൻ അവിടുത്തെ ചർച്ചകൾ, അവിടുത്തെ പ്രമേയങ്ങൾ, അവിടുത്തെ ഡെലിബറേഷൻ, അവിടെ ഉന്നയിക്കപ്പെട്ട ക്വസ്റ്റ്യൻസ്, റെസൊല്യൂഷൻസ്, പ്രൈവറ്റ് മെമ്പർ ബില്ല്, അതുപോലെയുള്ള ഫിനാൻസ് ബില്ലുകൾ, ഏത്
വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ആ ചർച്ചകൾ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് അരമണിക്കൂർ അന്ന് സഹകൃഷ്ണ സംസാരിക്കാൻ കാരണം അതിലേറ്റവും ശ്രദ്ധേയമായി പാർലമെൻറ്റിൽ ഇടപെട്ട, പാർലമെൻറ്റിൽ അതിശക്തമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ഈ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എല്ലാ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൻ്റെ ഒരു അതുള്ള പാർലമെൻറ്റിനകത്ത് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സഖാവ് ബിനോയ് വിശ്വമെന്ന് സഖാവ് കൃഷ്ണ വ്യക്തമായ അതിൻ്റെ വിശദാംശങ്ങളിലൂടെ അവിടെ നിന്ന് രേഖപ്പെടുത്തി. ഞാൻ പറയുന്നതാണ്, കൂടുതൽ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തരാനൊക്കെ കഴിയുന്ന അസാമാന്യമായ ഒരു സംഘടനാ ശേഷി ഒരു ട്രേഡ് യൂണിയൻ ലീഡർക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള പിന്നെ പക്വതയും സ്നേഹവും വിനയവും ലാളിത്യവും ഒക്കെ ചേർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ സഖാവ് കൃഷ്ണയെ ഒന്നുകൂടി AITUCയുടെ ഒപ്പം ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. സഖാവ് കൃഷ്ണയ്ക്ക് എല്ലാ ആശംസകളും. ഞാൻ പരിപാടി കഴിയുന്നതിന് മുമ്പ് പോകുന്നതിൽ ക്ഷമിക്കണം. ഈ പരിപാടി ഇത്രയും ഗംഭീരമായി സംഘടിപ്പിച്ച AIBയുടെ കേരള സംസ്ഥാന ഘടകത്തെ സമ്പന്നമായൊരു നിര തന്നെ ഇവിടെ ഇരിക്കുകയല്ലേ. ഇവരെ കൂട്ടത്തിൽ എണീറ്റ് പോകാൻ തന്നെ മനസ്സ് വരുന്നില്ല. AKBF അല്ലെങ്കിൽ AIBയുടെ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ മുഴുവൻ നേതാക്കന്മാരുടെ സാന്നിധ്യം സഖാവ് ജോസനൊക്കെ അഭിമാനത്തോടു കൂടി ഒരു ലീഡർഷിപ്പ് നമ്മൾ ഒഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുക നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, നമ്മുടെ പിന്നിലൂടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നവർ നമ്മളെക്കാളും കഴിവുള്ളവരും അതിന് ശേഷിയുള്ളവരാണ് എന്ന് വരുമ്പോഴാണ് നമുക്കത് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അവിടെ നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാം. AKBFൻ്റെ ഒരു പുതിയ യുവനിര ഒരു ഏറ്റവും ലീഡർഷിപ്പിൻ്റെ എല്ലാ കഴിവും ശേഷിയും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും എല്ലാ കമ്മിറ്റ്മെൻറ്റുള്ള വലിയൊരു സമ്പന്നമായ സംസ്ഥാന നേതൃത്വം ഇത് AKBFനുണ്ട് എന്നത് ഏറെ അഭിമാനം നൽകുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സഖാവ് KP രാജേന്ദ്രനെ ഇന്നത്തെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്ന സഖാവ് എന്നുള്ള നിലയിലല്ല, AKBFൻ്റെ പ്രസിഡന്റ് AIBയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് KS കൃഷ്ണ ആദരിക്കുന്നു. കോൺഗ്രസ് മാർച്ച് 30 ഞാൻ വിരമിച്ച ബ്രാഞ്ച് SBI CCPC 25 കിലോമീറ്ററിനപ്പുറം മാറ്റപ്പെട്ട ജനറൽ സെക്രട്ടറി. അത് തിരിച്ച് യൂണിയൻ ഓഫീസിൽ നിന്ന് 1.5 കിലോമീറ്ററിനകത്ത് കൊണ്ടുവന്നതുണ്ടെങ്കിൽ അത് ഓൺലി ബിക്കോസ് ഓഫ് AITC, ഓൺലി ബിക്കോസ് ഓഫ് കോമ്രേഡ് KP രാജേന്ദ്രൻ. അടുത്തതായി സംസാരിക്കുന്നതിന് മുൻ MP CHUവിൻ്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട സഖാവ് K ചന്ദ്രൻപിള്ളയെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വളരെ പ്രാധാന്യമുള്ള ഈ ഒത്തുചേരൽ രണ്ട് മുഖ്യ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നന്നായി. കാരണം ഇതിൻ്റെ ഒരു ആകെ സ്ട്രക്ചർ കൊള്ളാം. അതിലേറ്റവും പ്രധാനം സമയനിഷ്ഠയാണ്. നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു ശീലമാണത്. അത് നന്നായി. അടിക്കരുത്, സമയം വരുമ്പോൾ മാത്രം. എന്നോടൊപ്പം ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞ രാം പ്രകാശ് കഴിഞ്ഞ 2-3 ദിവസമായി ഞാൻ അദ്ദേഹമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രസിഡൻറ്റിൻ്റെ മാതൃക പാഴാവില്ല ഞാൻ ഉറപ്പ് തരുന്നു. ശ്രീ രാമകൃഷ്ണൻ ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞത്. ഇവിടെ സ്പെഷ്യൽ അഡ്രസ്സ് മാറ്റി വച്ചിരിക്കുകയാണ് നമ്മുടെ സംഘടനാ സെക്രട്ടറി ശ്രീ വെങ്കടചെല്ലം. വി were not associated so far. This is the first meeting of mine with him in a dais. We'll do it later. So KP രാജേന്ദ്രൻ ഇതിനേക്കാളും ഒരു പ്രസംഗം ചുരുക്കാൻ പ്രയാസമാണ്, പക്ഷെ എന്നാലും ചെയ്തു നന്നായിട്ട്.
അത് തുടർന്ന് തമ്പാൻ തോമസ് ഈ നഗരത്തിലെ രാജ്യം അറിയുന്ന സാർവദേശീയ ബന്ധങ്ങളുള്ള പ്രമുഖനായ ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹം എത്തിച്ചേരും ടൗണിലുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. സെബാസ്റ്റ്യൻ പോൾ ടൗണിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളാണ്. വലിയ ബന്ധങ്ങളെല്ലാവരുമായി സൂക്ഷിക്കുന്നയാളാണ്. അരവിന്ദാക്ഷൻ സാർ എനിക്ക് മുമ്പ് സംസാരിക്കേണ്ട ആളാണ്. വിളിച്ചപ്പോൾ പിന്നെ മാറിക്കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. രവിരാമൻ എത്തുമെന്ന് എനിക്കറിയില്ലുണ്ടോ? ഇല്ല. വന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ശേഷിയുള്ളൊരു മനുഷ്യനാണ്. ശ്രീനിവാസൻ സാറ് കുറച്ച് നാൾ കൂടിയാണ് ഇപ്പോഴാണ് കണ്ടത്. അവസരങ്ങളിപ്പോൾ കുറവാണ് എനിക്ക്, അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ പാഠങ്ങളെല്ലാം മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. തർക്കിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ചില സമയത്ത് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മിസ്റ്റർ എം ജോർജ്, ആദികേശൻ സാർ വന്നിട്ടുണ്ടോ? വരും. അദ്ദേഹം ഈ ഇടയായിട്ട് നല്ലപോലെ എഴുതുകയും പുതിയ മേഖലകളിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ ഗുഡ് കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി ഇൻ എക്കണോമിക് സെക്ടർ, എസ്പെഷ്യലി ഓൺ ഫോക്കസ് ടു ബാങ്കിങ്. ഇന്നത്തെ നമ്മുടെ മാൻ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് കൃഷ്ണയാണ്. കൃഷ്ണയെപ്പറ്റി ഞാൻ പറയാം, എനിക്ക് 1-2 മിനിറ്റ് മതി. പി എം ജോസഫും കൃഷ്ണയും, ജോസഫും കുറേ കൂടി സീനിയറാണ്. നമ്മുടെ ഈ നവ ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പൊതുവിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് ബാങ്കിങ് മേഖലയിലെ യോജിച്ച പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച ആളാണ് ജോസഫ് ഏട്ടൻ. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയലും പ്രവർത്തനവും മാത്രമല്ല ക്യാമറാമാനും കൂടി ആകാൻ ശ്രമിച്ചു. അത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കൃഷ്ണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ കേഡറാണ്. ഞാൻ പറയുന്നത് കേഡർ എന്നാണ്. കേഡർ എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനത്തിൽ നേതാക്കന്മാർ ഒരുപാടുണ്ടാവും. പുറത്തുനിന്ന് വരുന്നവരുണ്ടാവും, വലിയ ടവർലി ഹൈറ്റ്സ് ഉള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ ട്രേഡ് യൂണിയൻ തൊഴിലിടങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന നേതാക്കന്മാർ, അവരുടെ ഒരു പ്രത്യേക രീതിയാണ് ഈ വർക്കർ കേഡർ. അത് മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെക്കാളും വിശേഷപ്പെട്ടവരാണ്. വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം എളുപ്പത്തിൽ, നല്ല ഉദാഹരണമല്ല എന്നാലും ഞാൻ പറയാം. പശുക്കൾ ഒരുപാടുണ്ടെങ്കിലും വെച്ചൂർ പശു പ്രത്യേകമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. പശുവാണ്, പക്ഷേ വെച്ചൂർ പശുവാണ്. വർക്കർ കേഡർ എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ഹൃദയ വികാരങ്ങളെ കൃത്യം ഒപ്പിയെടുക്കാനും അവരുടെ ചിന്തകളെ ഓരോ ദിവസവും അസസ് ചെയ്യാനും ഓരോ ദിവസവും പുതിയ ദിവസമാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഇടപെടാനും കഴിയുന്ന വിധത്തിൽ വളർന്നു വരുന്നവരാണ് ആ യുണീക്ക്നെസ്. അതൊരു സാധാരണ നേതാവല്ല. വേണമെങ്കിൽ സ്വർണ്ണത്തിന് സുഗന്ധം വെച്ചവർ ഇരിക്കും. അത് അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആകണമെങ്കിൽ എളുപ്പമല്ല. ആകണമെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസിൻ്റെ കൺവെർജൻസ് വേണം. ബേസിക്കലി ചുറ്റും നടക്കുന്നത് ശരിയാവണ്ണം പഠിക്കുന്ന ഒരു നൈരന്തര്യം വേണം. ഒന്ന് പഠിച്ച് പിന്നെ അടുത്ത ഞായറാഴ്ച വന്നാൽ പോരാ. എവറി ഡേ ഹാപ്പനിങ്സ് ആർ എൻ നമ്പർ ഇൻ ഇറ്റ് ഇറസിസ്റ്റബിൾ. ക്യാച്ച്, ഗെറ്റ് ആൻഡ് അസിമിലേറ്റ് ഫോർ ദി ഔട്ടർ വേൾഡ്സ് ഡെലിവറി. അക്കൻ വേണം, അപ്പോഴേ ലീഡർ ആവുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും. അവിടെയാണ് ലീഡറിൻ്റെ റെക്കഗ്നേഷൻ തുടങ്ങുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അയാളുടെ സെൽഫ് ഡിസിപ്ലിനും കമ്മിറ്റ്മെൻറ്റും മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ അവരുമായുള്ള ബന്ധങ്ങൾ പ്രധാനമാണ്. ആ ബന്ധമാണ് അയാളെ ഭാരവാഹിത്വത്തിൽ കൊണ്ടുവരിക. ഭാരവാഹിത്വത്തിൽ അയാളുടെ കഴിവുകൾക്കകത്ത് ഒരു പ്രധാന ഘടകം അയാളുടെ ബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള ശേഷിയാണ്. റിലേഷൻഷിപ്പ് മെയിൻ്റനൻസ്. വാമായി തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കം വേറൊരു കാര്യമാണ്, തർക്കം ഇതിൻ്റെ ഭാഗമാണ്. തർക്കം പുതിയ നിലപാടുകളിലേക്ക് പോകാനുള്ള സ്ഥിതി. അതുകൊണ്ട് ആ കാര്യത്തിലും കൃഷ്ണ ഒരു വലിയ വിജയമാണ്. ഇനി ഒരു മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ ഒരു ഫ്രട്ടേണിറ്റിയാണ്. നമ്മൾ ഒരുമിച്ചാണ്. ഒരു ക്ലാസ് ആണെങ്കിലും നമ്മൾ ഭിന്നിച്ചു പോയവരായതുകൊണ്ട് പിന്നെ യോജിക്കാതുള്ളൊരു ത്വര നമുക്കുള്ളതുകൊണ്ടാണ് യൂണിറ്റി വരുന്നത്. യൂണിറ്റിയുടെ വരവ് ഭിന്നിപ്പിൻ്റെ അടിത്തറയിലാണ്. ഭിന്നിപ്പ് വന്നത് ശരിയും തെറ്റും ചരിത്രപരമാണ്. പക്ഷേ ആ യൂണിറ്റിക്കകത്ത് മറ്റ് സംഘടനകളുമായുള്ള ബന്ധം നന്നായി സൂക്ഷിക്കുന്നതിനകത്ത് കൃഷ്ണയ്ക്കൊരു പങ്കുണ്ട്. 90 തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയനൊന്നും വെറുതെ ഉണ്ടാവില്ല. നേതാക്കന്മാർ തമ്മിൽ വിവിധ സംഘടനകളാണെങ്കിൽ പോലും കാണിക്കുന്ന ഒരു ഊഷ്മളമായ ബന്ധത്തിന് ആ കെട്ടുറപ്പ് സംഘടനയിൽ കൊണ്ടുപോകാൻ വലിയ പങ്ക് വഹിക്കും. മറിച്ചാണെങ്കിൽ മറിച്ചും വരും. അതിലും കൃഷ്ണ ഒരു വിജയമാണ്. തന്നെയല്ല, പറയേണ്ട കാര്യങ്ങൾ സൗമ്യമായി പറയാൻ ഇത്രയും പരിശീലനമുള്ള ആളുകൾ കുറവാണ്. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മനസ്സിലുള്ള പുറത്തേക്ക് വരും. അൻപാക പേശാൻ നല്ല ശീലമുള്ള ആളാണ്. അധികം പറയാറില്ല, കൊഞ്ചേ പറയുള്ളൂ. എല്ലാം നല്ല നിലയ്ക്കാണ്. ആ നിലയ്ക്ക് നമുക്ക് കിട്ടിയ അപൂർവതയുള്ളൊരു കേഡറാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് കൃഷ്ണ എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി ഇപ്പോൾ പിരിയാണ്. നമ്മൾ എന്തിനാണ് അതങ്ങനെ ചെയ്തത്? കൃഷ്ണയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അതിൻ്റെ കണ്ടന്റ് എന്താണ്? അതിനകത്ത് വക്രമായൊരു പോളിറ്റിക്സും
നിങ്ങൾക്ക് പലർക്കും പൊളിറ്റിക്സ് ഉണ്ടാവില്ല. ഒരു നേതാവിൻ്റെ സംഭാവനകളെ നമ്മൾ വിലയിരുത്തുന്നതും ഓർത്തെടുക്കുന്നതും ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് പലതും എടുക്കാനുണ്ട്. അത് ഇന്നലെകളുടെ സംഭാവനയെ നാളത്തെ ആവശ്യത്തിനുള്ള ഊർജ്ജമായി സ്വീകരിക്കാനാണ്. ഇവിടെ ഇന്നത്തെ ഈ യോഗം ചേരുമ്പോൾ KP പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനിടയ്ക്ക് ഇത് ഒരിക്കലും ഒരു അധിക കാര്യമല്ല, ഇതിനകത്തൊരു സിനർജി ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു വലിയ ടാസ്കിലാണ്, ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യം ആർജിച്ചതിൻ്റെ മുമ്പിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനകത്ത് ട്രേഡ് യൂണിയൻ ഇപ്പോൾ ഇന്ത്യയിൽ വിക്ടറി സ്റ്റാൻഡിലല്ല. വിക്ടറി സ്റ്റാൻഡിൽ നമ്മുടെ എതിരാളികളാണ്. അതാകെ മാറ്റുന്ന വലിയ ദേശീയ ജോലിക്കകത്ത് നമ്മുടെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കാനുള്ള ഒരു ബോധ്യവും ഒരു പ്രതിജ്ഞയും ഈ യോഗത്തിൻ്റെ ഭാഗത്തുണ്ടാകണം. കൃഷ്ണയെ അനുസ്മരിക്കുന്നത്, കൃഷ്ണയെ നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ ആ സംഭാവനകളെ ആദരിക്കുന്നത്, അത് ഒരു കേവലം ഓർമ്മയ്ക്കപ്പുറത്ത്, ഒരു നന്ദിവാക്ക് അതിനപ്പുറത്ത് നമ്മുടെ കാലീന ചുമതലകൾ ഏറ്റുവാങ്ങാനുള്ള ഊർജ്ജസ്വലമായ ഒരു പ്രതിജ്ഞാബോധത്തിലാകണമെന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഒഴിവായേ പറ്റൂ. പക്ഷേ മോദി ഒഴിവാകാൻ കേരളത്തിൽ മോദി മുമ്പിൽ വന്നിട്ടില്ല. മോദി ഒഴിവാകാൻ കേരളത്തിൽ ലെഫ്റ്റിനെ വിജയിപ്പിക്കണം എന്നുള്ളത് ശരിയാവണ്ണം പഠിപ്പിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. അതൊരു ഇരട്ടി പണിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും സംരക്ഷിക്കാൻ ഇന്ന് കേരളം ഒരു ബദലാണ്. നമ്മൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും നല്ല ഘടകങ്ങളെ കേരളം ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നു. ഫെഡറലിസം ആണെങ്കിലും സാമ്പത്തിക ബദലാണെങ്കിലും മതനിരപേക്ഷതയാണെങ്കിലും ഏതെടുത്താലും ഏത് ഘടകങ്ങളിലും കേരളം മുൻപോട്ട് വയ്ക്കുന്ന ബദലിൻ്റെ സംരക്ഷണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP തോൽപ്പിക്കുന്ന ആ കാര്യങ്ങൾക്ക് കോൺഗ്രസ് വേവർ ചെയ്യുന്നു. CA എടുത്താൽ ഏത് ഇഷ്യൂ എടുത്താലും, ഞാൻ വിശദമാക്കുന്നില്ല, എനിക്ക് 8 മിനിറ്റേ ഉള്ളൂ, 7:30 കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലെഫ്റ്റിൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ ഇടപെടലിലും പ്രധാനമാണ്. കോൺഗ്രസ് ഈ പോരാട്ടത്തിൽ കാണിക്കുന്ന ചാഞ്ചാട്ടത്തെ തടുക്കുന്നതിന് ലെഫ്റ്റിൻ്റെ ശക്തി പ്രധാനമാണ്. നമുക്ക് ദുർബലതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി ഈ സന്ദർഭത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയായി നിങ്ങളുടെ മുൻപാകെ വളരെ സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് കൃഷ്ണയ്ക്ക് എല്ലാ വിധത്തിലുമുള്ള ആശംസകളും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ഇനി എങ്ങനെ ഉപയോഗിക്കാം, അത് ചലഞ്ചാണ്, അതുകൂടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വളരെ അർത്ഥവത്തായ സന്ദേശം വളരെ ആറ്റിക്കുറുക്കിയ വാക്കുകളിൽ അവതരിപ്പിച്ച നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സഖാവ് ചന്ദ്രൻ പിള്ളയെ ആദരിക്കുന്നതിന് സഖാവ് കൃഷ്ണ. ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കിങ് വ്യവസ്ഥയെക്കുറിച്ച് പ്രൊഫസർ ബന്ദോപാധ്യായ എഴുതിയിട്ടുള്ള വളരെ ആഴത്തിലും സൂക്ഷ്മതയിലുമുള്ള ഒരു പഠന ഗ്രന്ഥമാണ് ഇവിടെ സമ്മാനിച്ചത്. സാവ് രാംപ്രകാശ്. പ്രിയമുള്ളവരെ, നമ്മുടെ KS കൃഷ്ണയുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃഷ്ണയുടെ സഹധർമ്മിണി ശ്രീമതി NR ശ്യാമള അവരുടെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സോറി, ഞാൻ ഇടപെടാൻ നിർബന്ധിതനാകുന്നത് K. ചന്ദ്രൻപിള്ളയെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. 45 വയസ്സിൽ 2003 MP, രാജ്യസഭ MP. അദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊക്കെ പരിചയപ്പെടുന്ന അദ്ദേഹം ജില്ലാ സെക്രട്ടറി, CITയുടെ ജില്ലാ സെക്രട്ടറി. സംസാരം, നർമ്മം, പ്രഭാഷണം, സംഘടിപ്പിക്കൽ പഠിച്ചത് സഖാവിന്നാണ്. കൂട്ടിയോജിപ്പിക്കും, നമ്മുടെ ഏത് വേദിയിലും വരും. നർമ്മം, അദ്ദേഹത്തിൻ്റെ കുറേ നർമ്മങ്ങൾ ഞാൻ ഇപ്പോഴും പ്രയോഗിക്കാറുണ്ട്. സഖാക്കൾ 10 മണിക്ക് തുടങ്ങുന്ന യോഗത്തിൽ 11 മണിക്ക് വിളിച്ച് ചോദിക്കും എപ്പോഴാണ് യോഗം തുടങ്ങുന്നതെന്ന്. വന്ന സഖാവ് എന്നിട്ട് ഇവിടെ എനിക്ക് ഇത്തിരി നേരത്തെ പോകണം, അതേ സഖാവ് പറയും. ഇതൊക്കെ സഖാവ് എന്ന് പഠിച്ചതാണ്. സംഘടന ഒരു പിരിവൊക്കെ നിശ്ചയിക്കുമല്ലോ, ഏപ്രിൽ 10 മുമ്പ് നമുക്ക് തരണമെന്നാണ് നിർദ്ദേശം.
അപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്: ഏപ്രിൽ 10 മുമ്പ് ആരും തന്നിരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുക. അങ്ങനെ ഞങ്ങളൊക്കെ പ്രചോദിപ്പിച്ച ഇത്രയും വായന, ഈ തിരക്കിനിടയ്ക്കും ഒരു ട്രേഡ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് നമുക്കറിയാം. ആ തിരക്കിനിടയ്ക്കും വായന, ട്രാക്ക് റെക്കോർഡ്, എക്കണോമി, ലേബർ, അതിൻ്റെ വിധത്തിൽ ഒരു സാർവദേശീയ കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്ന ഇന്ന് സംസ്ഥാനത്ത് ഞാൻ കാണുന്നതിൽ ഇന്ന് സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഇത്രയും ഉജ്ജ്വല വാഗ്മി പ്രഭാഷണം വേറെ ഇല്ല. സാർ, അടുത്തതായി സംസാരിക്കാൻ നമ്മൾ ഏവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന പ്രൊഫസർ അരവിന്ദാക്ഷനെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന കൃഷ്ണ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ചന്ദ്രൻപിള്ള, മറ്റെല്ലാവരെയും ഞാൻ ഹാർദമായി എൻ്റെ സ്വാഗതം, അഭിനന്ദനവും അറിയിക്കുകയാണ്. കൃഷ്ണയെ ഞാൻ പരിചയപ്പെടുമ്പോൾ അതിന് നിമിത്തമായി രണ്ടുപേരുടെ പേരുകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിലൊന്ന് TKV ആണ്, മറ്റൊന്ന് AVGയുമാണ്. TKVയും AVGയും AKBFൻ്റെ ഭാരവാഹികളായിരിക്കുമ്പോഴാണ് ബാങ്ക് ജീവനക്കാർക്കൊരു പ്രസിദ്ധീകരണം വേണം എന്ന ഒരു അവിവേകം, അന്നൊക്കെ ഞങ്ങൾ കണക്കാക്കിയത് അവിവേകം എന്നാണ്. ഇത് പണ്ട് ആറന്മുളയ്ക്കകത്തൊരിക്കൽ പറഞ്ഞു, ഏതായാലും നമ്മൾ നന്നാവുന്ന ലക്ഷണമില്ല രാഷ്ട്രീയമായിട്ട്, അതുകൊണ്ട് നമുക്കൊരു പത്രം തുടങ്ങിയാലെന്ത് എന്നൊരിക്കൽ ചോദിച്ചു. ഞങ്ങൾക്കൊക്കെ ആദ്യം തോന്നിയത് ഈ ലേബർ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നായിരുന്നു. രാംജിയുടെ കൂടുതൽ AVGയുടെ അടുത്ത സുഹൃത്തായിരുന്ന രാംജി എന്ന് പറയുന്ന തലശ്ശേരിക്കാരൻ, പ്രമുഖനായ പത്രപ്രവർത്തകൻ, ലേബർ ലൈഫ് എന്ന പേരിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് ലീസ്റ്റ് ലബോറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു കൂട്ടം ജോലിക്കാരെന്നാണ്. ഒരു പണിയും ചെയ്യാതെ വലിയ ശമ്പളം വാങ്ങുന്നവരാണ്. ഈ രാംജിയെ കൊണ്ട് തന്നെ ആ ലേബർ ലൈഫിൽ ഒരു ലേഖനം എഴുതിക്കുന്നതിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പ്രസിദ്ധീകരണം വിജയിച്ചു. അതാണ് ആ ലേബർ ലൈഫിൻ്റെ പ്രവൃത്തി. ഇപ്പോഴും ആ ലേബർ ലൈഫ് സജീവമായി രംഗത്തുണ്ടെന്നുള്ളത് അതിൻ്റെ ആദ്യകാലത്ത് ആ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അങ്ങേയറ്റം എനിക്കുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ കൃഷ്ണയുടെ കാര്യം, കൃഷ്ണ ഇവിടെ SBTയിൽ ജോയിൻ ചെയ്ത സമയം മുതൽ ബാങ്ക് എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ക്ലാസ്സുകൾ എടുക്കാൻ എന്നെ അവർ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ കൃഷ്ണ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിനോ ഗണിതശാസ്ത്രത്തിൽ അപാര കഴിവും ടീച്ചിങ്ങിൽ അങ്ങേറ്റം പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന തേവര കോളേജിലെ രാമയ്യർ എന്ന് പറയുന്ന അധ്യാപകൻ്റെ മരുമകനായി തീർന്നപ്പോൾ എനിക്ക് കൃഷ്ണയോട് കൂടുതൽ സ്നേഹം തോന്നി. മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ ഗണിതശാസ്ത്രത്തിൽ അങ്ങേയറ്റം മോശമായ ഒരു വിദ്യാർത്ഥിയായിരുന്നുകൊണ്ടാണ്. 10ാം ക്ലാസ്സിൽ അന്ന്
5 മാർക്കിൻ്റെ മോഡറേഷൻ ഉള്ളതുകൊണ്ട് 35 മാർക്ക് വാങ്ങിയാണ് ഞാൻ SSLC ആദ്യവട്ടം പാസ്സാകുന്നത്. ഞാനിത് സാറിനടുത്ത് സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, മഹാരാജാസ് കോളേജിലല്ലേ ജോലി ചെയ്യുന്നത്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, അതിന് തമ്മിലുള്ള ഈ ബന്ധം വന്നിട്ടില്ല, ഞാൻ സ്വല്പം കണക്ക് പറഞ്ഞു തരാം. അന്ന് അദ്ദേഹം പറഞ്ഞു തന്ന വളരെ ലളിതമായ ചില കണക്കുകൾ ആണ് പിന്നീട് എക്കണോമിക്സിൽ വന്ന ലളിതമായ ചില കണക്കുകൾ വലിയ തെറ്റുകൂടാതെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കൃഷ്ണ വിവാഹം കഴിച്ച് ബന്ധപ്പെടുന്നത് സാറിൻ്റെ മകളുമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൃഷ്ണയോട് ഒരു കുടുംബ ബന്ധം കൂടി തോന്നിയതായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു വികാരമാണ്. പിന്നെ കൃഷ്ണയുമായി കൂടുതൽ അടുക്കുന്നത് എൻ്റെ സുഹൃത്ത് യുകോ ബാങ്കിൽ നിന്ന് വിരമിച്ച സുധാകരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഭ്രാന്ത് തോന്നി. ഈ PTB എന്ന് പറയുന്ന ഒരു വലിയ അധ്യാപക സംഘടനാ പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പരീക്ഷ, വാർഷിക പരീക്ഷ, ബാലശാസ്ത്ര പരീക്ഷ നടത്താമെന്നൊരു അഡ്വഞ്ചറായിരുന്നത്. ഞങ്ങളത് തുടക്കം കുറിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തന്നതിൽ 1-ാം നമ്പറുകാരൻ കൃഷ്ണയാണ്. AKBFൻ്റെ അവിടത്തുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക, AKBFൻ്റെ സ്വാധീനം വഴി എന്തെങ്കിലും സാമ്പത്തിക സഹായം എവിടെ നിന്നെങ്കിലും പരസ്യമായിട്ടോ സോവനിയർ പ്രസിദ്ധീകരിക്കുമ്പോൾ പരസ്യമായിട്ടോ ഒക്കെ സംഘടിപ്പിച്ചു തരുന്നതിലും ധാരാളം സഹായിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു കൃഷ്ണ. പിന്നെ വ്യക്തിപരമായി എനിക്ക് കൃഷ്ണനോടുള്ളൊരു കടപ്പാടെന്ന് പറയുന്നത്, ഞാൻ ഈ ലേഖനം എഴുതുന്നൊരു രോഗമുള്ള ഒരാളാണ് ഇപ്പോഴും. അപ്പോൾ ഈ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചില കണക്കുകളും വിവരങ്ങളും ഒക്കെ ഓർമ്മയിൽ വരാതായി. ഞാൻ ഉടനെ വിളിക്കുക കൃഷ്ണയാണ്. ബാങ്കിങ്ങിൻ്റെ മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, ധനശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തെക്കുറിച്ച് സംശയം ചോദിച്ചാലും കൃഷ്ണ കൃത്യമായി മറുപടി പറഞ്ഞു തരും. അതുകൊണ്ട് വിവരങ്ങളുടെ കാര്യത്തിൽ ഒരു റെഡി റെക്കണറാണ്. ഇനി അഥവാ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്പം സംശയം തോന്നിയാൽ ഉടനെ കൃഷ്ണ പറയും, സാറിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ സംശയ നിവൃത്തിക്ക് വേണ്ടി സമീപിക്കുന്ന ആളെ സംശയ നിവൃത്തി വരുത്തുന്നത് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് വേണം എന്നൊരു വാശി കൂടി ഉള്ള ഒരാളായിട്ട് എനിക്ക് കൃഷ്ണയെ അന്നുപോലെ തന്നെ അറിയാം. അതിന് ബാങ്കിങ് ഫീൽഡിലെ പ്രവർത്തനം ക്ലാസ് ബാങ്കിങ് അല്ല വേണ്ടത്, മാസ് ബാങ്കിങ് ആണ്. ഈ ക്ലാസ് ബാങ്കിങ്ങും മാസ് ബാങ്കിങ്ങും എന്താണ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. മലയാളത്തിൽ സ്വതവേ മലയാളം പറയുമ്പോഴെല്ലാം കൃഷ്ണയ്ക്ക് ഒരു ഇംഗ്ലീഷ് ആക്സെൻറ്റ് വരുന്നുണ്ട്, ചൊവ വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ലളിതമായി ക്ലാസ് ബാങ്കിങ് എന്താണ്, മാസ് ബാങ്കിങ് എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ കൃഷ്ണയുടെ പ്രസംഗങ്ങളിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ബാങ്ക് ജീവനക്കാരുടെ ഇടയ്ക്ക്. അവിടെ കൃഷ്ണയ്ക്ക് AKBFൻ്റെ ഇടയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ പോപ്പുലാരിറ്റി, അംഗീകാരം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിലെ വിശാലമായ അറിവിൻ്റെ ഒരു സാമ്രാജ്യം മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശൈലിയും സന്നദ്ധയും കൂടിയാണ് എന്ന് പറയാൻ ഒരു മടിയില്ല. കൃഷ്ണ റിട്ടയർ ചെയ്യുന്നു എന്നും പറഞ്ഞ് ബ്രഹ്മപ്രകാശിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണ റിട്ടയർ ചെയ്യാറായിട്ടില്ല, കൃഷ്ണയ്ക്ക് റിട്ടയർ ചെയ്യാൻ പറ്റില്ല. കൃഷ്ണ ഇനിയും ദീർഘകാലം, എന്നോട് പറ്റില്ല എന്ന് പറയാൻ ഒക്കില്ല, കാരണം കൃഷ്ണയേക്കാൾ 10-20 വയസ്സ് പ്രായക്കൂടുതൽ എനിക്കുണ്ട്. അതുകൊണ്ട് കൃഷ്ണയ്ക്ക് കൃഷ്ണയുടെ ആരോഗ്യത്തിന് സംശയമില്ല, സമയവും സന്നദ്ധതയും പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല
നമ്മുടെ സാമൂഹ്യ മേഖലയിലും. കാരണം നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ഒരു തരം ഒരു പ്രിവെൻറ്റീവ് ഇക്കോസിസ്റ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിവെൻറ്റീവ് ഇക്കോസിസ്റ്റം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യം പറയരുത്, തെറ്റ് കണ്ടാൽ അതിനെ വിമർശിക്കരുത്, ശരി മാത്രം പറയുന്നവരാണ് ഭരണരംഗത്തുള്ളവർ എന്ന് ഉള്ളൊരു ചിന്താഗതി അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ അടിമയാകാതെ റിട്ടയർമെൻറ്റ് പീരീഡിലും കൃഷ്ണ സജീവമായി നമ്മുടെയൊക്കെ ഉണ്ടാകും എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ എല്ലാ ആശംസകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നേരുന്നു. നന്ദി, നമസ്കാരം. അരവിന്ദാക്ഷ സാറിനെ കൃഷ്ണ ഓണർ ചെയ്യും. ഈ പ്രായത്തിലും സാറ് ശരാശരി ദിവസം ഒരു ലേഖനമെങ്കിലും എഴുതുന്നുണ്ട്. വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ സാറിൻ്റെ ലേഖനം വരാത്ത ഒരു ദിവസവും ഇല്ല എന്നുള്ള രീതിയിൽ സാറ് ഇപ്പോഴും വളരെ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതെ, അത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതല്ല, കൈ കൊണ്ട് എഴുതി മാനുസ്ക്രിപ്റ്റാണ്. ലേബർ ലൈഫിനും മാനുസ്ക്രിപ്റ്റാണ് അയച്ചു തരിക. സാക്കളെ, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പോളിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് സഖാവ് AB ജനറൽ സെക്രട്ടറിയാണ്. 1, 2, 3 ബൈപ്പാർട്ടേറ്റുകളുടെ ശില്പി, 3 ബൈപ്പാർട്ടേറ്റുകളുടെ ശില്പി സഖാവ് പ്രഭാത്കറായിരുന്നു. 4, 5, 6, 7 ബൈപ്പാർട്ടേറ്റുകളുടെ ശില്പി സഖാവ് താരകേശ്വർ ചക്രവർത്തിയായിരുന്നു. 8, 9, 10, 11, 12 ബൈപ്പാർട്ടേറ്റുകളുടെ ശില്പിയാണ് സഖാവ് വെങ്കടാചലം. ഈ രാജ്യത്തെ ബാങ്കിങ് മേഖലയാകെ ആദരിക്കുന്ന അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഇവിടെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. രാമകൃഷ്ണൻ പറഞ്ഞു ശില്പി, ബൈപ്പാർട്ടേറ്റ് ശില്പി, All India Bank Employees Association, not me. Comrade Krishna, our beloved leader, Madam Shamala, the best half of Krishna, colleagues, friends and comrades. This is the season of IPL 2020. But somehow I am lucky I am having second innings, like 5-day match. And this session is to offer our felicitation to Comrade Krishna on his attaining freedom. From 1987, he was a slave in a bank. Just to earn some salary, he was a slave. So now he is free. So to greet him on this occasion, we are gathered here. Secondly, also to express our appreciation for all that Comrade Krishna has done to our organization. Because as I said in the morning, we are great leaders. We have to be grateful. Nanni Parayanam. You cannot forget their thing. Similarly, leaders like Comrade Krishna, we have to appreciate, because even in the present scenario, where there is every temptation not to be active in the union, there are so many escape routes. One escape route is promotion, another one some social work, another one family,
So many things. And Comrade Krishna decided to take the right path, the path of the All India Bank Employees Association. That is why we are gathered here to appreciate all that he has done. He is not a very old man. He is the youngest retiree. Srinivasan sir is there. So in his retirees association, Krishna will be the youngest member. But still, we have to recall, it looks like yesterday in 1987, Comrade Krishna joined the bank. And all these 37 years, he has been dedicating himself for the cause of all India. And the management chose to charge sheet them. And so I was the General Secretary at that time of the All India Bank Employees Association. I got an indirect message from the management that they have decided to terminate Comrade Krishna. Prabhatkar was terminated for illegal strike only, 1948. So he was to become another Prabhatkar. That how you have gone on strike, how you have given the call for strike without any strike notice, and he had to work on that issue. And I am very happy that AIB could succeed in stopping that vindictive victim. Instead of getting terminated, Comrade Krishna became a national leader of the All India Bank Employees Association. And I have been moving with him for quite a long time. Very striking his simplicity. That's very important for union, functionaries and leaders. Sometimes we tend to imagine as though we are very big people. I am also AIBA General Secretary. The post is very big. But we are individual, we are normal people. So that striking simplicity was very impressive in Comrade Krishna. What I saw him 30 years ago, same. At that time also, little hair was white only, early. Not much of change. Secondly, his total commitment to the cause of the organization. It was not just because he was there, he had to do. He was trying to analyze, understand all that is happening. And that is why today is one of the finest analysts of the All India Bank Employees Association, even in State Bank of India. It's a very big bank. There are professional economists in bank. But every time, whenever any financial result of State Bank will come, and because of bipartite, I am in touch with the top management of State Bank of India. So they have been very highly appreciative that there is one Krishna, and we regularly follow all these communications of Krishna. And many things that he is writing, even we do not know. We tend to learn from the bulletins or circulars issued by Comrade Krishna. Another one, he was the General Secretary of the SBT Employees Union, very powerful organization. From there, he became the General Secretary of the SBI Employees Union, All India. It's a minority union, you know. In SBI, we are a minority union. I saw Comrade Krishna, the majority union General Secretary. I have seen Comrade Krishna, the General Secretary of the minority union. I did not find any change. Sometimes we find if I am the General Secretary of the majority union, some arrogance will come. If I am General Secretary of the minority union, some frustration will be there. I never saw arrogance when he was the majority union secretary. I have never seen frustration when he is the General Secretary of the minority union. Equanimity. Some of us would have read Bhagavad Gita. In that Lord Krishna, he talks of equanimity. And our Krishna, real Krishna, that is only Etihas Krishna. This is real Krishna. That
sense of equanimity. You were never overawed by the situation, and you were very, very clear how to understand, how to move forward. Secondly, is very, very strong belief in All India Bank Employees Association, that in AIBA we can do anything. And particularly I had a lot of interaction with him, mostly midnight. During 2013 conference, he was my night partner. Myself, Joseph, we used to discuss only night, 2 o'clock, 3 o'clock. Similarly, during his joint secretary position in AIBA. Sometimes I used to send some information, night 1 o'clock, 2 o'clock. Within 2 minutes, reply will come from Krishna. All the time he was alive and active. And particularly I have seen after the merger of the associate bank with State Bank of India. It's very, very important to keep the communication channel. And Krishna became an expert in maintaining that communication with our cadres and comrades. And that is why today we are not only intact, we are growing. Only last week we had a meeting that we find that our All India SBI Employees Association, we are growing. Similarly, we had the conference of the All India last year in Chandigarh. So everybody said unanimously that Comrade Krishna should continue, because they were so comfortable and they were felt that he should continue because he is an indispensable leader. But very rightly Comrade Krishna said that I will do my work, but some young person should come. And he not only said, he had ready-made people like Comrade Anil, Comrade Sebastian. And today we have a very young team in the leadership of All India State Bank of India Employees Association. These are all very admirable qualities that we have to imbibe from Comrade Krishna. Similarly, domestic problem is not that simple. His house is in Palagat, Kalpati. His wife and children, they are in Ernakulam, Cochin. But Union wanted his service in Trivandrum. Without any hesitation, Comrade Krishna went to Trivandrum. He was there. He never said, no, this is my job, that is my personal work. And he had very tough domestic situation. Somebody else would have become heartbroken. It's not possible. But he overcame all these difficulties. His parents were in Palghat, his family was here. But all the time, committed to the cause of the All India Bank Employees Association. That is why Comrade Krishna is an exemplary leader of the All India Bank Employees Association. We need more such people. Otherwise, it is not that easy. People are thinking, AIBA Zindabad, my job is over. Throughout the country, in every bank, in every district, in every place, because we have such cadres and leaders, AIBA is able to move on. Now we are on the United Forum of Bank Unions. All of us are equal. But other people say we are not equal, we are more than equal. That is because of the All India Bank Employees Association and the way that we are running our organization. And in that, the contribution of Comrade Krishna has been very commendable, very inspiring. For all of us to emulate, particularly his connect with the young people. We have to learn. Sometimes the young people are not comfortable with the people, old people. There is a gap, generation gap. Sometimes the old people have difficulty in establishment connectivity with the young people. But that was not a problem with him at all. To the senior people, he was senior. To the young people, he was young. And that way it is a comprehensive approach that made Comrade Krishna a lovable person.
And he could spend a lot of time as here acknowledge Madam Shamala. 49 marks we can give to Krishna, 51 marks we have to give to Madam only. It is not possible to attend to family, all those things, difficulties. So she was managing. And so we could get the benefit of the undivided attention and energy of Comrade Krishna to the cause of our organization. And I'm very sure now he is a free man. After retirement, he has got full time available to the movement. Of course, he should take some more time to look after his family. But I'm very sure that his experience that he has gained in the last more than 3.5 decades in the All India Bank Employees Association. Because the days ahead are going to be very challenging, very complicated. The wind in the Indian politics is changing. It is not who will win in the election. That is a different matter. BJP may come, may not come, somebody will lose. But the basic fabric of the Indian polity is changing because more and more corporates are able to exert a lot of influence on Indian politics. You have seen the Indian electorate bonds. Why people are given money? They have not given money to Chinmaya Math or Ramakrishna Math, etc. They have given money to some political party. And maximum money has gone to the ruling party. That means the business people will give money in return expecting something. And now things are coming out, what they are given and what they have received. That means the corporates are able to exert a lot of influence and pressure on the government. And if they are going to be benefited, who will be deprived? We are all bank employees. The very simple concept of banking, we know debit and credit. If debit and credit will not tally, evening you cannot go home. So if they are getting credit, where is the debit? The debit is on the common people. That is why we are finding successive economic policies of the government may camouflage so many things. 5 trillion economy, Amrit Kaal, all types of things. But in reality, we find that the common people are being burdened every day. And this is going to be a new challenge for the society, emerging society. The maximum number of people are young people in India. The young population in India is very large. And they are the future of the country. But we find education is a problem to them. Job opportunity is a problem to them. Orientation is a problem to them. But without addressing now, things are going in a different direction. Secondly, in India, we find the beauty is unity in diversity. That is the real strength of India. We are united despite all types of differences. But today things are developing in such a way, polarization. The people who are in power, they are trying to change because they are under a lot of pressure. There are international pressures, there are domestic pressures. So how this society will emerge is a big question in the days to come. And in that, what is the silver lining? The working class is the silver lining. If working class is united, not only they can fight for the rights of the workers, they can lead for a transformation of society. A society where equality. In the Indian Constitution, our authors of Constitution, equality, fraternity, all written by the people, for the people. So many provisions of the Constitution. But in reality now we are finding reports are coming. International Labour Organization, International Monetary Fund, World Bank, United Nations, all reports are coming. Oxfam report. Particularly in India, the gap between the big people, the rich people, poor people, it is widening.
So it is in this scenario that Indian economy, Indian society is emerging. And to arrest these changes, these are not good for our country. We are a democratic country. There are many methods of running a government. It can be a queen system, monarchy. It can be democracy, it can be military rule. I happen to work in the World Federation of Trade Unions. And so I go around the country, the world, for many meetings. Once I was in a meeting in Colombia, in South America. It was a meeting of the bank employees in the entire Latin America. Suddenly I found some people I could not recognize. They were all dressed in different things like Red Indians. But they spoke about the problems of bank employees, and I asked, what is this? Who are they? They are talking about bank employees' problems, but they don't look like bank employees. Their dress, something is different. They said, no, they are also bank employees. They are also bank unions. But in their country, unions are banned. It's not a democratic country. Unions are banned. So secretly they have come to Colombia from their country to attend this meeting. So they can't come in your normal dress. So this is the world in which we are living. And India, we are very fortunate. Thanks to Father of the Nation, Mahatma Gandhi, and all the people. We are a democratic country. But today we are finding disturbing trend in our country. Democratic values are being undermined. Democratic institutions are undermined. And unless the working class is conscious, unless the trade union is conscious that all these are not in our interest. In the Constitution we say we are a secular country. Every religion is my own personal thing. Politics is also my personal thing. Even now I am writing the circular. Whom to vote? It is not a job of the AIB to tell you whom to vote. It is not that we belong to some political party. We are above. All people are in our organization. People of all faith and religion are in our All India Bank Employees Association. But still we have a basic value and commitment. And in that the task is so huge in the days to come to bring in more and more young people into the active realm of trade union. Today they are members of the organization. They are also active at different levels of the organization. But we have to make these members as cadres of the All India Bank Employees Association. For that we need people who can spend a lot of time on all these matters, transforming the members into cadres and leaders. And I am sure in that college of transformation of the members to cadres, I am very sure that one of the important professors, lecturers will be Comrade K.S. Krishna of the All India Bank Employees Association. So his job is cut out. There is no retirement from trade union. I am very sure Comrade Shamala, she is comrade only, our comrade. Those who are concerned about other problems and contribute and sacrifice, they are comrades. That is why I said she is 51% comrade, he is only 49%. I am very sure that while we express our thanks to Madam and their two sons, wonderful young sons, but I am very sure that they will spare Comrade Krishna in the days to come to continue his job. And we shall, on this occasion, thank him for his contribution. We appreciate, and that is why we are gathered here to honor him. But I am very sure at the end when Comrade Krishna will say, he will tell in one word, I will continue to work for the All India Bank Employees Association. That is what we want. I personally cherish my association with him. I learned a lot of things from him, humility, humbleness, simplicity. And I am very privileged to be here to thank him on behalf of the All India Bank Employees Association and to appeal to him and request him that his services to the All India Bank Employees Association should continue the days to come. I am very happy to meet all of you who have come here to honor him, to extend your greetings to him. And on behalf of the All India Bank Employees Association, next month we shall be meeting in Kochi only, where again some very important decisions are going to be taken. It was at the time of Comrade TKV in 1964, two momentous decisions were taken 60 years ago.
Nationalize the banks, no more tribunal, we want bipartite. That became. Similarly, in 2013, we met in same Kochi, Ernakulam conference. Make banking a fundamental right. People were laughing. What is this demand? Fundamental right. But today we are finding whatever we said. The government is Jan Dhan Yojana. What is the Jan Dhan Yojana? Banking for all. Banking empowerment of all the people. This is what AIBA in 2013 we said. Subsequently, the government is implementing. So this is our visionary All India Bank Employees Association. We are proud to be members of the AIBA. From the next month General Council, we are going to further give more and more programs of action. In all that, I am very sure All Kerala Bank Employees Federation will continue to play the leading role. It is always a matter of inspiration, a role model for the entire All India Bank Employees Association. And I am very happy Comrade Krishna is leading this organization. I wish him all the best. I wish All Kerala Bank Employees Federation all the best. Thank you very much. താങ്ക് യു കോമ്രേഡ് CHP. അടുത്ത് സംസാരിക്കുന്ന ആൾ നമുക്ക് ഒറ്റ വിശേഷണത്തിൽ ഒതുക്കാൻ കഴിയില്ല. താങ്ക് യു. Comrade Krishna will honor Comrade CHP. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ XMP എന്ന് പറയാം, മാധ്യമ പ്രവർത്തകനെന്ന് പറയാം, രാഷ്ട്രീയ ചിന്തകൻ എന്ന് പറയാം, സാമൂഹ്യ ചിന്തകൻ എന്ന് പറയാം, എഴുത്തുകാരനെന്ന് പറയാം. അങ്ങനെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രസംഗിക്കാൻ കഴിയാത്ത രീതിയിൽ ശബ്ദം മോശമായിരിക്കുന്നു, ശബ്ദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കൃഷ്ണയുടെ ഇതുവരെയുള്ള ചരിത്രം, അദ്ദേഹത്തിൻ്റെ വളർച്ച, അത് ബാങ്ക് എംപ്ലോയീസിന് എങ്ങനെ പ്രയോജനപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോമ്രേഡ് വെങ്കടാചലം സാമാന്യം വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഞാനേതായാലും എൻ്റെ അവസ്ഥ മോശമായതുകൊണ്ടും കൂടുതലായി ഒന്നും പറയേണ്ടതില്ലാത്തത് കൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബാങ്ക് എംപ്ലോയീസിൻ്റെ വിവിധങ്ങളായ സമരമുഖങ്ങളിലാണ് ഞാൻ കൃഷ്ണയെ പരിചയപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പരിചയം ഞങ്ങൾ തമ്മിലില്ല എന്നാണ് പറയേണ്ടത്. എപ്പോഴും സമരരംഗത്തെ വളരെ സൗമ്യമായ മുഖമായിരുന്നു. ഉത്തരവാദിത്വ ബോധത്തോടെ തൻ്റെ യൂണിയനെ, ആ യൂണിയൻ അംഗങ്ങളെ, ബാങ്ക് ജീവനക്കാരെ പൊതുവിൽ നയിക്കുന്നതിനുള്ള പ്രാപ്തി കൃഷ്ണ കാണിച്ചിരുന്നു. ഇന്ന് വാസ്തവത്തിൽ കൃഷ്ണയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്നു, അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും കെട്ടുപാടുകളും അവസാനിക്കുന്നു. ഇനി ശ്രീ കൃഷ്ണ വെങ്കടാചലം ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മോടൊപ്പം ഉണ്ടാവും. ബാങ്ക് എംപ്ലോയീസിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കൃഷ്ണയ്ക്ക് കഴിയട്ടെ. കൃഷ്ണയെ കൂടെ ഇനിയും കാണുന്നതിനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നന്ദി. എളിയ ഒരു ഉപഹാരം. നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ബാങ്കിങ് രംഗത്തെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നമുക്ക്
സംസ്ഥാനത്തെ മറ്റ് വിവിധ ട്രേഡ് യൂണിയനുകളുമായി ബന്ധമുണ്ട്. ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, വാട്ടർ അതോറിറ്റി, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ ട്രേഡ് യൂണിയനുമായി നമുക്ക് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പേര് വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ. ആ വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിലിൻ്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി A2C നേതാവ് സഖാവ് MM ജോർജ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. ബഹുമാന്യരെ, സഖാവ് കൃഷ്ണ നമുക്കേവർക്കും പ്രിയപ്പെട്ട ആരാധ്യനായ നേതാവാണ്. സഖാവ് കൃഷ്ണയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിലിലെ മുഴുവൻ സംഘടനകളുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിലും അങ്ങയുടെ നേതൃത്വം, അങ്ങയുടെ പങ്കാളിത്തം ഞങ്ങളുടെ മുൻപിൽ നിന്ന് അങ്ങ് നയിക്കണം എന്ന ഒരഭ്യർത്ഥന മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നു. അങ്ങ് എറണാകുളത്ത് തന്നെ ഉണ്ടാകണമെന്ന ഒരു സ്വാർത്ഥതയോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ ഭാവിയിൽ വരാൻ പോകുന്ന പ്രതിസന്ധിയുടെ നാളുകളിൽ ഞങ്ങൾക്ക് താങ്ങായി തണലായി അങ്ങുണ്ടാകണം എന്ന ഏക അഭ്യർത്ഥനയോടെ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിവാദ്യങ്ങളും സഖാവ് KS കൃഷ്ണയ്ക്ക്, AIBA എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്, സഖാവ് KS കൃഷ്ണയുടെ കുടുംബത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നന്ദിയും ആദരവും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. സഖാവ് ജോർജിന് നമ്മുടെ ഒരു സ്നേഹോപഹാരം. അടുത്തതായി സംസാരിക്കുന്നത് നമ്മുടെ ഏവരുടെയും സ്വന്തം മല്ലിക ചേച്ചിയാണ്. A2C സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് മല്ലിക ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സമാരാധ്യരായ നേതാക്കളെ, ഇന്നത്തെ താരം സഖാവ് കൃഷ്ണയുടെ മക്കൾ, ഭാര്യ ശ്യാമള, പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരെയും ഒന്ന് ഒത്തുകാണുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വരവിൻ്റെ പ്രധാന ഉദ്ദേശം. കൃഷ്ണയെ ഞാൻ പാലക്കാട് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊള്ളും. പാലക്കാട് വരാതിരിക്കാൻ കൃഷ്ണയ്ക്ക് പറ്റാത്തതുകൊണ്ട് കൃഷ്ണയെ അവിടെ ഒന്ന് കാണാം എന്നുണ്ട്. എങ്കിലും വളരെ അധികം അടുപ്പമുള്ള 10-38 വർഷത്തെ അടുപ്പമുള്ള ഒരാൾ ബാങ്കിങ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവ് ആ പരിപാടിയിലൊന്ന് പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നിവിടെ എത്തിയത്. അതുമാത്രമല്ല, എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരുപാട് സഖാക്കളെ ഒന്നിച്ച് കാണുന്ന സന്തോഷവും, കൃഷ്ണയെപ്പോലെ ഉള്ള, കൃഷ്ണയ്ക്ക് ഏത് സബ്ജക്റ്റ് കൊടുത്താലും ക്ലാസ് എടുക്കാൻ കഴിവുള്ള ആളാണ് കൃഷ്ണ. അതിലെ വലിയ ഘനഗാംഭീര്യമുള്ള പ്രസംഗമാണോ എന്ന് ചോദിച്ചാൽ അത്തരം പ്രസംഗങ്ങളല്ല, പക്ഷേ നമ്മളിലേക്ക് ആ കാര്യങ്ങൾ എങ്ങനെ എത്തിക്കാം എന്നുള്ളത് കൃഷ്ണയുടെ അറിവ് അപാരമാണ്. ആ അറിവ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള അപാരമായ കഴിവും. എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ച് എല്ലാവരെയും അങ്ങനെ ഉജ്ജ്വല പ്രസംഗം നടത്തി എന്നൊന്നുമുള്ളതല്ല, പക്ഷേ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രത്യേക കഴിവുള്ള സഖാവ് കൃഷ്ണ ഇനിയും ട്രേഡ് യൂണിയൻ രംഗത്ത് തന്നെ തുടരും എന്നാണ് എൻ്റെ വിശ്വാസം. അതുണ്ടാവണം, ഞങ്ങളോടൊപ്പം തന്നെ എന്ന് പറഞ്ഞതിൽ എല്ലാം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വരാൻ കിട്ടിയ കാര്യത്തിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണയ്ക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും എല്ലാം എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മല്ലി ചേച്ചി. സഖാവ് കൃഷ്ണയും സഖാവ് ജോസണും AIBA ഭാരവാഹികളായിരുന്നു. അവർ രണ്ടുപേരും AKBFൻ്റെ കമ്മിറ്റിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യും. കൃഷ്ണയുടെ പ്രസംഗത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അണ്ടർസ്റ്റേറ്റ്മെൻറ്റാണ്, വളരെ ഒതുക്കിയാണ് പറയുക. ജോസൻ്റെ പ്രസംഗത്തിൻ്റെ മുഖമുദ്ര അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, എല്ലാം നന്നായി പൊലിപ്പിച്ച് പറയും.
അപ്പോൾ ഇവർ രണ്ടുപേരുടെയും റിപ്പോർട്ടിങ് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എസൻസ് നമുക്ക് അതിൽ നിന്ന് ഡ്രോ ചെയ്യാൻ സാധിക്കും. ഞാൻ മല്ലിക ചേച്ചി പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആനുഷംഗികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തതായി സംസാരിക്കാൻ സമാദരണീയനായ സഖാവ് കെ ശ്രീനിവാസൻ സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. Comrades, Krishna's son is a dentist, பல்ல புடுங்கிற டாக்டர். எனக்கு புரியல, why he chose to be பல் புடுங்கிற டாக்டர். கிருஷ்ணா வந்து மேனேஜ்மெண்ட்டுடைய பல்ல புடுங்கிற டாக்டர், அவர் வந்து ஆசாமியோடைய பல்ல புடுங்கிறார். வெரி குட். വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന നേതാക്കളെ, സഖാക്കളെ, സഖാവ് കൃഷ്ണ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 5 മിനിറ്റ് കൊണ്ട് കൃഷ്ണയെ സംബന്ധിച്ച് എന്ത് പറയാനാണ് എന്നെനിക്കറിയില്ല. പക്ഷേ കൃഷ്ണ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഖാവാണ്. ദീർഘകാലം അദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു മഹാഭാഗ്യമായി കണക്കാക്കുന്നയാളാണ് ഞാൻ. കൃഷ്ണയുടെ കഴിവുകളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും നേരിട്ടറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പലരും സംസാരിച്ചതുപോലെ കാര്യങ്ങൾ അപഗ്രഥിച്ച് മനസ്സിലാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൃഷ്ണ എന്നും മുൻപന്തിയിൽ തന്നെയുണ്ട്. വായിച്ചാൽ തീരാത്ത ഒരു പുസ്തകമാണ് കൃഷ്ണ. കാരണം നമ്മളത് വായിച്ച് തീർന്നു എന്ന് കരുതുമ്പോൾ അതിനോടുകൂടി അഡീഷണലായിട്ട് 2 or 3 അധ്യായം എഴുതി ചേർത്തിട്ടുണ്ടാകും അദ്ദേഹം പുതുതായി പഠിച്ച വിഷയങ്ങൾ. അങ്ങനെ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പഠനം തുടരട്ടെ, അദ്ദേഹത്തിൻ്റെ പഠിച്ച വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കാര്യവും തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, നിർഭയനാണ്. ആരെയും ഭയമില്ല, മാനേജ്മെൻറ്റിനെയും ഭയമില്ല, മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഭയമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ശരി, ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിന് അനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകും. അത് മറ്റുള്ളവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അതല്ല എങ്കിൽ എൻ്റെ വിശ്വാസം തെറ്റാണെന്ന് അവരെന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ സ്വന്തമായി അഭിപ്രായമുള്ള, ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന കൃഷ്ണയെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കുറിപ്പുകളൊക്കെ വന്നു. അതിൽ പല ആൾക്കാരും അദ്ദേഹം ചെയ്തിട്ടുള്ള സഹായങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചില MP-മാർ പറഞ്ഞു ഞങ്ങളെ പാർലമെൻറ്റിൽ നോട്ട് തയ്യാറാക്കാൻ കൃഷ്ണ സഹായിക്കുന്നുണ്ട് എന്ന്. പത്രക്കാർ പറഞ്ഞു ഞങ്ങളെ ബാങ്കിങ് പഠിപ്പിക്കാൻ കൃഷ്ണ സഹായിക്കുന്നുണ്ട്, ഞങ്ങളുടെ പാനലുകളിൽ കൃഷ്ണ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് കൃഷ്ണയെ സംബന്ധിച്ച് പറഞ്ഞു. അക്കൂട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള 1-2 സഹായം കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി എനിക്ക് കിട്ടിയ സഹായം, നമ്മുടെ ഉഭയകക്ഷി കരാറ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു സന്ദർഭത്തിൽ, വർഷമൊന്നും ഓർമ്മയില്ല, നമ്മുടെ സുഹൃത്തുക്കൾ എന്നും ഒപ്പിടാൻ നേരത്ത് പ്രതിഷേധിച്ച് പുറത്തേക്ക് പോയി ഒപ്പിടാതെ മാറി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ നമുക്ക് യുണൈറ്റഡ് ഫോറത്തിൽ. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവർ എന്തിനാ നിലനിൽക്കുന്നേ, ഇത് അവസാനിപ്പിച്ചുകൂടെ എന്ന്. അപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ നമുക്ക് ഒരു കുറിപ്പ് എഴുതിയാലോ? അപ്പോൾ കൃഷ്ണ പറഞ്ഞു നമുക്ക് എഴുതി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്നു. ഇംഗ്ലീഷിലാണ് എഴുതണമെന്നുകൊണ്ട് നിർബന്ധമായും എനിക്ക് എഴുതാൻ പറ്റില്ല, കൃഷ്ണ തന്നെ എഴുതണം. അവസാനം ഞങ്ങളത് എഴുതി പൂർത്തീകരിച്ച് അതിനൊരു ടൈറ്റിൽ കൊടുത്തു, ടൈം അപ്പ് ടു വൈൻഡ് അപ്പ് എന്നായിരുന്നു. അതായത് ബെഫി വൈൻഡപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഹെഡിങ്. അത് ഇംഗ്ലീഷിൽ അടിച്ചത് ഞങ്ങൾ മനഃപൂർവ്വമാണ്, ദേശീയമായിട്ട് പോകട്ടെ എന്ന് കരുതി. ഒരാഴ്ചയ്ക്കകം താരകേശ്വര ചക്രവർത്തിയുടെ അടുത്ത് നിന്ന് ഇൻഡാസ് വന്നു. എന്താ, നമ്മുടെ UFUവിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റിനെ പറ്റി ഈ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ എഴുതിയത്? കൃഷ്ണയും ഞാനും ചിരിച്ചു, അല്ലാതെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. ആ ആർട്ടിക്കിൾ അങ്ങനെ നല്ലപോലെ പ്രചരിച്ചു. ഇപ്പോഴും ടൈം അപ്പ് ടു വൈൻഡ് അപ്പ് തന്നെയാണ്. ഇപ്പോഴും ഇത്തവണ അവരെ ഒപ്പിട്ടു എന്നാണ് എനിക്ക് തോന്നണം, ഇല്ലേ? ഒപ്പിട്ടു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടർ, അതാണ് എൻ്റെ ആദ്യത്തെ കൃഷ്ണയുടെ സഹായം. രണ്ടാമത് ഞാൻ കൃഷ്ണയുടെ സഹായം തേടിയത് മാനേജ്മെൻറ്റിന് 2 കത്ത് കൊടുക്കേണ്ടി വന്നു.
ആ സന്ദർഭത്തിലാണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ട കത്തുകളാണ്. ഒന്ന്, ബാങ്കിൻ്റെ ഷെയർ വിൽക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അജണ്ട ബോർഡിൽ കൊണ്ടുവന്നു, ബാങ്കിൻ്റെ ബോർഡിൽ. അതിനെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എതിർക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു വിയോജന കുറിപ്പ് അവിടെ കൊടുക്കണം. അത് ഞാനും കൃഷ്ണയും കൂടെ ഇരുന്ന് തയ്യാറാക്കി കൊടുത്തു. അത് കോപ്പി താരകേശ്വർ ചക്രവർത്തിക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് നമ്മുടെ പല ഡയറക്ടർമാർക്കും അയച്ചു കൊടുത്തു. ഇതുപോലുള്ള കത്തുകൾ നിങ്ങളുടെ ബാങ്കിൽ ഈ അജണ്ട വരുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണയുടെ സഹായം എനിക്ക് കിട്ടിയത് റിക്രൂട്ട്മെൻറ്റ്, അതായത് VRS 2021 VRS വന്നപ്പോൾ, അന്ന് ഞാൻ പിരിയാൻ പോവുകയാണ്. 2001 ഞാൻ പിരിയുന്നത്, ജാനുവരിയിൽ. അപ്പോൾ ബോർഡിൽ വന്നു. ബോർഡിൽ വരുന്നതിന് മുൻപ് തന്നെ അവരത് സർക്കുലേഷനിലൂടെ SBTയിൽ പാസ്സാക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഒബ്ജക്ഷൻ പറഞ്ഞു, സർക്കുലേഷനിലൂടെ പറ്റില്ല. അപ്പോൾ അത് സർക്കുലേഷനിലൂടെ പാസ്സാക്കി അത് മാർക്കറ്റിൽ ഇറക്കാനുള്ള തീയതിയൊക്കെ തീരുമാനിച്ച് നിശ്ചയിച്ചാണ് അവർ സർക്കുലേഷനിൽ വിട്ടത്. നമ്മൾ എതിർത്തു, പറ്റില്ല, ഫുൾ ബോർഡ് കൂടി ചർച്ച ചെയ്യാതെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ ബോർഡ് കൂടണം എന്ന് പറഞ്ഞ് ഒരു ഡയറക്ടർ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫുൾ ബോർഡ് കൂടി. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമായ റെക്കോർഡ് ഉണ്ടാക്കി ലെറ്റർ കൊടുത്തപ്പോൾ അതിനെ സഹായിച്ചത് കൃഷ്ണയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ ഒരു ഗഹനമായ ഒരു വിഷയത്തിൽ ഒരു സഹായം വേണമോ അപ്പോൾ നമുക്ക് സമീപിക്കാവുന്ന ഒരു സുഹൃത്താണ് കൃഷ്ണ. കൃഷ്ണ എന്നേക്കാളൊക്കെ വളരെ ജൂനിയറാണ്. പക്ഷേ കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഏത് ലെവലിലുള്ള ആൾക്കും എന്ത് സഹായവും അദ്ദേഹത്തിൻ്റെ അറിവിനനുസരിച്ചിട്ട് കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യം, എതിരാളിയെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നേരിടുന്നതിനുള്ള തൻ്റെ ഇടം, ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന മഹാസമുദ്രത്തിലേക്ക് അസോസിയേറ്റ് ബാങ്കുകളെ ലയിപ്പിക്കുന്നതിന് എതിരായ ശക്തമായ സമരം കേരളത്തിൽ നടത്തി അതിന് നേതൃത്വം കൊടുത്ത കൃഷ്ണ കേരള അസംബ്ലിയിൽ ആ പ്രമേയം, ഇതിനെ ലയിപ്പിക്കരുത് എന്നുള്ള പ്രമേയം പാസ്സാക്കുന്നതിന് ആവശ്യമായ ജോലി ചെയ്ത പ്രമുഖ വ്യക്തിയാണ്. അതിനൊക്കെ പുറമെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതുപോലെ എവിടെയും എന്തിനെ സംബന്ധിച്ചും അഭിപ്രായങ്ങളോ പറച്ചിലോ വേണമെങ്കിൽ ചെന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നയാളാണ്. ലയനശേഷം ആ മഹാസാമ്രാജ്യത്തിൽ ഇതേവരെ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലാത്ത ബാങ്കിൽ ട്രേഡ് യൂണിയൻ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വേണ്ടത്ര അറിവില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ബാങ്കിൽ എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് കാണിച്ചു കൊടുത്ത നേതാവാണ് സഖാവ് കൃഷ്ണ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോമ്പൗണ്ടിനകത്ത് പന്തൽ കെട്ടി 15 ദിവസം തുടർച്ചയായി സത്യാഗ്രഹം നയിച്ച സംഘടനയാണ് SBT എംപ്ലോയീസ് യൂണിയൻ. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സഖാവ് കൃഷ്ണ. അന്ന് 15 ദിവസമാണ്. ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത്, AKBF-ൻ്റെ ജനറൽ സെക്രട്ടറി ആയ കാലത്ത് ഒരു കൊടി ഒരു ദിവസം SBIയുടെ എറണാകുളം ബ്രാഞ്ചിൻ്റെ മുകളിൽ ഞങ്ങൾ ഉയർത്തി. അതും അണ്ണൻ്റെ ദിനം, മരിച്ച ദിനം വെച്ച് ആചരിക്കുന്നതിനാണ്. അത് തലേ ദിവസം ഞങ്ങൾ കൊടി ഉയർത്തി. പിറ്റേ ദിവസം രാവിലെ കണ്ടപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാന്യന്മാർ വന്നപ്പോൾ അവർക്കത് സഹിച്ചില്ല. അവർ പറഞ്ഞ് ആ കൊടിയെടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ആകെ അവിടെ 5 പേരാണ് നമ്മുടെ മെമ്പർമാർ. AK മേനോൻ്റെ നേതൃത്വത്തിൽ 5 പേര്, ആകെ 35 പേര് കേരളത്തിൽ. ആ 35 പേരുള്ള AK മേനോൻ നമ്മുടെ പ്രസിഡൻ്റായിരുന്നു AKBRF-ൻ്റെ. അപ്പോൾ AKBRF-ന് അംഗസംഖ്യയല്ല, AKBF-ന് അന്ന് ഇത് കുറേ 10-20 കൊല്ലം മറിച്ചും പറഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ തിരിഞ്ഞു പോകുന്നതാണ്. കുഴപ്പമില്ല. എങ്ങാനും മാറിപ്പോവാണെങ്കിൽ അത് AKBF വേണ്ടെടുത്ത് AKBF-ഉം RF വേണ്ടെടുത്ത് RF-ഉം നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ അന്ന് AK മേനോൻ്റെ നേതൃത്വത്തിൽ അതിനെ തടുത്ത് ആ കൊടിയെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ എന്താ നടന്നതെന്നറിയുമോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ആ ബ്രാഞ്ച് പണിമുടക്കി AIBA കൊടി അവിടെ വെച്ചതിന്.
15 ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ വേലിക്കകത്ത് കയറി ധാരണ നടത്തിയപ്പോൾ പണിമുടക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് തൻ്റെ ഇടമായിട്ട് നടത്താൻ കൃഷ്ണയ്ക്ക് കഴിഞ്ഞു. കോടതിയിലൂടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റിൻ്റെ പല തെറ്റായ നയങ്ങളെയും നേരിട്ട് തിരുത്തിപ്പിക്കാൻ കൃഷ്ണയ്ക്ക് കഴിഞ്ഞു. അവസാനം കൃഷ്ണ റിട്ടയർ ചെയ്തപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റിന് അവിടുത്തെ അംഗീകൃത ട്രേഡ് യൂണിയൻ നേതാക്കളെക്കാളും ബഹുമാനമുള്ള വ്യക്തിയായി മാറി സഖാവ് കൃഷ്ണ. എനിക്ക് തോന്നുന്നത് ഇവിടെ വെങ്കിടാചലം പറഞ്ഞു, ഞങ്ങൾ കൃഷ്ണയെ ഞങ്ങളുടെ പ്രൊഫസറായി ട്യൂട്ടറായി എടുക്കാൻ പോവാണെന്നാണ്. അതിനു മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് തട്ടിക്കൊണ്ടു പോവാതിരിക്കാൻ സൂക്ഷിക്കുക. അവരുടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് കൃഷ്ണയെ കൊണ്ടുപോകും. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസിയെ സംബന്ധിച്ച് ഉള്ള പോരായ്മകൾ, തെറ്റുകൾ, കുറവുകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിനെ പലപ്പോഴും കറക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കൃഷ്ണ. അത് അദ്ദേഹത്തിൻ്റെ പഠിപ്പിൻ്റെ ഗുണമാണ്, കാര്യങ്ങളുടെ അനാലിസിസിൻ്റെ മെച്ചമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. നല്ല മനസ്സ്, കസ്റ്റമേഴ്സിന് നല്ല കെയർ കൊടുക്കുന്നതിനാവശ്യമായ പോളിസി ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണം എന്ന അദ്ദേഹത്തിൻ്റെ. ബാങ്കിങ് വ്യവസായം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അതൊരു ഖനിയാണ്. ആ ഖനി എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പണം ഇങ്ങനെ ഒഴുകി വന്ന് ചേരുന്ന ഖനിയാണ്. ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും പൊതുമേഖലാ ബാങ്കുകളിലേക്കാണ് ഒഴുകി വരുന്നത്. അങ്ങനെ ഒഴുകി വരുന്ന ആ ധനം മുഴുവനും ഒരു കാലത്ത് 2019 മുമ്പ് ഒക്കെ തടുത്തുകൂട്ടി തങ്ങളുടെ വ്യവസായങ്ങളിലേക്ക് കൊണ്ടുപോയ പ്രമുഖ വ്യവസായികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെയായിരുന്നു ബാങ്കുകൾ. ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ശ്രമഫലമായി ബാങ്കുകൾ ദേശസാൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊതുമേഖലാ ബാങ്കായി. അത് പൊതുമേഖലാ ബാങ്കുകൾ ജനങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ടായി അവർക്ക്. അതുകൊണ്ട് ഇപ്പോഴും ആ സ്വകാര്യ മേഖലയിലേക്ക്, സ്വകാര്യതയിലേക്ക് തിരിച്ചു പോകാനുള്ള പരിശ്രമം ഇന്ത്യയിലെ മുതലാളിമാർ നടത്തുന്നുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതിനെ തടുത്തു നിർത്തുന്ന ഏക ശക്തി ഇന്ന് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനാണ്. അപ്പോൾ ആ നേതൃത്വം അതിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൃഷ്ണ തുടർന്നും പരിശ്രമിക്കേണ്ടതാണ് എന്നതിലൊരു കാര്യവുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെക്കാളും ആധികാരികമായിട്ട് കൃഷ്ണയെ വാ പോര് എന്ന് പറഞ്ഞ് വിളിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം അദ്ദേഹം ഇന്ന് റിട്ടയർ ചെയ്യാണ്. AIBRFലേക്ക് ഞാൻ ക്ഷണിക്കുന്നില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ പ്രയോജനം അദ്ദേഹം ഇന്ന് ചെയ്യുന്ന പ്രവർത്തനം തുടരുന്നതാണ്. രാജ്യത്തിന്, ജനങ്ങൾക്ക്, ബാങ്ക് എംപ്ലോയീസിന്, ബാങ്ക് റിട്ടയറീസിന് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പിന്നെ ഇവിടെ പറയുകയുണ്ടായി ഫ്രീയായി, ഇനി സ്വസ്ഥമായി, സുഖമായി എന്ന്. ശ്യാമള അത് കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചിട്ടുണ്ടാവും. കാരണം ഇനി ആളെ വീട്ടിൽ കിട്ടുമല്ലോ. ഒന്നും പ്രതീക്ഷിക്കണ്ട. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് ജോലി കൂടുന്നത്. ഇപ്പോൾ എനിക്ക് വീട്ടുകാർ നോക്കാൻ 3 മാസത്തേക്ക് യൂണിയനിൽ നിന്ന് ലീവ് എടുത്ത് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് കൃഷ്ണ വീട്ടിൽ വരും. അതുമാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. കൃഷ്ണയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, ശ്രീനിവാസ് സാർ. അടുത്തതായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ പോരാളിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ 20കളിൽ ആരംഭിച്ച പോരാട്ടമാണ് ഫെഡറൽ ബാങ്കിൽ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ യുവ നേതാവായിട്ടുള്ള സുജിത് രാജുവിൻ്റെ നേതൃത്വത്തിൽ ആ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഫെഡറൽ ബാങ്കിൽ. നമ്മുടെ AKBFൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. AIBയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്നു. സഖാവ് PM ജോസഫേട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ KS കൃഷ്ണ, ശ്യാമള കൃഷ്ണ, ബഹുമാനപ്പെട്ട CHV, ഇതര നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, സഖാവ് കൃഷ്ണയുടെ ഗുണഗണങ്ങൾ നിരവധി ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒപ്പം പ്രവർത്തിച്ച് അതിൻ്റെ ഞാനും ഒരു അനുഭവസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളിൽ പഠനം, വായന, ജോലിയിലുള്ളതായ കൃത്യത. ഞാൻ എടുത്തു പറയാറുള്ളത് അദ്ദേഹത്തിന് ഒരു വർക്കാഹോളിക്കാണെന്നാണ്. പണിയില്ലാതിരിക്കാനായിട്ട് കൃഷ്ണയ്ക്ക് സാധിക്കില്ല.
അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രംഗത്ത് അത്രമാത്രം ശോഭിക്കുകയും ചെയ്തു. മറ്റ് പല രംഗങ്ങളിലും കൈവച്ചു. പോസ്റ്റ് ഓഫീസിലായിരുന്നു, പരാജയപ്പെട്ടു. ബാങ്കിലും അത്ര വിജയമായിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. വിജയിച്ചത് നമ്മുടെ ഈ AIB പ്രസ്ഥാനത്തിൻ്റെ രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശോഭിച്ചത് സഖാവ് കൃഷ്ണ. ഒരു നല്ല വാർത്തയുള്ളത്, സഖാവ് കൃഷ്ണ നാളെയും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് 100% ലഭ്യമാണ് എന്നുള്ള വാർത്തയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം എത്രമാത്രം സഹിച്ചു കാണും ഈ പ്രവർത്തനങ്ങളുടെ പേരിൽ എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അതിനുള്ള അഭിനന്ദനം ശ്രീമതി കൃഷ്ണയ്ക്ക് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മുടെ പ്രസ്ഥാനം കൂടുതൽ ധന്യമാകട്ടെ, ഉയരങ്ങളിലേക്ക് ഉത്തരോത്തരം വിജയിക്കട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി. സഖാവ് ജോണി കൊല്ലത്ത് 5ാം ഉഭയകക്ഷി കരാറിൻ്റെ ഒരു വിശദീകരണം നടത്തി. അന്ന് ഞാൻ വളരെ ഒരു കൊച്ചു പയ്യനാണ്. പക്ഷെ ഞാനിത് കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ സരളമായി, അതീവ സരളമായിട്ട് ആ ബൈപ്പാർട്ടായിട്ട് ഇങ്ങനെ ക്രമാനുഗതമായിട്ട് പറഞ്ഞു വരുന്ന ആ രീതി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് നമുക്കൊന്ന് പഠിക്കണമല്ലോ. ഇത് സംഗതി എളുപ്പമാണ്. എളുപ്പമാണെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? സുശീലയുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വളരെ എളുപ്പമാണെന്ന്. പാടി നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അതുപോലെ ഇത് എളുപ്പമാണ് എന്ന് എന്നെ തോന്നിപ്പിച്ചു. അപ്പം ഞാൻ ആ ട്രാപ്പിൽ ചെന്ന് ചാടി. പക്ഷേ എന്തായാലും എന്തോ ഒരു കുരുത്തം കൊണ്ട് എനിക്കത് പിന്നീട് ചെയ്യാൻ പറ്റി. ആ പ്രചോദനം സഖാവ് ജോണിയിൽ നിന്നാണ്. ഒരു അതീവ സരളമായി ക്രമാനുഗതമായിട്ട് എങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കാം എന്നുള്ളതിൻ്റെ AKBFൻ്റെ മുൻ ജനറൽ സെക്രട്ടറി, AIBയുടെ ദേശീയ മുൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സഖാവ് VJ ജോണി സംസാരിക്കും. സഖാക്കളെ, സ്നേഹിതരെ, ഇനിയും കുറേ പേര് സംസാരിക്കാനുണ്ട്. അനുവദിച്ച് കിട്ടിയിരിക്കുന്ന സമയം തുലോം കുറവുമാണ്. ഞാൻ സമയത്തിനകത്ത് നിൽക്കാം. സഖാവ് കൃഷ്ണ റിട്ടയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ആദരവ് യോഗം നടത്തുന്നത് സഖാവ് TKV അണ്ണൻ ജനിച്ചിട്ട് 100 വർഷം തികയുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ ആയത് വളരെ ഉചിതമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അണ്ണനെക്കുറിച്ച് ഇവിടെ ധാരാളം പറഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തികട്ടി വരുന്നത് മാത്രം ഞാൻ പറയുന്നു. 2 മാസം മുമ്പ് തിരുവനന്തപുരത്ത് AIBയുടെ 1964 നടന്ന ദേശീയ സമ്മേളനത്തിൻ്റെ 60ാം വാർഷിക ചടങ്ങ് ആചരിക്കുകയുണ്ടായി. CHV ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ വാർത്തകൾ കണ്ടു, റിപ്പോർട്ടുകൾ വായിച്ചു. ഒരു സമ്മേളനം നടന്നതിൻ്റെ 60 വർഷം പൂർത്തിയാകുന്നത് ഒരു ആഘോഷമാക്കി മാറ്റുന്നത് എന്തിനാണെന്ന് സാധാരണ തോന്നുമല്ലോ. പക്ഷെ ആ സമ്മേളനത്തിന് വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അവിടെയാണ് തീരുമാനിച്ചത്, ട്രൈബ്യൂണലുകൾ വേണ്ട, ഞങ്ങൾ ട്രൈബ്യൂണലിൽ വരില്ല. ഇവിടെ വെങ്കടാചലം പറഞ്ഞു 12ാം കരാർ ഒപ്പുവെച്ചു. അത് കഴിഞ്ഞ് LICക്കാരെ വിളിച്ചിട്ട് നിങ്ങളുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി എന്ന് പറഞ്ഞു. ചർച്ചയൊന്നുമില്ല. അപ്പം നമുക്ക് പണ്ട് ട്രൈബ്യൂണലുകളായിരുന്നു എന്നത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ജഡ്ജി, ഒരു 3ാം കക്ഷി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അവാർഡ് പ്രഖ്യാപിക്കും. അതിൽ അവാർഡ് സ്റ്റാഫ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ തിരുവനന്തപുരം സമ്മേളനത്തിൽ തീരുമാനിച്ചു ട്രൈബ്യൂണലുകൾ വേണ്ട, ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഒരു തീരുമാനം കൂടി ഉണ്ടായി, ഒരു സ്ലോഗനും കൂടെ, ബാങ്കുകൾ ദേശീകരിക്കണം, സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾ ദേശീകരിക്കണം. എൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല.
ആ സമ്മേളനത്തിൻ്റെ ശില്പിയായിരുന്നു സഖാവ് അണ്ണൻ. എനിക്ക് തോന്നുന്നത് 64 സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി അണ്ണൻ AIBയുടെ ഭാരവാഹിയാവുന്നത്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആകുന്നത്. ഇപ്പം കേരളത്തിലെ ബാങ്ക് ജീവനക്കാരെ മുഴുവൻ സംഘടിപ്പിച്ച് സഖാവ് വെങ്കടാചലം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ഞാനൊന്നത് പറയാൻ ആളല്ല. ഞാൻ അണ്ണൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അണ്ണൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കമ്മിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സഖാവ് കൃഷ്ണ അണ്ണനെ കണ്ടിട്ടില്ല, രാംപ്രകാശം കണ്ടിട്ടില്ല. കണ്ട ആൾക്കാരൊക്കെ ധാരാളം, ഷെണായി സാറ്, ഷറാഫുദ്ദീൻ ഒക്കെ ഉണ്ട്. ട്രൈബ്യൂണലുകൾ വേണ്ട, ഉഭയകക്ഷി ചർച്ച മതിയെന്ന് തീരുമാനിച്ച സമ്മേളനം നടന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഉഭയകക്ഷി കരാർ ഒപ്പുവെച്ചു AIBയെ. 1966 ഒക്ടോബർ മാസത്തിൽ 2 വർഷം തികഞ്ഞില്ല. വെറുതെ ഇരുന്നാൽ നടക്കുമോ? പ്രമേയം പാസ്സാക്കിയിട്ട് വെറുതെ ഇരുന്നാൽ നടക്കുമോ? ഈ 2 വർഷക്കാലം AIBയെ രാജ്യമെമ്പാടും ക്യാമ്പയിനുകളും പ്രക്ഷോഭണങ്ങളും സമരങ്ങളും നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലാദ്യമായി വ്യാവസായികാടിസ്ഥാനത്തിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചയിൽ കൂടെ 1ാം ഉഭയകക്ഷി കരാർ ഒപ്പുവെച്ചത്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പറയാൻ ആളല്ല, സംഘം TSC യോടെ ഉണ്ട്, 1ാം ഉഭയകക്ഷി കരാർ ഒപ്പുവെച്ചതിൻ്റെ 60ാം വാർഷികം 2 വർഷം കഴിയുമ്പോൾ AIB ആഘോഷിക്കും. ആഘോഷിക്കണ്ടേ? ഇന്നും പല മേഖലകളിലും ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ അല്ല വേജ് റിവിഷൻ നടക്കുന്നത് രാജ്യത്ത്. അപ്പോൾ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സ്ലോഗൻ അത് നടപ്പാക്കിയത് 12ാം കരാർ ഒപ്പുവെച്ചിട്ടാണ് അദ്ദേഹം വന്നിരിക്കണേ. 12 എഡിഷൻ, 66 മുതൽ 2024 12 തവണ ബാങ്കർമാരെ മേശയ്ക്ക് ചുറ്റുമിരുത്തി സംസാരിച്ച് ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെച്ചു. ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒപ്പുവെച്ച കരാറ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊന്നും ഇവിടുത്തെ അജണ്ടയല്ല, ഞാൻ പോകുന്നില്ല, എൻ്റെ സമയം പോവും. സഖാവ് കൃഷ്ണ, ഞാനിപ്പോൾ കൃഷ്ണയെക്കുറിച്ചുള്ള ഈ റൈറ്റപ്പ് നോക്കിയപ്പോൾ കണ്ടത് 1964 മാർച്ച് 31 ജനിച്ചു എന്ന്. ഈ വർഷം മാർച്ച് 31 സർവീസിൽ നിന്ന് പിരിഞ്ഞു. ഒരു കോയിൻസിഡൻസ്, രസകരമായ ഒരു കോയിൻസിഡൻസ്. കൃഷ്ണ SPTയുടെ ഏലപ്പാറ ബ്രാഞ്ചിൽ 2 വർഷം ജോലി ചെയ്തിട്ട് അന്ന് എറണാകുളത്ത് ബാങ്കിൻ്റെ ഒരു സോണൽ ഓഫീസ് തുടങ്ങിയപ്പോൾ പാലക്കാട്ടേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് മലയിറങ്ങി താഴോട്ട് വരാൻ തീരുമാനിച്ചിട്ടാണ് എറണാകുളം സോണൽ ഓഫീസിൽ വന്നത്. അന്ന് മുതൽ എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെയാണ് ഞാൻ കൃഷ്ണയെ കണ്ടിരുന്നത്. ഞാൻ കൃഷ്ണയെ മോൾഡ് ചെയ്യുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊന്നും പറയാനല്ല അത് പറഞ്ഞത്. ഒന്നുമില്ല. കഴുത്തിലൊരു രുദ്രാക്ഷം കെട്ടിയിട്ട് ഒരു അരക്കയ്യൻ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന കൃഷ്ണ ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ പച്ച പിടിച്ച് നിൽപ്പുണ്ട്. അത്ര വിനയവാനായിരുന്നു. വൈകിട്ട് യൂണിയൻ ഓഫീസിൽ വരും. ലിറ്റിൽ ഷെണായിസിൻ്റെ മുമ്പിൽ ഉള്ള ചെറിയ യൂണിയൻ ഓഫീസാണ് അന്ന് SPTയുടെ AKBFൻ്റെ ജില്ലാ കമ്മിറ്റിയും AKBF തന്നെയും അവിടെയാണ്. കത്തുകൾക്ക് മറുപടി ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യും, അതിൻ്റെ കോപ്പി ഫയൽ ചെയ്യും. ഞാൻ കൃഷ്ണയിൽ നിന്ന് പഠിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുകയും പരാജയപ്പെടുകയും ചെയ്തൊരു കാര്യം പറയാം. വൈകിട്ട് കൃഷ്ണ എഴുന്നേറ്റ് പോകുമ്പോൾ ആ സീറ്റിൽ ഒരു പേപ്പർ ഉണ്ടാവില്ല മേശപ്പുറത്ത്. ഇന്നും അങ്ങനെ തന്നെയാണ്. കൃഷ്ണയുടെ മേശപ്പുറത്ത് ഒരൊറ്റ പേപ്പർ ഉണ്ടാവില്ല. ചുരുട്ടി കൂട്ടിയിട്ട് വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിലിട്ടിട്ടല്ല കേട്ടോ, അതതിൻ്റെ സ്ഥാനത്ത് അതൊക്കെ ഫയലാക്കിയിട്ടുണ്ടാവും. ആവശ്യമുള്ളപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് രേഖകളെടുക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയൻ്റെ പ്രവർത്തനത്തിൽ പടിപടിയായി, AKBFൻ്റെ പ്രവർത്തനത്തിൽ പടിപടിയായി മുന്നോട്ട് പോയി ജില്ലാ സെക്രട്ടറി, സോണൽ സെക്രട്ടറി, SPT യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വരെ ആയിട്ട്, പിന്നീട് ലയനം, അതൊക്കെ ഇവിടെ പറഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ലയനത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന പോരാട്ടങ്ങളിൽ കേരളത്തിൽ നടന്നതുപോലെ SPTയിൽ നടന്നതുപോലെ ഒരു ഉശിരുള്ള പോരാട്ടം
ഒരു അസോസിയേറ്റ് ബാങ്കിലും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അസോസിയേറ്റ് ബാങ്കിലും നടന്നിട്ടില്ല. അത്രയ്ക്ക് ഉശിരൻ പോരാട്ടം ഇവിടെ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കേരള നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കി. പക്ഷെ സർക്കാരിൻ്റെ തീരുമാനങ്ങളെ 100% പുറകോട്ടടിപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. SBIയിലേക്ക് പോകേണ്ടി വന്നു. അവിടെ മൈനോറിറ്റി യൂണിയനായി. അവിടെ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരുന്നു ആ സംഘടന കൃഷ്ണയുടെ നേതൃത്വത്തിൽ. എന്തിന്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഈ മൈനോറിറ്റി യൂണിയൻ കഴിഞ്ഞ വർഷം അവിടെ ഒരു പണിമുടക്ക് നടത്തി. പണിമുടക്കരുത് എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. കാരണം അവിടെ പണിമുടക്ക് നടത്തിയാൽ പിന്നെ തുടർ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. മെജോറിറ്റി യൂണിയൻ മാനേജ്മെൻറ്റിൻ്റെ പക്ഷത്താ, ആൻറ്റി AIBA വികാരമുള്ളവരാ. പക്ഷെ അവിടെ കൗണ്ടറിലിരിക്കുന്ന ജീവനക്കാരെ പുറത്തേക്ക് കൊണ്ടുപോയി ഇടപാടുകാർക്ക് സേവനം കൊടുക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റാണ് ആവശ്യം, ഇതല്ല ബിസിനസ് കാൻവാസിങ് അല്ല, പുറത്തുള്ള ബിസിനസ് എന്ന രീതിയിലുള്ള മുദ്രാവാക്യമുയർത്തി അവിടെ ഒരു പണിമുടക്ക് നടത്താനുള്ള തൻ്റെ ഇടം കാണിച്ചതിൽ കൃഷ്ണയെ അഭിനന്ദിക്കുന്നു. അസോസിയേറ്റ് ബാങ്കുകളിലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അപ്പോൾ അവരൊക്കെ എത്തി AIBയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയി. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടൊക്കെ ഇവിടെ പലതും പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും ഇനി പോകുന്നില്ല. അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ അങ്ങേയറ്റം വിലമതിക്കുന്നു. തുടർന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആരോഗ്യവും അതിനുള്ള സമയവും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നന്ദി. ലാൽ സലാം. ഇനി സംസാരിക്കുന്നതും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുൻകാലത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. AIBയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്ന സഖാവ് PP വർഗീസ്, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ AIBയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സഖാവ് PP വർഗീസ് ദീർഘകാലം ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. യോഗാധ്യക്ഷൻ സഖാവ് കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ, CHU അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, സഖാവ് കൃഷ്ണയെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകത ഇവിടെ പറഞ്ഞതിനപ്പുറം ഒരു നേതാവ് റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കാലാവധിയൊക്കെ തീരുമ്പോൾ, സർവീസിൽ നിന്ന് പിരിയുമ്പോൾ വീണ്ടും നിരവധി നേതാക്കളെ വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മഹത്വമായി കാണുന്നത്. സഖാവ് കൃഷ്ണ വളരെ വിജയകരമായി ആ ദൗത്യം നിർവഹിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരിയേറെ നേതാക്കളെ ഈ കാലയളവിൽ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പ്രവൃത്തിയെടുത്ത മേഖലയിൽ തൻ്റേതായ ശൈലി അത് വളർത്തുന്നതിനും ആ ശൈലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്യാനും തയ്യാറായി അതിനുവേണ്ടിയുള്ള ഒരു ത്യാഗ മനസ്ഥിതിയോടുകൂടി പ്രവർത്തിക്കുന്ന സഖാവ് കൃഷ്ണയെയാണ് എനിക്കിവിടെ ഓർമ്മിക്കാനുള്ളത്. സഖാവ് കൃഷ്ണയുടെ പ്രവർത്തനങ്ങളെ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിനും
കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലം അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും തുടരും എന്നാണ് വിശ്വസിക്കുന്നത്. സഖാവ് കൃഷ്ണയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ഐശ്വര്യവും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. സഹാക്കളെ, നമ്മളോട് ഇനി സംസാരിക്കുന്നത് ABOയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് MD ഗോപിനാഥാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു, പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നമ്മൾ അന്നും എന്നും നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്ന സഖാവ് MD ഗോപിനാഥ് സംസാരിക്കും. സഹാക്കളെ, ഇന്ന് സഖാവ് കൃഷ്ണയ്ക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടുള്ള ഈ യോഗത്തിൽ തീർച്ചയായും പങ്കെടുക്കണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. 3 വർഷക്കാലം പാലക്കാട് വിക്ടോറിയ കോളേജിൽ BSc ഫിസിക്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളധികം കാണാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ക്ലാസ്സിൽ എൻ്റെ അറിവിൽ ഞാനും അധികം കയറാറുണ്ടായിരുന്നില്ല. കൃഷ്ണയും അതുപോലെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് കൃഷ്ണയെ കാണുന്നത് ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് ഞങ്ങൾ വീണ്ടും പരിചയം പുതുക്കുന്നത്. സന്ദർഭവശാൽ പിന്നീട് പാലക്കാടിൻ്റെ ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി ഞങ്ങൾ ഒരുമിച്ച് AKBFൻ്റെ സെൻട്രൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന അവസരമുണ്ടായി. എന്നും സഖാവ് കൃഷ്ണയുടെ പ്രവർത്തന രീതി നോക്കുമ്പോൾ ഒരു സുഹൃത്തും സഹപാഠി എന്നുള്ള നിലയ്ക്ക് എന്നും അഭിമാനവും പ്രചോദനവുമായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ആൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും ഒരു സുഹൃത്തിനെ പോലെ അദ്ദേഹം ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു. ആകസ്മികം എന്ന് പറയട്ടെ, ഒരേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി, ഞാൻ ആൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായി. 11ാം ഉയർച്ചി കരാർ ബോംബെയിൽ ഒപ്പിടുമ്പോൾ അദ്ദേഹം ABAയ്ക്ക് വേണ്ടി ഒപ്പിടാൻ അവിടെ ഉണ്ടായിരുന്നു. 8ാം ജോയിൻറ്റ് നോട്ട് ഒപ്പിടാൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ബോംബെയിലുണ്ടായിരുന്നു എന്നുള്ളതും സന്തോഷം തരുന്ന കാര്യം. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായും എന്നെയൊക്കെ വളരെയധികം പ്രചോദനം തന്നിട്ടുള്ള കാര്യം നേരത്തെ ഇവിടെ സഖാവ് ജോണി സംസാരിക്കുമ്പോൾ പറഞ്ഞു. മെർജറിൻ്റെ സമയത്ത്, അസോസിയേറ്റ് ബാങ്ക് മെർജറിൻ്റെ സമയത്ത് ഇത്രയും സംവിധാനത്തിനോട് പോരാടിക്കൊണ്ട് വലിയൊരു പോരാട്ടമാണ് അസോസിയേറ്റ് ബാങ്ക് മെർജറിന് അഗേൻസ്റ്റ് സഖാവ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ SBT എംപ്ലോയീസ് യൂണിയൻ ഇവിടെ നടത്തിയത്. അതിനുശേഷം മെർജറിന് ശേഷവും SBIയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരു ട്രേഡ് യൂണിയൻ എങ്ങനെയാണ് ഒരു ബാങ്കിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം സഖാവ് കൃഷ്ണ കാഴ്ചവെച്ചു. തീർച്ചയായും നമുക്കെല്ലാം പ്രവർത്തനത്തിന് ഊർജം പകരുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ആൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടും പാലക്കാടിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഞാനൊരു പാലക്കാട്ടുകാരനാണ്. വീണ്ടും കണ്ടുമുട്ടാനുള്ള അവസരങ്ങളുണ്ടാവും എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും വ്യക്തിപരമായും ആൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷനും വേണ്ടിയും ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സഖാക്കളെ, എല്ലാ സഖാക്കളും അകത്തേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സാധാരണ ഫോർമാറ്റിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നമ്മുടെ ആശംസാ പ്രസംഗങ്ങൾ തുടരും. എന്നാൽ അതിനു മുമ്പ് സഖാവ് KS കൃഷ്ണ
ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. ജില്ലാ ഭാരവാഹികളും മറ്റ് സഖാക്കളും ഈ ഭക്ഷണം കഴിച്ചവർ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹാളിനുള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ സഖാക്കളും ഹാളിൽ കടന്നിരിക്കേണ്ടതാണ്. സഖാവ് KS കൃഷ്ണ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. കോംറേഡ്സ്, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരുടെ അവസ്ഥയും ഇവിടെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് എടുത്താൽ മതി. കുറേ പേര് അകത്താണ്. അത് ഇന്ന സമയത്ത് ഇന്നാൾ സംസാരിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞില്ല. അത് അവരുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്, വിഷയമില്ല. അപ്പോൾ ഏറെ സന്തോഷമുള്ളത് ഇന്നേ ദിവസം ഇത്രയും സഖാക്കൾ ഇവിടെ വന്നത് സഖാവ് TKVയോടുള്ള ആ ആഭിമുഖ്യം കൊണ്ട് മാത്രമാണ് ഞാൻ കരുതുന്നു. ആ മുല്ലപ്പൂമ്പടിയിൽ എനിക്കും കൂടി അതിൻ്റെ ആനുകൂല്യം ലഭിച്ചു. സഖാക്കളുടെ എത്തിച്ചേർന്നു. ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, കടപ്പാടുണ്ട്. ഈ സന്ദർഭത്തിൽ ഒരുപാടൊന്നും പറയാനും നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന സഖാക്കളൊക്കെ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഫ്രം അവർ മൈൻഡ്സ്. നമ്മൾ പരസ്പരം അറിയുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം സഖാക്കളോട് ചരിത്രം ഒന്നും പറയേണ്ട വിഷയമില്ല. ബിക്കോസ് അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് ബിറ്റ്വീൻ അവർ മൈൻഡ്സ്, എമംഗ് അവർ മൈൻഡ്സ്. അത് നമുക്ക് തുടരണം, ശക്തമായിട്ട് മുന്നോട്ട് പോകണം. നമ്മളൊക്കെ ഒരു കോമൺ കോസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഖാക്കളാണ്. ആ കോസിന് അത്തരം സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങൾക്ക് വിരാമമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്കാണ് നമ്മളിതിനെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുള്ളത്. 85 ആണ് പരീക്ഷ എഴുതുന്നത്, 86 പ്രവേശിക്കുന്നത്, 86 തിരഞ്ഞെടുക്കപ്പെടുന്നത് ടെസ്റ്റ് ഇൻ്റർവ്യൂ. പക്ഷെ അപ്പം തന്നെ ഒരു അനുഭവം ഉണ്ടായി. ബാങ്കിൽ പ്രവേശിപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നയമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് നയം. ചെലവ് ചുരുക്കണം, ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കണം. അതുകൊണ്ട് ബാൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള നയം അന്ന് കൊണ്ടുവന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ്. അപ്പോൾ നേരിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എന്താ മാർഗം? അപ്പോൾ മനസ്സിലാക്കുന്നു, കത്ത് ലഭിക്കുന്നു. SBT എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ കത്ത് ലഭിക്കുന്നു. ഇങ്ങനെ വിഷയമുണ്ട്, അതിൽ സംഘടന എന്ന നിലയ്ക്ക്, ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനു വേണ്ടി പോരാടാൻ പോകുന്നു, ഈ വിഷയം ഉന്നയിക്കാൻ പോകുന്നു. അതിൽ ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് ലഭിക്കുകയും പാലക്കാട് ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്കിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ SBT എംപ്ലോയീസ് യൂണിയൻ എന്നുള്ള നാമധേയം മനസ്സിലാക്കാനും, അന്ന് മല്ലികയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മുഖം. V. മുരളികുമാർ അന്ന് പാലക്കാട് AKBF ജില്ലാ സെക്രട്ടറി, SBTയുടെ സോണൽ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം. പ്രവർത്തകരെ കാണുന്നുണ്ട്, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആ യോഗത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ ആളാണ് കേട്ടോ ഞാൻ. ചോദ്യം ചെയ്ത് അങ്ങനെ മനസ്സിലാക്കി സംഘടന മുന്നോട്ട് പോയി. ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തു. ആ വർഷം ഡിസംബർ 16 ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തു. ആ പണിമുടക്കിൻ്റെ മുന്നോടിയായിട്ട് അന്ന് ജനാർദ്ദൻ പൂജാരി മന്ത്രി, NE ബലറാം രാജ്യസഭയിലുണ്ട്, അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു പരിഹാരം വരുന്നുണ്ട്. ധനകാര്യമന്ത്രി വാഗ്ദാനം നൽകുന്നു. അങ്ങനെ 513 പേര് SBTയിൽ, 70 പേര് SBIയിൽ, ബാക്കി അസോസിയേറ്റ് ബാങ്കിൽ, എല്ലാവർക്കും പ്രവേശിക്കാനുള്ള അവസരം ലഭിച്ചത് SBT എംപ്ലോയീസ് യൂണിയൻ ആണ് എന്നുള്ളത് മനസ്സിൽ പതിഞ്ഞു. ജോലിക്ക് പ്രവേശിക്കുന്ന മുമ്പ് തന്നെ ജോലിയിൽ പ്രവേശിച്ചു. ജോണി പറഞ്ഞു ഏലപ്പാറ. കൺഫർമേഷൻ ആകുന്നതിന് മുമ്പ് SBT എംപ്ലോയീസ് യൂണിയൻ്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ നിന്ന് നിയോഗിക്കപ്പെട്ട ഡെലിഗേറ്റ് ഞാനായിരുന്നു. കോഴിക്കോട് നടക്കുന്ന സമ്മേളനം. പോൾ കാക്കശ്ശേരി ജനറൽ സെക്രട്ടറി, ചന്ദ്രശേഖരനാണ് സെക്രട്ടറി, മുരളി അടക്കമുള്ള
പ്രവർത്തകരൊക്കെ അവിടെയുണ്ട്. എല്ലാവരും കാണാൻ കഴിയുന്നു, വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ കഴിയുന്നു, കമ്പാഷൻ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നു, ട്രാൻസ്ഫറാണ് നമ്മുടെ സ്വന്തം അജണ്ട, അതൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും സംഘടന മനസ്സിലാക്കാനും ആ സമയത്ത് 5th ബൈപ്പാർട്ടേറ്റ് പശ്ചാത്തലത്തിൽ ബെഫിയുടെ വലിയ ആക്രമണങ്ങൾ, പ്രചരണങ്ങൾ, സംഘടന അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ വന്നപ്പോൾ കാര്യങ്ങൾ കേട്ട് മാത്രം അങ്ങനെ സ്വീകരിക്കേണ്ടല്ലോ. അപ്പം പഠിക്കണമെന്ന് തോന്നി. ബെഫിയുടെ വലിയ പ്രചാരകരൊക്കെ ബ്രാഞ്ചിൽ വന്നു, വലിയ വായിൽ സംസാരിക്കുന്നു. അപ്പോൾ പഠിക്കണമെന്ന് തോന്നി, പഠിക്കാൻ തുടങ്ങി. പിന്നീട് 89 എറണാകുളത്ത് വന്നു. ഈ ഇരിക്കുന്ന നേതാക്കളൊക്കെ വളരെ ഹ്രസ്വ വാക്കുകളാണ് പറഞ്ഞുവെങ്കിലും അവരുടെ ജീവിതമാണ് എൻ്റെ അനുഭവ പാഠം. കെ ശ്രീനിവാസൻ AKBF ജനറൽ സെക്രട്ടറി, അന്ന് ബൈപ്പാർട്ടേറ്റ് 5th ബൈപ്പാർട്ടേറ്റിൻ്റെ പൂർത്തീകരണം നടക്കുന്ന വേളയിൽ ബോംബെയിൽ നിന്ന് ചർച്ച കഴിഞ്ഞ് വന്ന് ആദ്യം വരുന്ന യൂണിയൻ ഓഫീസിൽ, എറണാകുളത്ത് ഷേണാസ് തിയേറ്ററിനടുത്തുള്ള ചെറിയ ഓഫീസിൽ അവിടെ വരുന്നു. നേതാക്കളെ, ജോണി ഉണ്ട് അവിടെ, അവരോട് കാര്യങ്ങൾ പറയുന്നു, മറ്റ് നേതാക്കളെ ഫോണിൽ വിളിച്ച് പറയുന്നു, ഒരു സർക്കുലർ എഴുതുന്നു. എന്നതിന് ശേഷം അദ്ദേഹം വീട്ടിൽ ചെല്ലുള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ പഠിച്ചത് അന്ന് മുതൽ. പിന്നീട് 6th ബൈപ്പാർട്ടേറ്റ് സമയത്ത് ബൈപ്പാർട്ടേറ്റിൻ്റെ കാൽക്കുലേഷൻസൊക്കെ നടത്താൻ വേണ്ടി എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ രീതിയൊക്കെ എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാൽക്കുലേഷൻസ്, ലോഡ് ഫാക്ടർ എന്താണ്. സോ ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. സോ അതൊരു അവസരം നമുക്ക് ലഭിക്കുകയാണ്. ടൈം അപ്പ് ടു വൈൻഡ് അപ്പ് പറഞ്ഞു, ഇവിടെ എഴുതിപ്പിക്കുന്നു. ജസ്റ്റിസ് VR കൃഷ്ണൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു. അവിടെ അദ്ദേഹം നൽകുന്ന ലോ ജേർണൽസും അദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ കൊണ്ടുവരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയായിട്ട് ബന്ധം, അങ്ങനെ പ്രൊഫസർ MK സാനു മാഷുമായിട്ട് ബന്ധം, അങ്ങനെ AKBFൻ്റെ ഒരു പ്രചാരകൻ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ വലിയ ഒരു അവസരം കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ നൽകി. സോ PM ജോസഫ് അന്ന് ഓർഗനൈസ് സെക്രട്ടറി, പിന്നീട് സെക്രട്ടറിയായി, പിന്നീട് ജനറൽ സെക്രട്ടറിയായി. ഒരുപാട് കഥകൾ പറയാൻ പറ്റും. എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു കഥ, 2002 വലിയ പാർലമെൻറ്റ് മാർച്ച്, കലക്ട്രേറ്റ് മാർച്ച്, ജോസഫ് ഏട്ടൻ ജനറൽ സെക്രട്ടറി. കലക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന PKV ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന, ഞാൻ ഫോണിലൊക്കെ വിളിച്ചപ്പോൾ അദ്ദേഹം വിനയസമ്പന്നൻ. എന്നെപ്പോലുള്ള ഒരാൾ വിളിക്കുമ്പോൾ, ലാൻഡ് ലൈനിൽ വിളിക്കുമ്പോൾ വരാമെന്നേറ്റു. ഇന്നത്തെ ടെക്സ്റ്റിംഗ്, മെസ്സേജ്, ഇമെയിൽ ഒന്നുമില്ലല്ലോ. അദ്ദേഹം ഏറ്റു, വന്നു ഗംഭീരമായി. അതിനുശേഷം ഞങ്ങൾ കലക്ടറെ കാണുന്നു. കലക്ടറിൻ്റെ പ്രതികരണം, വൈ യു ആർ ഗിവിങ് എ മെമ്മറാണ്ടം ടു അസ്, യു ആർ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ഇൻ ദ ബാങ്ക്, വിഷയം NPA ആണ്, യു ഓൺലി ക്രിയേറ്റഡ് ബാഡ് ലോൺസ്, ദെൻ യു ആർ കമ്മിങ് ടു മീ, ടു ദ ഗവൺമെൻറ്, യു ആർ ബ്ലെയിമിങ് ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ചാടിക്കൽ. ജോസഫ് ഏട്ടൻ ശാന്തനായിട്ടത് കേൾക്കുകയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പുറത്ത് വരികയാണ്. ദാറ്റ് വാസ് എ കോമ്രേഡ്, കൂളായിട്ട് വിഷയങ്ങൾ. അതൊരു ഇൻസിഡൻറ്റ്. അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഫെഡറൽ ബാങ്കിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് നമ്മളെല്ലാം കൂട്ടായാണ് തീരുമാനങ്ങളൊക്കെ പറയുമെങ്കിലും ജനറൽ സെക്രട്ടറി എന്ന ആൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ മുരളീധരൻ പിള്ള ജനറൽ സെക്രട്ടറി, മാത്യു ജോർജ് ജനറൽ സെക്രട്ടറി, എൻ്റെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആണ് ഇവിടെ ഇരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിലിറ്റി റോള് ജനറൽ സെക്രട്ടറിക്കുണ്ട്. അത് അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. അത് വർഷങ്ങളായി സമരങ്ങൾ, അനിശ്ചിതകാല പണിമുടക്കുകൾ നടത്തി, മാനേജ്മെൻറ്റ് അറ്റാക്ക് ഒക്കെ നടത്തി നേരിട്ട സഹായം. അത് വലിയ അനുഭവ പാഠമാണ്. അദ്ദേഹം ജോസഫ് ഏട്ട എന്നാണ് ഞങ്ങൾ വിളിക്കാറ്, ജോസഫ് ഏട്ട, അങ്ങനെയൊക്കെ വിളിക്കാൻ ആക്സസ്. ഇവരൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു പാഠങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ വന്നത്. അന്ന് ഞങ്ങളെ കണ്ട കലക്ടറാണ് ഇന്ന് കഴിഞ്ഞ ആഴ്ച അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ജ്ഞാനേഷ് കുമാർ എന്നുള്ള പുതിയ ഇലക്ഷൻ കമ്മീഷണർ. അതൊരു ചരിത്രം, ഒരു രസകരമായ അനുഭവം. സോ ജോണി, കാര്യങ്ങൾ പഠിക്കുക, വ്യക്തമായിട്ട് പറയുക. സഖാക്കൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നു അദ്ദേഹം വളരെ റഫായിട്ട് ഡീൽ ചെയ്യുന്നതാണ്.
ആളുകൾ സത്യസന്ധമില്ലെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും, നല്ല പരിഹരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് അതിന് വ്യക്തത വരുത്തി അതിന് പരിഹാരം, കമ്മ്യൂണിക്കേഷനിൽ വ്യക്തത. ഒരിക്കലും നമ്മുടെ PTBയുടെ മകൻ യു സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് PSC മെമ്പറൊക്കെ ആയിരുന്നു. യു സുരേഷ് SBT തന്നെയായിരുന്നു. കേരളത്തിലെ ആ കാലഘട്ടത്തിലുണ്ട ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ VJ ജോണിയാണെന്ന് സുരേഷും പറഞ്ഞിട്ടുണ്ട്. സോ സച്ച് വാസ് ഈസ് കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റി, വിഷയങ്ങളിൽ വ്യക്തത വരുത്തൽ. അദ്ദേഹമാണ് വേറൊരു ഗുരുസ്ഥാനിയൻ, ഒരു മാതൃക. CD ജോസൻ ഇത്രയും സ്നേഹസമ്പന്നൻ, എല്ലാവരുമായിട്ടും വലുപ്പ ചെറുപ്പമില്ലാതെയുള്ള ഇടപെടൽ, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകൽ. ഇന്നിപ്പോൾ നമുക്ക് യുവാക്കൾ പല സംഘടനകളും ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ വി ആർ ഇൻഡറ്റഡ് കോമ്രേഡ് CD ജോസൻ. 2014 കാലഘട്ടത്തിൽ നടന്ന യുവസമ്മേളനം യുവാക്കളെ പ്രത്യേകമായിട്ട് സവിശേഷമായിട്ട് സംഘടിപ്പിക്കണമെന്ന വിധത്തിൽ AIB എടുക്കുന്ന ഒരു വലിയ മുൻകൈ. അന്ന് നമ്മുടെ 10th ബൈപ്പാട് നടക്കുന്ന കാലഘട്ടം, വലിയ കള്ളപ്രചരണമൊക്കെ എതിരാളികൾ അയച്ചുവിടുമ്പോൾ യൂത്തിനടക്കി, അന്ന് സോഷ്യൽ മീഡിയയൊക്കെ പച്ചപിടിച്ച് വരുന്ന ഘട്ടമാണ്. അപ്പോൾ യൂത്തിനെ സവിശേഷമായിട്ട് സംഘടിപ്പിച്ചു പോകണമെന്നുള്ള ദേശീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് അവരെയൊക്കെ ഒരുമിച്ച് ഹൈദരാബാദിൽ ചെന്ന് കൊണ്ടുപോയി അവരൊപ്പം സഞ്ചരിച്ച് അതിൽ സംസ്ഥാനത്ത് ഇന്ന് ഏത് യൂണിയൻ്റെയും ലീഡർഷിപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ 80% യുവാക്കൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണം പ്രദാനം ചെയ്തത് CD ജോസനാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മുൻനിര നേതാക്കൾ ബാലാജി, PS ബാലൻ, ഇത്രയും സ്നേഹസമ്പന്നനായ സാധാരണക്കാർക്ക്, സാധാരണ സഖാക്കളെ തോളിൽ കൈയിട്ട് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന യുവാക്കളെ, അന്ന് ഞാനൊക്കെ യുവാവാണ്, എന്നെയൊക്കെ യൂണിയൻ ബാങ്കിൻ്റെയും AKBFൻ്റെയൊക്കെ ഏത് പരിപാടിക്കും വിളിക്കുന്ന, പങ്കെടുപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഒഫീഷ്യൽ ചർച്ചയിലും കൂടി പങ്കെടുപ്പിക്കുന്ന വിധത്തിൽ കൊണ്ടുപോകുന്ന സഖാവ്. വലിയ മാതൃകയുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് വിത്തിൻ 2 days ഹി വെൻറ്റ് ടു ആൻ ഓർഗനൈസേഷണൽ വർക്ക്. 96 അദ്ദേഹം വിരമിക്കുന്ന ദിവസം ബാങ്കിലല്ല, അദ്ദേഹം AIBS സുവർണ ജൂബിലി സമ്മേളനം കൽക്കട്ടയിലാണ് പങ്കെടുക്കുന്നത്. സോ സച്ച് ഈസ് ദ കോൺട്രിബ്യൂഷൻ നമ്മുടെ നേതാക്കൾ. അങ്ങനെ ഓരോ നേതാക്കളും, ഇവിടെയുള്ള നേതാക്കൾ പേരെടുത്ത് ഞാൻ പറഞ്ഞു പോയാൽ ഒരുപാട് സമയമെടുക്കും എന്നറിയാം. ഭാഗവതത്തിൽ ഒരു പ്രസക്തമായ ഭാഗമുണ്ട്. അവധൂതനായി നടക്കുന്ന ഒരു സന്യാസിയാണ്. സന്യാസിയുടെ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നു. നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എങ്ങനെയാണ് അങ്ങനെ ആയത്, ഒന്നും വേണ്ട എന്ന്. എനിക്ക് അനേകം ഗുരുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രകൃതി, പശു, പക്ഷി, മൃഗാദികളാണ് ഗുരുക്കന്മാരെന്ന വിധത്തിലൊരു വലിയ വിശദീകരണമുണ്ട്. അതൊക്കെ എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മുടെ ഈ നേതാക്കൾ. ഈ പ്രസ്ഥാനം ഒക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രസ്ഥാനം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ എന്നെ ആകർഷിച്ച വലിയൊരു വിഷയം, ഞാനന്ന് രാമകൃഷ്ണ വിവേകാനന്ദ ലിറ്ററേച്ചറൊക്കെ വായിച്ച് സ്വാധീനം, അതിൻ്റെ വലിയ സ്വാധീനം. ക്രിക്കറ്റ് കളിക്കുന്ന ആളായിരുന്നു, ഹിന്ദു പേപ്പർ വായിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഭാഷ ഒക്കെ നമുക്കൊരു രസകരമായിട്ട് എടുത്തത്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ, ഇവിടെ വന്നതിന് ഐ ആം ഇൻ എ ലോഡ്ജ്. എൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, അവർ ഇവിടുന്ന് വിദേശത്തേക്ക് പോയി. ലോഡ്ജിലാണ് താമസം. യൂണിയൻ ഓഫീസിൽ വരും, വായിക്കാൻ തോന്നും, ആത്മീയ പാതയിലേക്ക് പോകണം തോന്നും. അപ്പോൾ ഞാൻ താമസിക്കുന്ന, വൈറ്റിലെ താമസിക്കുന്ന ലോഡ്ജിനടുത്തൊരു രാമകൃഷ്ണ മഠമുണ്ട്. അവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനാണ്. രാമകൃഷ്ണ വിവേകാനന്ദ ലിറ്ററേച്ചർ കോളേജ് സമയത്ത് തന്നെ സ്വാധീനിച്ച വ്യക്തിയാണ്. സോ ത്യാഗ, സേവ. ശ്രീരാമകൃഷ്ണ എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ മാത്രമാണല്ലോ. ഹി പ്രാക്ടീസ് ഹിന്ദുയിസം, ഹി പ്രാക്ടീസ് ഇസ്ലാമിസം, ഹി പ്രാക്ടീസ് ക്രിസ്ത്യാനിറ്റി. എല്ലാം ഒന്ന് തന്നെ എന്ന വിധത്തിൽ
പ്രിസെപ്റ്റും പ്രാക്ടീസും ഉള്ള വ്യക്തി ആയിട്ടാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. സ്വാമി വിവേകാനന്ദയെക്കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ടതില്ലല്ലോ. 38 വയസ്സ് കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയ സ്വാധീനങ്ങൾ, ആത്മവിശ്വാസം, ധൈര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് സ്വാമി വിവേകാനന്ദൻ്റെ 100th ഒരു ആനിവേഴ്സറി വരുന്നുണ്ട്. 1903 ബർത്ത് ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ലിറ്ററേച്ചർ ഓഫ് വിവേകാനന്ദ ഒക്കെ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവരും. എനിക്ക് ലോഡ്ജിൽ വെക്കും. കുറച്ച് പുസ്തകങ്ങൾ 8 വോളിയുമുണ്ട്. യൂണിയൻ ഹൗസിൽ കൊണ്ട് വെക്കും വായിക്കാൻ വേണ്ടി. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ടത്, സഹോ ശ്രീനിവാസൻ എനിക്കൊരു സെറ്റ് വേണം, സഹോ VJ ജോണി എനിക്കൊരു സെറ്റ് വേണം, വാങ്ങിച്ചു തരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ എന്നെ സ്വാധീനിച്ചു. അങ്ങനെ അപ്പോൾ എല്ലാവരും എല്ലാം ചിന്താഗതിയും ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്നുള്ളൊരു ഇംപ്രഷൻ അന്ന് മുതൽ വന്നു. അത് പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണ്, ഇവരുടെ ഈ വ്യക്തികളുടെയും മഹത്വമാണ്. അങ്ങനെ തുടങ്ങി ആരംഭിച്ച ആ അസോസിയേഷൻ, ആ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതം ഷേപ്പ് ചെയ്യുന്നതിൽ, എൻ്റെ സ്വഭാവം ഷേപ്പ് ചെയ്യുന്നതിൽ, എൻ്റെ ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനാണ് എന്ന് മരിക്കുന്നത് വരെ അതിനപ്പുറം പറയാൻ എനിക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ തർക്കമേ ഇല്ല. അതൊരു അത്യുക്തിയോ അതിശയോക്തിയോ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ. അത്യുക്തിയും അതിശയോക്തിയും ഒന്നും. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. സോ AIBA എന്നുള്ള നമ്മളെ ഷേപ്പ് ചെയ്യുന്നു. ഈ അവസാന കാലഘട്ടത്തിലും കഴിഞ്ഞ 7 വർഷത്തിൽ കാലയളവിൽ SBA നടന്ന പോരാട്ടങ്ങൾ, നമ്മുടെ സഖാക്കൾ SBA നമ്മുടെ സഖാക്കൾ ഇവിടെ വേദിയിലുണ്ട്. ഞങ്ങളുടെ പ്രസിഡന്റ് സഖം സുരേഷ് കുമാറുണ്ട്, അനിൽകുമാറുണ്ട്, സന്തോഷ് സുഭാഷ് അടക്കമുള്ള നേതാക്കൾ. ഇതൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. നിരവധി പ്രവർത്തകരും ഇവിടെയുണ്ട്. എന്ത് വന്നാലും നേരിടും. മെമ്മോ തന്നാൽ എല്ലാവർക്കും മെമ്മോ കൊടുത്തു. ഉള്ള മെമ്പർമാർക്ക് എല്ലാവർക്കും ഇല്ലീഗൽ സ്ട്രൈക്ക് നടത്താൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് മെമ്മോ കൊടുത്തു. LHOൻ്റെ മുമ്പിൽ ധർണ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വലിയൊരു കടലാസ് തന്നു. നടത്തിയതിന് ശേഷം വേറൊരു കടലാസ് തന്നു. പണിമുടക്ക് നടത്തിയതിനു ശേഷം വീണ്ടും കടലാസ് കൊടുക്കുന്നു. അച്ചടക്ക നടപടി എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം. അപ്പുറത്ത് കൗരവരാണ്, അനേകം പേരുണ്ട്. നമ്മൾ 5 പേരേ ഉള്ളൂ പ്രതീകാത്മകമായിട്ട്. പക്ഷെ നമ്മളെ നയിക്കുന്ന ധർമ്മബോധം എന്ന് പറയുന്ന ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്നുള്ള പഞ്ചാക്ഷരി നമ്മുടെ രാജ്മോഹൻ നായർ ഉച്ചത്തിൽ വിളിക്കുന്ന AIBEA അതാണല്ലോ. അപ്പം അത് ആ ധൈര്യമാണ് ആ പണിമുടക്കം നടത്താനും ഒക്കെയുള്ള ധൈര്യം പ്രദാനം ചെയ്യുന്നത്. 37 വർഷത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് അഭിമാനമുണ്ട്. 87 ബാങ്കിൽ പ്രവേശിക്കുന്ന വേളയിൽ 50,000 ബാങ്ക് ജീവനക്കാർ പങ്കെടുക്കുന്ന ഹെൽത്ത് ഓഫ് ബാങ്ക് ഇൻഡസ്ട്രി ക്യാമ്പയിൻ ഞാൻ അറിഞ്ഞു. പിന്നീടാണ് കൂടുതൽ മനസ്സിലാക്കുന്നില്ല. കയറി വരുമ്പോൾ ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കുന്നല്ലോ. 1987 മാർച്ച് 27 50,000 ബാങ്ക് ജീവനക്കാർ പങ്കെടുക്കുന്ന വലിയ മാർച്ച്, പാർലമെൻറ്റ് മാർച്ച്, ഹെൽത്ത് ഓഫ് ബാങ്ക് ഇൻഡസ്ട്രി ക്യാമ്പയിൻ, ABG നായർ തയ്യാറാക്കിയ ബുക്ക്ലെറ്റ് പിന്നീട് മനസ്സിലാക്കിയതാണ്. ആ സമയത്തൊക്കെ പബ്ലിഷ് ചെയ്തതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ ABG വാസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. AK മേനോൻ ലേബർ ലൈഫിലേക്ക് പ്രവേശിക്കാൻ മുഖ്യ കാരണം AK മേനോൻ. അവിടെ വരുമ്പോൾ സുസ്മേരവദനൻ ജുബ വസ്ത്രധാരി അവിടെ വന്നിരിക്കും, കാര്യങ്ങൾ പറയും, എന്നെക്കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെ ലേബർ ലൈഫിൻ്റെ എഡിറ്റർ വരെ ആക്കാൻ സംഘടനയ്ക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. അതും ഒരു അനേകം വർഷങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു. അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ. പുത്തൻ സാമ്പത്തിക നയങ്ങൾ 90 മുതൽ 87, 88 അതാണ് ആ കാലഘട്ടത്തിൽ. 88 രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിനെതിരെ ഒരു ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചപ്പോൾ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. VJ ജോണി വിവിധ കേന്ദ്രങ്ങളിൽ പോയിട്ട് പ്രസംഗിച്ചത്. കാരണം സംഘടനയ്ക്കകത്ത് വിമർശനമുണ്ട്. ഇത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കോൺഗ്രസ്സിനായിട്ടുള്ള പോരാട്ടമല്ലേ, നമ്മൾ പോണോ? ട്രേഡ് യൂണിയൻ പണിമുടക്കാണ്. പക്ഷെ വന്ന് 54 പണിമുടക്കിൽ പങ്കാളികളാകുമ്പോൾ ഇന്നൊരു പണിമുടക്ക് നടത്താൻ നമുക്ക് വലിയ പ്രയാസമുണ്ടോ? അത്ര കണ്ട് നമ്മുടെ ആശയപ്രചരണം, ബോധവൽക്കരണം, സഖാക്കളുടെ ധാരണ, രാഷ്ട്രീയ ബോധമൊക്കെ 2024 എത്തി നിൽക്കുമ്പോൾ അത്ര കണ്ട് വളർന്നു എന്നതും ആ നടന്ന 54 പണിമുടക്കുകളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിലും വലിയൊരു ഭാഗ്യം. അതൊക്കെ ആശയപ്രചരണങ്ങളായിരുന്നു.
പങ്കെടുക്കൽ മാത്രമല്ല പ്രചരണത്തിലും ലീഡർഷിപ്പ് കൊടുക്കാനൊക്കെ കഴിഞ്ഞു എന്നതും വലിയൊരു 1991 ന്യൂ എക്കണോമിക് പോളിസി, മാനേജ്മെൻറ്റ് കമ്മിറ്റി, പ്രൈവറ്റൈസേഷൻ, ലോക്കൽ ഏരിയ ബാങ്ക് 1996, 1994 ബാങ്കിങ് ആക്ട് അമെൻമെൻറ്റ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. UFBU 96 ഈ കേരളത്തിലത് ആരംഭിക്കുന്ന പ്രാരംഭഘട്ടം മുതൽ എനിക്ക് വലിയ അവസരം ലഭിച്ചു അസോസിയേറ്റ് ചെയ്തു പോകാൻ. 3 ബാങ്കിൽ വേജ് ഫ്രീസ്, DA ഫ്രീസ്, യൂക്കോ ബാങ്ക്, 3 ബാങ്ക് അടച്ചുപൂട്ടണമെന്ന് ചേംബറുകളുടെ ആവശ്യം 98, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് 1997, വാജ്പേയി ഗവൺമെൻറ് കാലത്ത് 2000 33% നമ്മുടെ ഷെയർ ഹോൾഡിംഗ് കുറയ്ക്കണമെന്നുള്ള ബില്ല് അവതരിപ്പിക്കൽ പാർലമെൻറ്റിൽ. ഇവിടെയൊക്കെ സംഘടന AIBA നടത്തിയ എത്ര പണിമുടക്കുകൾ, പ്രതിരോധങ്ങൾ, പ്രതികരണങ്ങൾ. താരകേശ്വർ ചക്രവർത്തി പ്രോസിക്യൂഷൻ നടപടിയായിട്ട് വരുന്നത് ടാറ്റാസ്, JJ ഇറാനി, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്മൃതിയിൽ എപ്പോഴുമുണ്ട്. അതൊന്നും വകവയ്ക്കാതെ പോരാടാനും പിന്നെയും വീണ്ടും ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റ് ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഓൺലി AIBA. അത് വലിയ ചരിത്രമല്ല. 2004 ഇന്ത്യ ഷൈനിങ്, 2003 ഷൈനിങ് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ വലിയ പ്രചരണം അന്നത്തെ ഗവൺമെൻറ്. പിൽക്കാലത്ത് 2016 PS ശ്രീധരൻപിള്ളയെ കാണുമ്പോൾ SBT സംരക്ഷണ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് PS ശ്രീധരൻപിള്ള, അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റ്, അദ്ദേഹത്തിന് ചെന്ന് കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് 2003 കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ ബാങ്ക് യൂണിയൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ, അതാണ് അന്നത്തെ വാജ്പേയി ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയുന്നത്. നമുക്ക് തന്നെ അത്ഭുതമാണ്. നമ്മൾ നടത്തിയ അതാണ് അവരുടെ അസസ്മെൻറ്റ്. ലയനങ്ങൾക്കെതിരായുള്ള വലിയ പോരാട്ടം, UPA 1 വലിയ സ്വാധീനം ലെഫ്റ്റ് പാർട്ടീസിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ആ സ്വാധീനം പോയപ്പോൾ വിത്തിൻ 2 days സൗരാഷ്ട്ര ഈസ് ഗോൺ. ലയനം ഇൻഡോർ പോകുന്നു. എന്നിരിക്കലും ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ 10% എന്നുള്ള ക്യാപ്പ് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു നീക്കം, വി വിൽ റിമൂവ് ഇറ്റ്. പ്രൈവറ്റ് സെക്ടറിൽ ഷെയർ ഹോൾഡിംഗ് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുമെന്ന് വന്നപ്പോൾ ഇറ്റ് വാസ് ഓൺലി AIBA. അത് CHV എപ്പോഴും പറയാറുണ്ട്. പ്രഭാത് മുഖർജി, ഗുരുദാസ് ദാസ് ഗുപ്തയും കൂട്ടി CHV പ്രഭാത് മുഖർജിയെ കാണുന്നു. അങ്ങനെ നടത്തിയ സംഭാഷണത്തിൽ 3 മിനിറ്റ് സംഭാഷണം, മന്ത്രിമാരല്ലേ, അങ്ങനെയാണ് അൺലിമിറ്റഡ് വോട്ടിംഗ് റൈറ്റ് എന്നത് നിജപ്പെടുത്തിക്കൊണ്ട് ഇറ്റ് ബിക്കേം 26% ഓൺലി AIBA. അങ്ങനെ എത്ര ഇൻ്റർവെൻഷൻസ്. 2014-15 ഗ്യാൻ സംഘം അത് എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് പുതിയ സാമ്പത്തിക നയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മാറ്റിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഒക്കെ ഇടപെടുന്നത് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ. ലയനം വലിയൊരു നയമായിട്ട് കൊണ്ടുവന്നു. കൂട്ടി ലയിപ്പിച്ച് ദേശീയ ആഗോള ബാങ്ക് ആക്കണം, 5 ട്രില്യൺ എക്കോണമി ആക്കും, ക്രെഡിറ്റ് ടു GDP റേഷ്യോ വർദ്ധിപ്പിക്കും എന്നായിരുന്നു തിയറി. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് 8500 ശാഖകൾ പൂട്ടപ്പെട്ടു പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ. 23,000 ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തു ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ. മാർക്കറ്റ് ഷെയർ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നൗ ഇറ്റ് ഈസ് 59%. അപ്പോൾ അന്ന് ലയനത്തിനെതിരായി നടത്തിയ പോരാട്ടത്തിൻ്റെ അന്തസ്സത്ത ആശയം ഇപ്പോഴും പ്രസക്തമാണ് എന്ന് നമ്മൾ തെളിച്ചുകൊണ്ടിരിക്കും. സോ AIBA ഈസ് റൈറ്റ്, AIBA ഈസ് ഓൾവേസ് റൈറ്റ് എന്ന വിധത്തിൽ നമുക്ക് നിലപാടെടുക്കാനും ഒക്കെ കഴിയുന്നത് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനുമാകട്ടെ. CH വെങ്കടാചലം തുടക്കത്തിലും പറഞ്ഞു, പകരം വെക്കാനില്ലാത്ത നേതൃസഖാവ്, സർവസ്വീകാര്യൻ. ഇന്നിപ്പോൾ യുണൈറ്റഡ് ഫാർമ ബാങ്ക് യൂണിയൻസിൻ്റെ കൺവീനർ എന്നൊക്കെ പറഞ്ഞ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ബാങ്ക് മാനേജ്മെൻറ്റുകളാകട്ടെ, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ആകട്ടെ, ഫിനാൻസ് മിനിസ്റ്റർ ആകട്ടെ കാതോർക്കുന്ന ഏക ശബ്ദം ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CH വെങ്കടാചലത്തിന്. ആൻഡ് ഹീസ് എ റോൾ മോഡൽ. 24/7 എന്ന മാനേജ്മെൻറ്റ് നമ്മളെ ഓഫീസർമാർ ചാടിക്കുമ്പോൾ പണിയെടുക്കണമെന്ന് നമ്മൾ ഒരു ചാടിക്കാലും ഇല്ലാതെ ഹീ സെറ്റ് എ റോൾ മോഡൽ. ഹീസ് വർക്കിംഗ് ടൈം ലിമിറ്റേഷൻ. എന്തിനു വേണ്ടി? സഖാക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അതിലും ഒരു വലിയ മോഡൽ, ഹി അക്ലിമറ്റൈസ് ഓൾ ദ ന്യൂ ടെക്നോളജീസ്.
ഇത്ര കണ്ട ഒരു ട്രേഡ് യൂണിയനിൽ എല്ലാ ന്യൂ ടെക്നോളജീസിനെ അവലംബിക്കുന്ന വേറെ ട്രേഡ് യൂണിയൻ നേതാവ് ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ, ഇമെയിൽ, ഇൻ്റർനെറ്റ്, എവറിത്തിങ്. 12th ബൈറ്റ് പാർട്ടിൽ ഒപ്പിട്ട് വിത്തിൻ 1 hour എവറിത്തിങ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് അല്ലേ? ആ വിധത്തിൽ സംഘടനയുടെ ഒരു കെട്ടുറപ്പും സ്റ്റാച്ചറും സ്റ്റാൻഡിങ്ങും ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായിട്ട് നമ്മുടെ സംഘടനയിൽ ജനറൽ സെക്രട്ടറി എന്ന 2004 മുതൽ AIB ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അൺക്വസ്റ്റ്യൻഡ് അൺചാലഞ്ച്ഡ് ആയിട്ട് പോകുന്നു എന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ, ഗ്രേറ്റ് ക്വാളിറ്റി ഓഫ് എ ലീഡർ. ആ ഒരു ലീഡറിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് അസ്. SBIയിൽ പണിമുടക്ക് ആഹ്വാനം നൽകിയപ്പോൾ SBIയുടെ മാനേജിംഗ് ഡയറക്ടറാണ് CH വെങ്കടാചലത്തിനെ വിളിക്കുന്നത്. യു അഡ്വൈസ് യുവർ കോമറേഡ്, ഇറ്റ് വിൽ ബി എ ട്രബിൾ ഫോർ അസ്. ബട്ട് CHVക്ക് അറിയാം SBI മാനേജ്മെൻറ്റ് എന്താണെന്നറിയാം. വാട്ട് ഈസ് അഡ്വാൻറ്റേജസ് ടു ദ യൂണിയൻ യു ഡു എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. സംഘടനയ്ക്കും സഖാക്കൾക്കും വർക്ക് ഫോഴ്സിനും എന്താണോ അഭികാമ്യം അത് ചെയ്യണം. അത് മാനേജ്മെൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിലും നമ്മൾ AIB വഴങ്ങി കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അന്തസ്സോടുകൂടി നമുക്ക് നിൽക്കാൻ കഴിയുന്നു, തല ഉയർത്തി പിടിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ നേതൃസഖാവ് AIB ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ആ 6 വർഷക്കാലങ്ങളിലും ഇറ്റ് വാസ് എ വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസ് ഫോർ മീ. The way of his talking, his conversation, personal conversations, dealing with management. ചീഫ് ലേബർ കമ്മീഷൻ മുമ്പായി നിരവധി പ്രാവശ്യം അദ്ദേഹത്തിനൊപ്പം പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. The way he presents issues. 1 or 2 times he took me to Arun Jaitley, finance minister. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. സോ അതൊക്കെ വലിയ ലേണിംഗ് എക്സ്പീരിയൻസ്, അനുഭവം, അവസരം, അതൊക്കെ എനിക്കൊരു വലിയ സൗഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. അങ്ങനെ പറയാൻ പോയ ഇവിടെയുള്ള എല്ലാ സഖാക്കളും, പ്രദീപ്, ഇത്രയും സംശുദ്ധമായ ഒരു വ്യക്തിത്വം, ഏത് സമയത്ത് ഓടി നടക്കും, ഓടിയെത്തും, ഉപദേശിക്കും, വരും. കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു ദേശീയ മുഖമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്ന വലിയ മുഖം. ഇവരൊക്കെയാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വലിയ വലിയ സ്വാധീനങ്ങൾ. ഇരിക്കുന്ന യുവാക്കളൊക്കെ തന്നെയാണ് പുറകിലിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ട്രാൻസിഷൻ പറഞ്ഞു. ഇന്ന് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സഖാവ് 35 വയസ്സുകാരൻ സഖാവാണ്. 35 വയസ്സുകാരൻ സുജിത് രാജു. ആ വിധത്തിൽ നമ്മളൊരു വലിയ ട്രാൻസിഷൻ കേരളത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി 34 വയസ്സുകാരൻ സഖാവ് സന്ദീപ് നാരായണൻ. അങ്ങനെ ഏത് യൂണിയൻ എടുക്കുമ്പോഴും വലിയ നിര സഖാക്കൾ, യുവാക്കൾ വരുന്നു എന്നതും വലിയ സംതൃപ്തിയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഭാഗവതം ഞാൻ ഉദ്ധരിച്ചു. ഭാഗവതം ഒരു പുരാണമാണ്. എന്നാൽ ഈ ഭാഗവതത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത് ഐവിൻ ഡിസിൽവയോടാണ്. ഐവിൻ ഉണ്ട് ഇവിടെ, നമ്മുടെ യൂണിയൻ ഓഫീസിലെ നിത്യസന്ദർശകൻ. നമ്മുടെ അവിടെ ക്ലീനിങ് ജോലിക്ക് വന്ന സഖാവാണ്. ഇന്നിപ്പോൾ ബാങ്കിലാണ്, ഫെഡറൽ ബാങ്കിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഈ കഥാകാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, കേൾക്കുന്നത് ഭാഗവതമായാലും ബൈബിളായാലും ഖുറാനും അമ്മമാരാണ്. അങ്ങനെ സ്വഭാവ രൂപീകരണത്തിന് തുടക്കം മുതലേ ചില വാല്യൂ സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത് അമ്മയാണ്. അമ്മ ഈ സന്ദർഭത്തിൽ Yeah. സോറി. അമ്മ, അച്ഛൻ വലിയ മാതൃകയായിരുന്നു. സഹോദരങ്ങൾ ഇപ്പോഴും ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബം പറഞ്ഞു, അതിനപ്പുറം പറയാനില്ല. ദേ സാക്രിഫൈസ്. പക്ഷേ അതിനപ്പുറം ആർക്ക് വേണ്ടി? ഫോർ അസ് ഓൺലി, ഇൻക്ലൂഡിങ് മീ, ഇൻക്ലൂഡിങ് വി ആൾ. അപ്പോൾ അവിടെയാണ് വലിയൊരു അഭിമാനം തോന്നുന്നത്. സോ വി ക്യാൻ ട്രാവൽ ടുഗദർ. AKBFൻ്റെ
ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം TKV സ്മാരകം എന്ന് പിന്നീട് നാമകരണം ചെയ്യപ്പെട്ട TKV സ്മാരകത്തിൽ TKV ജീവിച്ച ആ കെട്ടിടത്തിലും ജീവിക്കാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ ഭാഗ്യം. 5-6 മിനിറ്റ് കൊണ്ട് ചുരുക്കാം. മുരളിയെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സ്പിറ്റ് എംപ്ലോയീസിന് ജനറൽ സെക്രട്ടറി, അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലയിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും. അപ്പോൾ അതിൽ നിര നേതാക്കൾക്കറിയാം, അതിൽ പ്രായോഗിക സമീപനം എടുക്കണമെന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. പ്രായോഗിക സമീപനം. പക്ഷെ അവിടെ ആദർശപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് കം വാട്ട് മേ ഉറച്ചു നിൽക്കും. അന്ന് OP ഭട്ട് SBIയുടെ ചെയർമാൻ, വലിയ SBTയുടെ MD ആയിരുന്നു. അതിന് മുമ്പ് ഒരു 3 വർഷം പിന്നീട് ചെയർമാനായി. അദ്ദേഹത്തിൻ്റെ സ്വാധീനങ്ങൾ ഒക്കെ വരാൻ ശ്രമിച്ചപ്പോഴും അവിടെയൊക്കെ ഒരു നിലപാടെടുത്ത് SBT മുന്നോട്ട് പോകണമെന്ന് നിലപാടെടുത്തുകൊണ്ട് SBT പിന്നീട് ഒരു 8 വർഷം കൂടി മുന്നോട്ട് പോയി. ബിക്കോസ് ഓഫ് ദ സ്റ്റാൻഡ് ടേക്കൺ ബൈ K മുരളീധരൻ പിള്ള. ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി മുൻകൂട്ടി ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ടോ? ഒന്നാമത് ഇതൊക്കെ തിരഞ്ഞെടുപ്പ് തന്നെ എപ്പോഴും ഒരു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ബട്ട് മുരളി ടുക്ക് എ വെരി ബോൾഡ് ഡിസിഷൻ. അദ്ദേഹം മാറുന്നു, ഞാൻ മാറും, പക്ഷെ അടുത്ത ജനറൽ സെക്രട്ടറി നമുക്ക് മുൻകൂട്ടി തിരഞ്ഞെടുക്കണം. അദ്ദേഹത്തിന് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. മാത്രമല്ല അദ്ദേഹം, രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം തിരുവനന്തപുരത്ത് വരണം, ആരായാലും ശരി എന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. അത് സാർത്ഥകമാക്കിയ ഒരു വലിയ ജനറൽ സെക്രട്ടറിയാണ് K മുരളീധരൻ പിള്ള. അങ്ങനെ ഒരു സംഘടനയിൽ അങ്ങനെ ഒരു സ്വീകാര്യതയോടുകൂടി ആകാൻ കഴിഞ്ഞു എന്നത് സഖാക്കളുടെ സ്നേഹം കൊണ്ട്. അങ്ങനെ ഒരു ശാഠ്യം മുരളി പിടിച്ചില്ലായിരുന്നെങ്കിൽ, രണ്ടാമത് പറഞ്ഞ പോയിന്റ്, കുടുംബം വിടണമെന്ന് പറഞ്ഞല്ലോ. കുടുംബം ഞാനല്ലേ വിട്ടത്. അവിടെ നിന്ന് താമസിക്കണം, യൂണിയൻ വീടെടുത്ത് തരാമെന്നാണ് മുരളി പറഞ്ഞത്. പക്ഷെ എനിക്ക് എൻ്റെ ഭൗതികസാരം അനുവദിക്കുന്നില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് ചെന്ന് ആസ്ഥാനത്തിരുന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് പിൽക്കാലത്ത് SBIയിൽ പ്രവേശിച്ച വേളയിൽ ആ ഫൈറ്റ് ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെ വേണ്ട രാഷ്ട്രീയ മാധ്യമ കണക്ഷൻസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഓൺലി ബിക്കോസ് ഐ വെൻറ്റ് ടു ട്രിവാൻഡ്രം. താങ്ക്സ് ടു മുരളി. സോ അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ സഖാക്കളെ സ്വീകരിക്കുന്ന ദീർഘവീക്ഷണത്തിലൂടെ എടുക്കുന്ന ബോർഡിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ബോർഡ് പേപ്പേഴ്സൊക്കെ എനിക്ക് കാണിച്ചു തരും. ചില കുറിപ്പുകൾ എന്നെക്കൊണ്ട് ഏത് വേദിയിലും വളരെ ബോൾഡായിട്ട് ഇടിച്ചു കയറി പറയാൻ കഴിവുള്ള സഖാവാണ്. ഞാനൊക്കെ ഇങ്ങനെ സങ്കോചിച്ച് ആലോചിച്ചൊക്കെ നിൽക്കും. അതിനെയാണ് നിങ്ങൾ വിനയം എന്നൊക്കെ പറഞ്ഞത്. അത് വിനയമൊന്നുമല്ല, ഒരിത്തിരി സങ്കോചമാണ്. ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പ് ഡയറിങ്, തർക്കമൊന്നുമില്ല. അതിനൊക്കെ ഒരു വലിയ മാതൃകാ സഖം. മാത്യു ജോർജ് വലിയ പോരാട്ടമല്ലേ നടത്തിയത്, നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഫെഡറൽ ബാങ്കിൽ പിരിച്ചുവിടലുകൾ. പക്ഷെ അവിടെ സംഘടന നിലനിൽക്കണമെങ്കിൽ വഴങ്ങിക്കൊടുക്കലല്ല, കോംപ്രമൈസ് അല്ല, പോരാടണം എന്ന ദൃഢനിശ്ചയം. ഞാനും പഠിച്ചത് മാത്യു ജോൺ. അതിനു മുമ്പ് PP വർഗീസ്, ഞാൻ പറയാതെ പോയി. PP വർഗീസ് യൂണിയൻ ഓഫീസിൽ വരും. അദ്ദേഹം AIBയുടെ 2 ടൈം ജോയിൻറ്റ് സെക്രട്ടറി, ഫെഡറൽ ബാങ്ക് ജനറൽ സെക്രട്ടറി. അവിടെ ഇരിക്കും, ഞാൻ ജില്ലാ സെക്രട്ടറി. സംസാരിച്ചുകൊണ്ടേയിരിക്കും. രാത്രി എൻ്റെ ബസ് പോവും. സഖാവിന് അങ്ങനെ വിഷയമൊന്നുമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും, കേട്ടുകൊണ്ടേയിരിക്കും. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള നിരവധി സഖാക്കൾ കേരളത്തിൽ നമ്മുടെ പ്രമുഖ എല്ലാ യൂണിയൻസിലും ലീഡർഷിപ്പ് നൽകി പോയി. PR സുരേഷ് ജില്ലാ സെക്രട്ടറിയായിട്ട് 16 വർഷം വർക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഒരു സിംഹഭാഗം PR സുരേഷ് കൂടെയുണ്ട്. 2008 മുതൽ 98 മുതൽ. അപ്പോൾ എൻ്റെ പകുതി ജോലി അദ്ദേഹമാണ് ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ എറണാകുളത്ത് കൂടുതലൊക്കെ ദൃഢപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് സഖാവ് PR സുരേഷാണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണമെന്നതും ഏത് സമയത്തും സഖാക്കളെ വിളിച്ചാൽ ചെല്ലുന്ന സഖാവ്, ഓടിയെത്തുന്ന സഖാവ്, സാമ്പത്തിക സഹായം നൽകുന്ന സഖാവ്. ഭാര്യയ്ക്ക് ജോലിയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോയി.
ഇല്ലെങ്കിൽ ശമ്പളം മുഴുവൻ ഇങ്ങനെ വിതരണം ചെയ്യുന്ന സഖാവാണ് സഖാവ് പി ആർ സുരേഷ്. അതും മാതൃകയാണ്. അങ്ങനെ നിരവധി സഖാക്കൾ കയ്യും കെട്ടിയിരിക്കുന്ന സഖാവുണ്ട് പുറകിൽ. ഞാനൊക്കെ പ്രതീക്ഷ അത് കാനറ ബാങ്ക് എംപ്ലോയീസിന് വലിയ നേതൃ സഖാവായിട്ട് മാറും എന്നായിരുന്നു. സഖാവ് രാമകൃഷ്ണൻ, എസ് രാമകൃഷ്ണൻ, ഇവിടെ ഒരു എസ് രാമകൃഷ്ണൻ, അവിടെ ഒരു എസ് രാമകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്നത് മനസ്സിൽ AIB ഉള്ളത് കൊണ്ടാണ്, അല്ല തൊണ്ടയുടെ ബലം കൊണ്ടൊന്നുമല്ലോ, കണ്ടബലം കൊണ്ടൊന്നുമല്ലോ. 2 ടൗൺ കമ്മിറ്റി അദ്ദേഹം സൃഷ്ടിച്ചു, മുളന്തുരുത്തി, കോലഞ്ചേരി. ചുമതല ഏറ്റെടുക്കും, ഭാരവാഹിത്വം ഏറ്റെടുക്കില്ല. അങ്ങനെ നിരവധി സഖാക്കൾ. കലാധരൻ, ഞാനൊരു ഫേസ്ബുക്കിലൊരു കുറിപ്പ് എഴുതി. ഇന്നും അന്നും യൂണിയൻ ഓഫീസിൽ വിളിച്ച് ജോലിയുണ്ടോ, എപ്പോൾ വരണം എന്ന് ചോദിക്കുന്ന ആൾ, ഒരു പരിപാടിക്ക് ആദ്യം വരും അവസാനം പോകുന്ന ആൾ, സമാനതയില്ലാത്ത സഖാവ്. സഖാവ് പി സുധാകരൻ, യൂക്കോ ബാങ്ക് എംപ്ലോയീസിന് കൊച്ചു യൂണിയൻ കേരളത്തിൽ. അംഗസംഖ്യ കുറവാണ്, 100-ൽ താഴെ, അന്ന് 17 ശാഖകൾ. പക്ഷെ ആ യൂണിയൻ സാമൂഹിക പ്രതിബദ്ധതകൾ എന്തൊക്കെ ചെയ്യാം എന്ന് 90-ൽ ഞാൻ മനസ്സിലാക്കി. കാലത്തിന് മുമ്പേ ചിന്തിച്ച സഖാവ്. പുത്തൻ സാങ്കേതിക വിദ്യ, ടെക്നോളജി വരുന്ന ഘട്ടത്തിൽ വി ഷുഡ് അഡാപ്റ്റ്, അക്ലിമറ്റൈസ്, അഡാപ്റ്റ് എന്ന് തെളിയിച്ച സഖാവ്. സർവേ, റിസർച്ച്, ഗവേഷണം, ആഴത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞു തന്ന സഖാവ് സഖാവ് പി സുധ. സാമൂഹ്യ പ്രതിബദ്ധത, രാഷ്ട്രീയ പ്രതിബദ്ധത, രാഷ്ട്രീയ ബോധം ഒക്കെ. അങ്ങനെ എത്ര സഖാക്കൾ. ശശിധര പണിക്കർ, എൻ്റെ മുൻഗാമി, ജില്ലാ സെക്രട്ടറി, സ്നേഹസമ്പന്നൻ, എത്രയോ പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത സഖാവ്, സ്നേഹസമ്പന്നൻ. ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടി, പോയി വൈശ്യ ബാങ്കിൽ. AIBയുടെ സഖാവ്, ഇന്നിപ്പോൾ റിട്ടയറീസിൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. അങ്ങനെ പറയാൻ പോകുമ്പോൾ ഞാൻ സഹറപ്പായി. MP പോൾ, ഞാൻ ഈ സന്ദർഭത്തിൽ മൈനോറിറ്റി യൂണിയനെ കുറിച്ച് പറയുന്ന സമയത്തിലൊക്കെ എപ്പോഴും കോട്ട് ചെയ്യുന്ന സഖാവ്. 8 പേരായിട്ട് ചുരുങ്ങി MP പോളിൻ്റെ യൂണിയൻ. നേതാക്കളെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി. ആ യൂണിയൻ അല്ലേ MP പോള് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വേളയിൽ തന്നെ മെജോറിറ്റി യൂണിയൻ ആയല്ലോ. സോ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഒരുപാട് വേദികൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഏൾറപ്പായി, ഹി കെയിം ഇൻ എ വെരി ഓർഡിനറി ബാക്ക്ഗ്രൗണ്ട്. SBT എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയൊരു ചരിത്ര ശേഖരമുണ്ട്. അദ്ദേഹം പങ്കെടുത്ത എല്ലാ സമ്മേളനത്തിൻ്റെ ബാഡ്ജുകൾ, രേഖകൾ, അങ്ങനെയൊക്കെ ആർക്കാൻ സൂക്ഷിക്കും. അതൊക്കെ നമ്മളൊരു ബാഡ്ജ് കിട്ടും, എവിടെയെങ്കിലും ഇവിടും, കഴിഞ്ഞു. സംഘടനയോട് അത്ര കൊണ്ട് സ്നേഹമുള്ളത് കൊണ്ട് ഇതൊക്കെ വീട്ടിൽ ഒരു ഷോക്കേസ് ഒരുക്കി അവിടെ സൂക്ഷിച്ച് വെക്കുന്നത്. ഷറാഫുദ്ദീൻ സാറ് എൻ്റെ മാനേജറും കൂടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മറ്റു വിശേഷങ്ങൾ ഞാൻ വേറെ പറഞ്ഞു. റിക്കവറി സെല്ലിൽ സാറായിരുന്നു എൻ്റെ മാനേജർ. സാറിൻ്റെ റോൾ വഹിക്കും, ഞാൻ എൻ്റെ റോൾ വഹിക്കും. അത് ഹീസ് എൻ ഓഫീസർ, ഐ എം എൻ എംപ്ലോയി. പക്ഷെ അവിടെയൊക്കെ സ്നേഹമുണ്ട്. ഷണായ് സാറിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് ഇറക്കി, എഴുതി. ഇത്രയും സമ്പന്നനായ, കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഗ്രന്ഥശേഖരം, ലൈബ്രറി. ആരും PRRS അയ്യർ ഞാൻ അന്ന് മുതലേ അദ്ദേഹത്തിന് കാണുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. കോഴിക്കോട് അദ്ദേഹം പ്രവർത്തിക്കുന്ന വേളയിൽ PRRS അയ്യർ എന്നുള്ള ഈ 4 ഇനീഷ്യൽ എപ്പോഴും നമുക്ക് അങ്ങനെ സോ ഇറ്റ് ഈസ് യൂണിക്. P രാമസുബ്രഹ്മണ്യ അയ്യർ എന്നാണ് യഥാർത്ഥ നാമം. PRRS അയ്യർ നമ്മൾ പറയും. അദ്ദേഹത്തിൻ്റെ രീതി, മട്ട്, പ്രകൃതം ഒക്കെ. ജീവിതത്തിൽ വൈഫ് SBTയിലായിരുന്നു, വിട്ടുപിരിഞ്ഞു നേരത്തെ. ബട്ട് ഹീ ഈസ് കണ്ടിന്യൂയിങ് ആസ് എ വെരി AIBA കോമ്രേഡ്. അതാണ് എന്നെയൊക്കെ സ്വാധീനം ചെയ്യും. ഹീ ഈസ് കണ്ടിന്യൂയിങ് ആസ് എ AIBA കോമ്രേഡ്. അങ്ങനെ എത്ര VP രാധാകൃഷ്ണനായിട്ട് നിരന്തര ബന്ധമുണ്ട്. അണ്ണൻ്റെ മകൻ. ഞങ്ങൾ പറയുമായിരുന്നു, ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നുവെങ്കിൽ സഖാവ് VP രാധാകൃഷ്ണനെ ആ കഥാപാത്രമാക്കണമെന്ന് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ രൂപം ഭാവമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. വീട്ടിൽ എപ്പോഴും ചെല്ലുമ്പോഴും സ്നേഹം, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കാരണം പറഞ്ഞ പോലെ അണ്ണനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കേട്ടറിവാണ്, ചരിത്രബോധമാണ്. ഗാന്ധിജിയെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഗാന്ധിജിയും നമ്മുടെ മനസ്സിലുണ്ട്, അണ്ണനെ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. പക്ഷെ അതിലൊക്കെ കൂടുതൽ സന്ദർഭങ്ങളും അവസരങ്ങളും. വീട് വിട്ടെറിഞ്ഞ് പ്രസ്ഥാനത്തിന് വേണ്ടി പോയതിൻ്റെ
കാര്യങ്ങൾ അഭിമാനത്തോടുകൂടി പറയും, കുറ്റപ്പെടുത്താനല്ല. അങ്ങനെ എത്ര പേര് ഈ ടി വി പൗലോസ് WCCയുടെ 50 വർഷം മുമ്പ് സ്ഥാപിച്ച സഖാവാണ് ടി വി പൗലോസ് ഇന്ന് വരുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ടി വി പൗലോസ് BSNL-ആയിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലിഗ്രാഫിലായിരുന്നു. ഇവിടെ വരുമ്പോൾ എല്ലാ യൂണിയനിലും നമ്മളെ കൂട്ടി യോജിപ്പിച്ച് പോകണം എന്നുള്ള ഒരു ബോധം എനിക്ക് തരുന്നത് ടി വി പൗലോസിനെ പോലെ. അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. ഞാൻ ആരെയും പറയാതെ പോയതിൽ നിങ്ങളാരും ഖേദിക്കരുത്. നിങ്ങളെല്ലാവരും മനസ്സിലുണ്ട്. പുറകിലിരിക്കുന്നവരൊക്കെ AK വർഗീസ് ആയാലും ജബ്ബാർ ആയാലും ഷാജി ആയാലും ഒക്കെ നമ്മുടെ MA ജോൺ, നമ്മുടെ ദേശീയ സമ്മേളനം അതിൻ്റെ ഫീൽഡ് പബ്ലിസിറ്റി ജനങ്ങളിൽ എത്തിക്കുന്ന വലിയ സഖാവ്. അപ്പോൾ ഞാൻ ഈ സമ്മേളനത്തിൽ രാംപ്രകാശ് ശ്യാമളെ വിളിക്കുന്നുണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ടെൻഷനായി, എന്താണ് പറയേണ്ടത്. അപ്പോൾ രാംപ്രകാശ് വിളിച്ചു. അപ്പോൾ ഞാനിവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ടി വരുമോ എന്നൊക്കെ. എന്നിട്ട് പെട്ടെന്നൊരു സ്വരം കേട്ടു, അഭിവാദനം സഖാക്കളെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയവർ. ഏഴാശ്ശേരി രാമചന്ദ്രനെ വെച്ചുകൊണ്ട് നമ്മുടെ MA ജോൺ ചിട്ടപ്പെടുത്തിയ ഗാനമാണത്. ആ സന്ദർഭം അല്ലേ എന്നാണ് ഓർമ്മ. എൻ്റെ മനസ്സിൽ വിട്ടു. ഞാനിപ്പോൾ വന്നപ്പോഴും അതിൻ്റെ ലിറിക്സൊക്കെ ഞാൻ ചോദിക്കേണ്ടി വന്നു. ഷീ നോസ്. സോ ദാറ്റ് ഈസ് ഷീ ആൾസോ നോസ് വാട്ട് ഈസ് വാട്ട്. നിങ്ങളോടൊക്കെ വലിയ സ്നേഹമാണ്, കരുതലാണ്. എൻ്റെ ഫാദറിലേക്കും ഈ നേതാക്കളോടൊക്കെ ജോസൻ, MS വിജയകുമാർ ഒക്കെ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. MS വിജയകുമാർ എവിടെയുണ്ട്? ഓക്കെ, ഓക്കെ ഓക്കെ. ഇവരൊക്കെ ഫാദറില്ല മദറില്ല ഒക്കെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇവരൊക്കെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. CHV came to my home at Kalpati. Father was there. കണ്ടു. elder sister was there. സോ ഇവരൊക്കെ അത്രത്ത് കണ്ട് നമ്മളെയൊക്കെ അംഗീകരിച്ചു പോയി എന്നതും ഒക്കെ എനിക്ക് വലിയ ഒരു സന്തോഷം. എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഞാനിങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന ആരെങ്കിലും, എനിക്ക് ഒരുപാട് സഖാക്കളുണ്ട്, അറിയുന്ന സഖാക്കളുണ്ട്, അവരാരെങ്കിലും ഞാൻ പിന്നീട് അവരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നരുത് എന്ന് അതുകൊണ്ടാണ്. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇനിയുള്ള ദിവസം എനിക്ക് സമയമുണ്ട്. ഫേസ്ബുക്കിലെങ്കിലും എഴുതാൻ പറ്റും, എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. റഹീമ, പ്രിയ സഹോദരി, ഇൻ ഓൾ ടേംസ്. അപ്പുറത്ത് ഗഫൂറുമുണ്ട്, ഹസ്ബൻഡുമുണ്ട്. ആ കാലഘട്ടത്തിൽ വനിതാ സംഘാടനം എന്ന് പറഞ്ഞാൽ എളുപ്പമേ അല്ല. ഇന്നിപ്പോൾ നമ്മുടെ അംബുജം ദേശീയ തലത്തിൽ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഹേമലത. വി ആർ പ്രൗഡ് ഓഫ് ദം. ഹേമലത ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ്റെ പ്രസിഡൻറ്റ്. അവരുടെ വനിത ആയതുകൊണ്ടല്ലോ ആകുന്നത്, അവരുടെ പ്രവർത്തനം കൊണ്ടാകുന്നതാണ്. അംബുജം അങ്ങനെ വരുന്ന പ്രവർത്തനം കൊണ്ടാകുന്നതാണ്. കേന്ദ്ര കമ്മിറ്റി ഇന്നലെ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ വലിയ ഈ മാനേജ്മെൻറ്റ് അറ്റാക്ക് വരുമ്പോൾ ഓടി നടക്കുകയാണ് അംബുജം ക്യാമ്പയിൻ, ബ്രാഞ്ച് വിസിറ്റ്. സോ അതിനു മുമ്പ് K. റഹീമ ഈ എറണാകുളത്ത് ആ 90കളിൽ, അതിനുശേഷം ജോണി ലീഡർഷിപ്പ്, K. ശ്രീനിവാസൻ ലീഡർഷിപ്പ്, ആ സമയത്ത് രംഗത്ത് വന്നുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ 2 ടേം ചെയർപേഴ്സൺ ഓൺ ഹെർ ഓൺ മെറിറ്റ്. അതിനപ്പുറം ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിൻ്റെ കൺവീനർ. ഈ ബ്ലഡ് ഡൊണേഴ്സ് ഫോറം എന്ന് ചെറിയ കേസിൽ അതിനെ നടത്തിയ ആളുകൾക്ക് അറിയാം. നമ്മുടെ കയ്യിൽ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ നോക്കാമെന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരാളുടെ ജീവൽ പ്രശ്നമാണ്. നോക്കാമെന്ന് പറഞ്ഞാൽ പോരാ, നോക്കിയേ തീരൂ. അപ്പോൾ അതുവരെ ഉറക്കമുണ്ടാകില്ല. ആ ഒരു കാര്യം ശ്രമകരമായിട്ട് കഴിഞ്ഞൊരു 10-15 വർഷം ഈ എറണാകുളത്ത് നിർവഹിച്ച റഹീമയാണ്. ആ റഹീമ വലിയ സ്വാധീനം ചെലുത്തിയ വലിയ വ്യക്തിത്വമാണ്, സ്നേഹസമ്പന്നയാണ്, എല്ലാവരോടും കൂട്ടിയോജിപ്പിച്ച് പോകുന്ന ഒരു വലിയ പുരോഗമന ചിന്തയുള്ള സഖാവാണ്. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാമല്ലോ. അതൊക്കെ വിട്ട് എല്ലാവരോടും ചേർന്ന് പോകുന്ന അങ്ങനെ എത്ര സഖാക്കളുണ്ട്. അതാണ് ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിട്ടുപോയിരുന്നെങ്കിൽ വലിയൊരു കുറ്റബോധം പിന്നെ എന്നെ അലട്ടുമായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇത് എന്ത് ചെയ്യും? ആളുകൾ ചോദിക്കുന്നത്, മെസ്സേജസ് ഒരുപാട് വന്നു. പഴയ SBTയുടെ MD ആയ ജീവൻ ദാസ് നാരായണൻ തൊട്ട് പലരും മെസ്സേജൊക്കെ അയച്ചു. ഈ മുൻനിര നേതാക്കളൊക്കെ വലിയ വലിയ വീഡിയോ മെസ്സേജൊക്കെ നൽകി. അത്യുക്തി, അതിശയോക്തി ഒക്കെ ഉണ്ട്. ഇയാൾ വലിയ വിനയം ഭാവിക്കുകയാണെന്ന് തോന്നരുത്.
അവരപ്പം നമ്മൾ വി കനോട്ട് ബ്ലെയിം ദം സോൾസ്, ദേ ഹാവ് ടോൾഡ്. പിന്നെ എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന നേതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഫെയർവെൽ, ഫെലിസിറ്റേഷൻ, ഫ്യൂണറൽ. നല്ലതേ ആളുകൾ പറയൂ എന്നുള്ളൊരു കോമൺ സെൻസ് എപ്പോഴും മനസ്സിലുണ്ടാകണം. പക്ഷെ അതിനപ്പുറം ഇവിടെ പങ്കുവച്ച സ്നേഹമാണ്, പറഞ്ഞ വാക്കുകൾക്കപ്പം സ്നേഹമാണ് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ എന്തോ പറയാൻ ഭാവിച്ചാണ് ഇതൊക്കെ പറയാൻ കാരണം, അത് വിട്ടുപോയി. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഭാവിയെ സംബന്ധിച്ച ചോദ്യം വന്നപ്പോൾ എൻ്റെ അടുത്തൊരു മെസ്സേജസ് വന്നപ്പോൾ, സഖാവ് രക്ഷപ്പെട്ടു, ഞങ്ങളും റിട്ടയർമെൻറ്റ് SBI സഖാവാണ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്, അങ്ങനെ രക്ഷപ്പെടലുണ്ടോ? ഞാൻ മറുപടി എഴുതി, ഒരു രക്ഷപ്പെടലുമില്ല, കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, കൂടെ പോയിക്കൊണ്ട് മുമ്പിലും പിമ്പിലും. ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്, അതുകൊണ്ടൊരു ഇനി ആ പോരാട്ടം തുടരും, അതല്ലേ നമ്മുടെ അർത്ഥം. സോ ദാറ്റ് ഐ ഷുഡ് കണ്ടിന്യൂ. ബാങ്കിങ്, എക്കോണമി, ലേബർ എന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഈ നേതൃസഖാക്കൾ പകർന്നു തന്ന അറിവ്, അനുഭവം, നിങ്ങളൊക്കെ നൽകിയ അനുഭവമൊക്കെ ഉണ്ട്, അത് പ്രയോജനപ്പെടുത്താൻ കഴിയും. സോഷ്യൽ സയൻസസ് കുറേ കൂടി ഡീപ്പറായിട്ട് പഠിക്കാൻ കഴിയണം. ഇന്ന് സമൂഹത്തിൽ വലിയ വലിയ വിടവുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നെറേറ്റീവ്സ്, ആഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങളൊക്കെ വന്ന് ജനമനസ്സിൽ അകറ്റുന്ന വിധത്തിൽ ആഖ്യാനം വന്ന് ചരിത്രത്തിൻ്റെ 1000 വർഷത്തിന് പുറകോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ചരിത്രത്തിന് മുന്നോട്ടാണ് പോകേണ്ടത്, അല്ലേ? അപ്പം അത് കൂടുതൽ കാര്യങ്ങൾ ചരിത്രവും ആഴത്തിൽ പഠിക്കണം. വർക്കിംഗ് ക്ലാസ് ആണ് സൃഷ്ടാക്കൾ, വെൽത്ത് ക്രിയേറ്റേഴ്സ് വർക്കിംഗ് ക്ലാസ് ആണ്, നോർത്ത് കോർപ്പറേറ്റ്സ്. അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ വായിക്കാനും ഗ്രഹിക്കാനും എഴുതാനും ശ്രമിക്കാം. ആത്മീയത എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് ഈ ആചാരം അനുഷ്ഠാനമൊന്നുമല്ല. സ്പിരിച്വാലിറ്റി ഈസ് സംതിങ് സെക്യുലർ, മോർ ദാൻ സെക്യുലർ. സോ ആ ഒരു തലത്തിൽ പോകാൻ ശ്രമിക്കാം, കൂടെ സഞ്ചരിക്കാം. ഞാനിപ്പോൾ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സഖാവ് സൂരജ ഈ 15-25 കിലോമീറ്റർ സ്ഥലം മാറ്റം നൽകി. ഇത് എനിക്ക് മാത്രമല്ലോ, 15 സഖാക്കളെ മാറ്റി. ആ 15 സഖാക്കളെ മാറ്റിയപ്പോൾ അതിൽ 8 പേര് വനിതകളാണ്. അപ്പോൾ ഞാനും ഇവിടെ പറയുമ്പോൾ അതിൻ്റെ സംഘർഷമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ പരിഹരിക്കണം? അപ്പോൾ തീരുമാനിച്ചു അടുത്ത പണിമുടക്കാണ്, വേറെ ടെൻഷനൊന്നും, വീണ്ടും പണിമുടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കലും ഒരു സഖാവ് എന്നെ വിളിച്ച് പറയുന്നു, അടുത്ത ദിവസം എന്നെ വിളിച്ച് പറയുന്നു, സഖാവ് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഈ ബാങ്ക് ഞാൻ എന്നെ എവിടേക്ക് മാറ്റിയാലും ഞാൻ പോകും, അതിൽ സംഘടന ഒന്നും ആശങ്കപ്പെടേണ്ട, ഞാൻ എവിടെയെങ്കിലും പോകും എന്ന് പറയുന്ന സഖാവ് സൂരജ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സഖാക്കളെ, പിങ്കി, വനിതകൾ അങ്ങനൊരു വിഷയം വന്നപ്പോൾ ആ വിഷയം വനിതകൾ ഏറ്റെടുത്തു. കമ്മിറ്റിയിൽ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അന്ന് വേണ്ടി എനിക്കൊരു വലിയൊരു സൗജന്യം കിട്ടി, എൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞ് എനിക്ക് മാറി നിൽക്കാമല്ലോ. പക്ഷേ അതിൻ്റെ സംഘാടനത്തിൽ ബാക്കി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിൽ ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ക്രമീകരണങ്ങൾ, ഈ ടൈം മാനേജ്മെൻറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ടെൻഷൻ. എനിക്ക് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. സോ ജോസനടക്കം സംസാരിച്ചിട്ടില്ല. സോ ആ ടൈം മാനേജ്മെൻറ്റ് വാസ് എൻ ഇഷ്യൂ. ഇതൊക്കെ ഈ സംഘർഷം ഇന്നത്തെ പരിപാടി കഴിയുമ്പോഴാണ്, കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. സോ ഓൺ ബിഹാഫ് ഓഫ് മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി മെമ്പേഴ്സ് സിറ്റിംഗ് ഹിയർ ആസ് വെൽ ആസ് സീയിങ് ഫ്രം പാലക്കാട് ഓർ ഫ്രം ബോംബെ, ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയോടും മുഴുവൻ പ്രവർത്തകരോടും സഖാക്കളോടും AIBA ജോയിൻറ്റ് സെക്രട്ടറിയോടും AIBA ജനറൽ സെക്രട്ടറിയോടും മുഴുവൻ സഖാക്കളോടും എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാവുകൾ നേരുന്നു. ഞാൻ നമസ്കാരം. സഹാക്കളെ,
കൃഷ്ണയുടെ ചിന്തകളും അർത്ഥവത്തായ വാക്കുകൾ നമ്മൾ കേട്ടു. നമ്മൾ നേതാക്കളെ ആദരിക്കുന്നത് അവരുടെ സംഭാവനകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറ അത് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ശക്തമായി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഇനി ഇവിടെ 13 പേര് സംസാരിക്കാനുണ്ട്. സഖാവ് കെ മുരളീധരൻ പിള്ള, സഖാവ് സി ഡി ജോസൻ, സഖാവ് പി പ്രദീപ് കുമാർ, സഖാവ് പി എം അംബുജം, സഖാവ് കെ എസ് ശ്യാംകുമാർ, സഖാവ് എ ആർ സുജിത് രാജു, സഖാവ് എ സി ജോസഫ്, സഖാവ് എസ് സുരേഷ് കുമാർ, സഖാവ് ബി ബിജു, സഖാവ് എൻ വിനോദ് കുമാർ, സഖാവ് വി അനിൽകുമാർ, സഖാവ് കെ എൻ അതിരഥൻ, സഖാവ് പി ആർ സുരേഷ്. ഇത്രയും സഖാക്കൾ അവരുടെ എല്ലാവിധത്തിലുള്ള സ്നേഹവും ആശംസകളും സഖാവ് കൃഷ്ണയ്ക്കും കുടുംബത്തിനും അർപ്പിക്കുന്നു. ആ വിവരം കൺവേ ചെയ്യാൻ വേണ്ടി ഈ യോഗത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എന്നെ ചുമതലപ്പെടുത്തിയതായി കണക്കാക്കിക്കൊണ്ട് ആ ആശംസകൾ മുഴുവൻ അവർക്ക് വേണ്ടി ഞാനിവിടെ അർപ്പിക്കുന്നു. അവരുടെ ആ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ടുള്ള അവരുടെ ആ തീരുമാനത്തിന് മുന്നിൽ ശിരസ്സു നമിക്കുന്നു. കൃഷ്ണയെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്ത് നടക്കുന്നത്. അതിന് മുൻപായിട്ട് ചെറിയ ഒരു സന്തോഷ കാര്യം കൂടിയുണ്ട്. നമുക്ക് ABA എന്നുള്ള പേരിൽ ഒരു ഫുട്ബോൾ ക്ലബ്ബുണ്ട്. അത് തൃശ്ശൂരാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കാത്തലിക് സിറിയൻ ബാങ്കിലെ സഖാവ് MC പോളേട്ടൻ, മഞ്ഞില പോളേട്ടനാണ് അത് തുടങ്ങി വെച്ചത്. ഇപ്പോഴത് തുടരുന്നുണ്ട്. ജില്ലാ ലീഗിൽ ആ ഫുട്ബോൾ ക്ലബ്ബ് ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇന്ന് 5 ഗോളിൻ്റെ ഏകപക്ഷീയമായ വിജയം നേടി തൃശ്ശൂർ ലീഗിൽ ആ ടീം മുന്നേറുന്നുണ്ട്. ആ ടീമിലേക്കുള്ള ABയുടെ സംഭാവന ഈ വർഷത്തെ ചെലവിലേക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് സഖാവ് CH വെങ്കടാചലം, ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള AKBFൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി സഖാവ് യാദവിന് കൈമാറും. അതിൻ്റെ മുഴുവൻ എക്സ്പെൻസും AB ആണ് വഹിക്കുന്നത് കേട്ടോ. ABയുടെ ആണ്. ഇറ്റ്സ് നോട്ട് AKBF, ഇറ്റ് ഇസ് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ FC. ABA FC. ആദരവ് സംബന്ധിച്ച കാര്യങ്ങൾ സഖാവ് രാംപ്രകാശ് നിയന്ത്രിക്കും. സഖാവ് കൃഷ്ണയും സഹധർമ്മിണി ശ്യാമളയും അവിടെ ഫ്രണ്ടിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി സഖാവ് CH വെങ്കടാചലം ഷോളണിയിക്കും. അടുത്തത് AKBFൻ്റെ ആണ്. AKBFൻ്റെ മുഴുവൻ ഭാരവാഹികളും ഫ്രണ്ടിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന് വേണ്ടി അഡ്വൈസർ സഖാവ് പ്രദീപ് കുമാർ, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ സഖാവ് MD ഗോപിനാഥ് ആദരിക്കും. ഓൾ കേരള കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സഖാവ് B ബിജു, എല്ലാം ഉണ്ട്. ബിജു. ഓൾ കേരള ബാങ്ക് ജ്വല്ല ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സഖാവ് KN അതിരഥൻ. വരും കുട്ടി. After All Kerala Bank ജ്വല്ല ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ, Bank of Baroda Employees Association Kerala. ബാങ്ക് ഓഫ് ബറോഡ എംപ്ലോയീസ് അസോസിയേഷന് ശേഷം ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ശേഷം ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള, അതിനുശേഷം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എംപ്ലോയീസ് യൂണിയൻ. അതാത് സംഘടനകളിൽ വിളിക്കുമ്പോൾ ആ ടീം മുഴുവനും ഒരുമിച്ച് വന്നാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നീക്കും. ബാങ്ക് ഓഫ് ബറോഡ, after Bank of Baroda, Bank of India Staff Union. Bank of India Staff Union is ശേഷം Bank of Maharashtra Employees Union. ഇതിപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ശേഷം ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ. ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ. ആഫ്റ്റർ ദാറ്റ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എംപ്ലോയീസ് യൂണിയൻ. സിറിയാക്ക് ഉണ്ടോ? ഓക്കെ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് ശേഷം CSB സ്റ്റാഫ് അസോസിയേഷൻ. ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന് ശേഷം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എംപ്ലോയീസ് യൂണിയൻ, അതിനുശേഷം CSB സ്റ്റാഫ് അസോസിയേഷൻ. CSB സ്റ്റാഫ് അസോസിയേഷന് ശേഷം കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. ആഫ്റ്റർ CSB സ്റ്റാഫ് അസോസിയേഷൻ കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. ഇപ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എംപ്ലോയീസ് യൂണിയനെ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം CSB സ്റ്റാഫ് അസോസിയേഷൻ, അതിനുശേഷം കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. CSBക്ക് ശേഷം കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. വേഗം വരണം. എവിടെ ഉണ്ടോ കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ? അവിടെ പോയി നിന്നോളൂ. ഗോ ഗോ ഗോ. കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയന് ശേഷം കാനറ ബാങ്ക് വർക്ക്മെൻ എംപ്ലോയീസ് യൂണിയൻ. കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയന് ശേഷം കാനറ ബാങ്ക് വർക്ക്മെൻ എംപ്ലോയീസ് യൂണിയൻ, അതിനുശേഷം ധനലക്ഷ്മി ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ.
കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയന് ശേഷം കാനറ ബാങ്ക് വർക്ക്മൻ എംപ്ലോയീസ് യൂണിയൻ, ആഫ്റ്റർ ദാറ്റ് ധനലക്ഷ്മി ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ, അതിനുശേഷം ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. കാനറ ബാങ്ക് വർക്ക്മൻ എംപ്ലോയീസ് യൂണിയന് ശേഷം ധനലക്ഷ്മി ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ, സഖാവ് രാംദാസ്. ധനലക്ഷ്മിക്ക് ശേഷം ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ, ആഫ്റ്റർ ധനലക്ഷ്മി ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിന് ശേഷം HDFC ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ, സഖാവ് ഷാഹിൻ, സഖാവ് ആശർ. ധനലക്ഷ്മിക്ക് ശേഷം ഫെഡറലിന് ശേഷം HDFC. ധനലക്ഷ്മിക്ക് ശേഷം ഫെഡറലിന് ശേഷം HDFC. പിള്ളേച്ച 2 മിനിറ്റ്, ഫെഡറൽ കഴിഞ്ഞോട്ടെ. ഫെഡറലിന് ശേഷം HDFC. മണികണ്ഠ ഫാസ്റ്റ്. ഫെഡറലിന് ശേഷം HDFC. റൈറ്റിൽ സൈഡ് കൂടി വന്ന് ലെഫ്റ്റ് സൈഡ് കൂടി ഇറങ്ങിപ്പോയാൽ സൗകര്യമായിരിക്കും. യു കം ത്രൂ ദ റൈറ്റ് ആൻഡ് ഗോ ത്രൂ ദ ലെഫ്റ്റ്. ഫെഡറലിന് ശേഷം HDFCക്ക് ശേഷം ഇന്ത്യൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കേരള. ഇപ്പോൾ HDFC ആണ് ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇന്ത്യൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കേരള. ഇന്ത്യൻ ബാങ്കിന് ശേഷം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്. HDFC ആദരിച്ചു. ഇനി അടുത്തത് ഇന്ത്യൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കേരള. ഇന്ത്യൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കേരളയ്ക്ക് ശേഷം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്. അതിനുശേഷം കർണാടക ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ. സഖാവ് കാമത്ത് ഉണ്ടെങ്കിൽ വരാം. ആഫ്റ്റർ കർണാടക ബാങ്ക് കോത്തക് മഹീന്ദ്ര ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. ഇപ്പോൾ ഇന്ത്യൻ ബാങ്കിന് ശേഷം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്, അതിനുശേഷം കർണാടക ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, അതിനുശേഷം കോത്തക് മഹീന്ദ്ര ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. കേരള ബാങ്കിന് ശേഷം കർണാടക ബാങ്കിന് ശേഷം കോത്തക് മഹീന്ദ്ര ബാങ്ക്. ഇല്ല, ഇല്ലെങ്കിൽ യുഗോ കോത്തക് പൊയ്ക്കോളൂ. കോത്തക് മഹീന്ദ്ര ബാങ്ക് എംപ്ലോയീസ് യൂണിയന് ശേഷം പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന് ശേഷം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരള. ആഫ്റ്റർ പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ ബാങ്കിന് ശേഷം സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരള. ആഫ്റ്റർ സെൻട്രൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരള. അതിനുശേഷം യൂക്കോ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. സെൻട്രൽ ബാങ്കിന് ശേഷം സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരള. അതിനുശേഷം യൂക്കോ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കേരള. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് കഴിഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എംപ്ലോയീസ് അസോസിയേഷൻ കേരള ആദരിക്കുന്നു. അതിനുശേഷം യൂക്കോ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. അതിനുശേഷം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരള. നൗ സ്റ്റേറ്റ് ബാങ്ക്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക്. ആഫ്റ്റർ സ്റ്റേറ്റ് ബാങ്ക് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കിന് ശേഷം യൂണിയൻ ബാങ്ക്.
സ്റ്റേറ്റ് ബാങ്കിന് ശേഷം യൂക്കോ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് കഴിഞ്ഞു, അടുത്തത് യൂക്കോ ബാങ്ക്. രാജഗോപാൽ, സ്പീഡപ്പ്. യൂക്കോ ബാങ്കിന് ശേഷം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരള. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയ്ക്ക് ശേഷം ഓൾ കേരള കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, സഖാവ് പവിത്രൻ. യൂണിയൻ കഴിയട്ടെ, പവിത്രൻ. യൂക്കോ കഴിഞ്ഞ് യൂണിയൻ കഴിഞ്ഞിട്ട് അർബൻ ബാങ്കിന് ശേഷം വിജയ ബാങ്ക് വർക്കേഴ്സ് ഓർഗനൈസേഷൻ്റെ സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് പഴയ വർക്ക്മെൻ ഡയറക്ടർ, വിജയ ബാങ്ക് വർക്ക്മെൻ ഡയറക്ടർ സഖാവ് ദാമോദരൻ, മുൻ ജനറൽ സെക്രട്ടറി ജോൺ സിറിയാക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആദരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിജയ ബാങ്ക് വർക്കേഴ്സ് ഓർഗനൈസേഷൻ്റെ പഴയ സഖാക്കൾ. ഒരു മിനിറ്റ് ഞാൻ കഴിഞ്ഞോട്ടെ. യൂണിയൻ ബാങ്കിന് ശേഷം അർബൻ ഓൾ കേരള കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ. ആഫ്റ്റർ ദാറ്റ് വിജയ ബാങ്ക്. ഇത് കഴിഞ്ഞ് വിജയ കഴിഞ്ഞ് ദാമോദരം കഴിഞ്ഞിട്ട് ദാമോദരം പോട്ടെ. അർബൻ ബാങ്ക് സഖാവ് പവിത്രൻ. യൂണിയൻ ബാങ്ക് കഴിഞ്ഞു, അർബൻ കഴിഞ്ഞ വിജയ ബാങ്ക് വർക്കേഴ്സ് ഓർഗനൈസേഷൻ. പൊയ്ക്കോളൂ സാർ, അടുത്തത് ഇടും, ഇട്ട ശേഷം നിങ്ങൾക്ക്. വിജയ ബാങ്കിന് ശേഷം ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ അയ്യർ സാർ പ്രസൻറ്റ് ചെയ്യും. അസോസിയേഷൻ AKCBRA. ഓക്കെ, ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ. അർബൻ സഖാക്കൾക്ക് ശേഷം വിജയ ബാങ്ക് വർക്കേഴ്സ് ഓർഗനൈസേഷൻ, അതിനുശേഷം AKCBRA. അയ്യർ സാർ, ഒരു മിനിറ്റ് അയ്യർ സാർ. വിജയ ബാങ്ക് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വിജയ ബാങ്കിന് ശേഷം AKCBRA, അതിനുശേഷം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയറീസ് അസോസിയേഷൻ, കോത്തക് മഹീന്ദ്ര ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ. AKCBRAക്ക് ശേഷം യൂണിയൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ, കോത്തക് മഹീന്ദ്ര ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ. കൊടുത്തു, ശരി, ഓക്കെ. കോത്തക് മഹീന്ദ്ര കഴിഞ്ഞ ജില്ലാ കമ്മിറ്റികളാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഓർഡറിൽ നിന്നോളൂ. സഹകളെ, കൊല്ലം നമ്മുടെ ട്രെയിനോട് വരുന്നത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വിടണം. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വേഗം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര റിട്ടയറീസ് അസോസിയേഷൻ സംഘടന സഖാവ് ബാഗുലയൻ, പ്ലീസ് കം. ജില്ലാ കമ്മിറ്റികൾ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആദ്യം വരൂ. തിരുവനന്തപുരം ഫസ്റ്റ് തിരുവനന്തപുരം, അത് കഴിഞ്ഞ കാസർഗോഡ്, പിന്നെ കൊല്ലം, പിന്നെ കണ്ണൂർ. ബാഹുലയൻ്റെ കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്തിന് ശേഷം കാസർഗോഡ്, തിരുവനന്തപുരത്തിന് ശേഷം കാസർഗോഡ്,
കാസർഗോഡിന് ശേഷം കൊല്ലം. കാസർഗോഡ് സഖാവ് അതിരഥനും. അത് അടുത്തത് കൊല്ലം. കൊല്ലം ഗോ പ്ലീസ്. ആഫ്റ്റർ കൊല്ലം കണ്ണൂർ. കണ്ണൂരിന് ശേഷം പത്തനംതിട്ട. പത്തനംതിട്ടയ്ക്ക് ശേഷം കോഴിക്കോട്. വിളിക്കാമല്ലോ. കണ്ണൂരിന് ശേഷം പത്തനംതിട്ട. കണ്ണൂർ ശേഷം പത്തനംതിട്ട. പത്തനംതിട്ട ആഫ്റ്റർ കണ്ണൂർ പത്തനംതിട്ട. പത്തനംതിട്ടയ്ക്ക് ശേഷം കോഴിക്കോട്. പത്തനംതിട്ട. പത്തനംതിട്ട കഴിഞ്ഞാൽ കോഴിക്കോട്. കോഴിക്കോടിന് ശേഷം AKBRF എറണാകുളം ജില്ലാ കമ്മിറ്റി ഓണർ ചെയ്യാം. കോഴിക്കോടിന് ശേഷം കണ്ണൂർ കഴിഞ്ഞാൽ പത്തനംതിട്ട. പത്തനംതിട്ട കഴിഞ്ഞാൽ കോഴിക്കോട്. കോഴിക്കോട് കഴിഞ്ഞാൽ AKBRF കണ്ണൂർ. സോറി എറണാകുളം. AKBRF ആയിട്ടില്ല പ്ലീസ് വെയിറ്റ്. കോഴിക്കോട്. കോഴിക്കോട് കഴിഞ്ഞാൽ AKBRF എറണാകുളം. കോഴിക്കോട് കഴിഞ്ഞാൽ AKBRF എറണാകുളം. അതിനുശേഷം ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് ശേഷം വയനാട്. വയനാടിന് ശേഷം കോട്ടയം. കോഴിക്കോട് കഴിഞ്ഞ AKBRF എറണാകുളം. ആഫ്റ്റർ ദാറ്റ് ആലപ്പുഴ, പിന്നെ വയനാട്, പിന്നെ കോട്ടയം. ആലപ്പുഴ കഴിഞ്ഞ് വയനാട്. വയനാട് ഇല്ലെങ്കിൽ കോട്ടയം. കോട്ടയം. കോട്ടയം കഴിഞ്ഞ് SBT റിട്ടയറീസ് അസോസിയേഷൻ പാലക്കാട്. സഖാവ് രാമനുണ്ണി അഴകൻ. കോട്ടയം കഴിഞ്ഞാൽ SBT റിട്ടയറീസ് അസോസിയേഷൻ. അത് കഴിഞ്ഞാൽ മലപ്പുറം. SBT റിട്ടയറീസ് അസോസിയേഷൻ കഴിഞ്ഞാൽ മലപ്പുറം. SBT റിട്ടയറീസ് അസോസിയേഷൻ കഴിഞ്ഞാൽ മലപ്പുറം. മലപ്പുറം കഴിഞ്ഞാൽ ഇടുക്കി. മലപ്പുറം കഴിഞ്ഞാൽ ഇടുക്കി. SBT റിട്ടയറീസ് അസോസിയേഷൻ കഴിഞ്ഞാൽ മലപ്പുറം. മലപ്പുറം കഴിഞ്ഞാൽ ഇടുക്കി. ഇടുക്കി കഴിഞ്ഞാൽ പാലക്കാട്. പാലക്കാട് കഴിഞ്ഞാൽ തൃശ്ശൂർ. ഇടുക്കി
മലപ്പുറം ഉണ്ടെങ്കിൽ മലപ്പുറം, അതില്ലെങ്കിൽ പാലക്കാട്. പാലക്കാട് കഴിഞ്ഞാൽ തൃശ്ശൂർ. ആഫ്റ്റർ തൃശ്ശൂർ AKBF വിമൻസ് കൗൺസിൽ. പാലക്കാട് തൃശ്ശൂർ. പാലക്കാട് കഴിഞ്ഞാൽ തൃശ്ശൂർ. തൃശ്ശൂർ കഴിഞ്ഞാൽ AKBF വിമൻസ് കൗൺസിൽ. AKBF വിമൻസ് കൗൺസിൽ കഴിഞ്ഞാൽ AKBF എറണാകുളം. ഇല്ല, ഓക്കെ. വുമൻസ് കൗൺസിൽ തൃശ്ശൂർ കഴിഞ്ഞ AKBF വുമൻസ് കൗൺസിൽ. വുമൻസ് കൗൺസിലിന് ശേഷം TKV ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന് ശേഷം ആലുവ ടൗൺ കമ്മിറ്റി. അല്ല, അത് വുമൻസ് കൗൺസിൽ. ഇങ്ങനെ ഷറഫുദ്ദീൻ TKV ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞാൽ വുമൻസ് കൗൺസിൽ. യോഗ നടപടികളുടെ ഔപചാരിക നന്ദി പ്രകടനത്തിനായി AKBFൻ്റെ സെക്രട്ടറി സഖാവ് CK ജയപ്രകാശിനെ ക്ഷണിക്കുന്നു. പ്രിയ സഖാക്കളെ, ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും AIBA കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് KS കൃഷ്ണയുടെ സ്നേഹാദരവ് ചടങ്ങിൽ പങ്കെടുത്ത് വിജയമാക്കിയ എല്ലാ സഖാക്കളെയും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതോടുകൂടെ KS കൃഷ്ണയുടെ കുടുംബാംഗങ്ങൾക്കും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പോൾ ഈ സ്വീകരണ ആശംസാ പരിപാടി എല്ലാ അർത്ഥത്തിലും സമ്പന്നമായതായി പ്രഖ്യാപിക്കുന്നു.